ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് പുതിയതായിട്ട് 2025 ഇറങ്ങിയ ഒരു ക്യൂട്ട് ലവ് സ്റ്റോറിയാണ് കാണാൻ പോകുന്നത്. ഇതൊരു ചൈനീസ് ഡ്രാമയാണ്. അപ്പോൾ നേരെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു വർഷത്തിന് മുമ്പ് രണ്ട് കാറുകൾ തമ്മിൽ നടത്തുന്ന റേസിംഗ് ആണ് കാണിക്കുന്നത്. അതിൽ സീനിയർ ആയിട്ടുള്ള റേസർ മറ്റേ റേസറെ നോക്കി പറയുന്നുണ്ട്, ഫോറിനിൽ പോയിട്ട് അവാർഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നവനല്ലേ, സീനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ പോലും അറിയാത്തവൻ. നിന്റെ ഈ അഹങ്കാരം നിന്റെ നാശത്തിനാണെന്ന് അറിയാമോ? നിന്നെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടേ കുറച്ച് റേസ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് ഒരു ടേണിംഗ് എത്തുമ്പോ അവര് വേണമെന്ന് വെച്ച് തന്നെ കാർ കൂട്ടിയിടിച്ച് ആക്സിഡന്റ് ആക്കുവാണ്. അതില് ജൂനിയർ ആയിട്ടുള്ള റേസറിന് നല്ല രീതിയിൽ പരുക്കും പറ്റുന്നുണ്ട്. പിറ്റേ ദിവസം ന്യൂസിലാണ് കാണിക്കുന്നത്, ഇന്നലെ നിൻഹാൻ സിറ്റിയിൽ ഇല്ലീഗലായിട്ട് നടന്ന റേസിംഗില് ഷെൻഹാന് ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറീസ് സംഭവിച്ചിരിക്കുന്നു. ഇതുമൂലം അവരുടെ കരിയറിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ന്യൂസ് സ്പ്രെഡ് ആവാൻ തുടങ്ങി. നമ്മുടെ ഹീറോയിന്റെ ബ്രദറാണ് ഈ റേസർ പയ്യൻ, ഷെൻഹാൻ എന്നാണ് അവന്റെ പേര്. ഈ ന്യൂസ് കണ്ട നമ്മുടെ ഹീറോയിനും നാളെ അവന് പ്രസ് കോൺഫറൻസ് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ എങ്ങനെ അവനെ കൊണ്ട് അവിടെ പോയി അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നേ? ഞാൻ അവന്റെ ട്വിൻ സിസ്റ്റർ ആണ്, അവനെ സഹായിക്കണമെന്നത് എന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ഇല്ലീഗലായിട്ട് റേസ് നടത്തിയ ന്യൂസ് ഇനിയും കൂടുതൽ സ്പ്രെഡ് ആവാൻ തുടങ്ങിയാല് അവന്റെ കരിയറും നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അവന് ഞാൻ സഹായിച്ചേ പറ്റൂ. ഞാനും ഒരു റേസിംഗ് സ്റ്റുഡന്റ് ആണല്ലോ, കാണാനും ഞങ്ങൾ ഒരേപോലെയാണോ ഉള്ളത്, ആർക്കും സംശയം ഉണ്ടാവില്ല. ഷെൻഹാൻ, നിനക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവളുടെ മുടി വെട്ടിക്കളഞ്ഞിട്ട് എക്സാക്ട്ലി ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് അവളുടെ ബ്രദറിനെ പോലെ ആയി. എന്നിട്ട് പ്രസ് കോൺഫറൻസ് ജോയിൻ ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുതൽ ഞാൻ ഷെൻയി അല്ല ഷെൻഹാൻ ആണെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ പ്രസ് കോൺഫറൻസ് നടക്കാൻ പോകുന്ന വലിയ റേസിംഗ് ക്യാമ്പാണ് കാണിക്കുന്നത്. ചെങ്കു എന്ന റേസിംഗ് ടീം ഗ്രൂപ്പാണ് ഇവരുടേത്. ഇവരുടെ മാനേജർ ലേഡിയാണ് ഇവര്. മാനേജർ, എഞ്ചിനീയർ, മെക്കാനിക് എന്നെല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഹീറോ ദ നമ്പർ 1 റേസിംഗ് ഡ്രൈവർ, അത് നമ്മുടെ ഗൂയി ചാൻ ആണെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തതും ഹീറോയുടെ എൻട്രി. അവൻ വളരെ ഫേമസ് റേസർ ആണ്, പോരാത്തതിന് ഹാൻസോ, നിറയെ ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. ഹീറോയെ കണ്ടതും ഒരു പെൺകൊച്ച് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട്, ഈച്ചാൻ നിങ്ങളാണ് എന്റെ ഐഡല്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്, പ്ലീസ് ഈച്ചാൻ എന്നോട് ഐ ലവ് യു എന്ന് പറ, പ്ലീസ് ഐ ലവ് യു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടുത്തം മുറുക്കിയതും സെക്യൂരിറ്റീസ് എല്ലാവരും വന്ന് പെൺകുട്ടിയെ വലിച്ചിടിച്ച് കൂട്ടിക്കൊണ്ട് പോകുവാണ്. അങ്ങനെ റേസിംഗിലെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ചാമ്പ്യനാണ് നമ്മുടെ ഹീറോ. അടുത്തത് മാനേജർ ലേഡി അനൗൺസ് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്പർ 2 ചാമ്പ്യനായിട്ട് നിൽക്കുന്ന, ഫോറിലെല്ലാം പോയിട്ട് കപ്പടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം എൻഷിയാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞതും ചേട്ടന്റെ പകരം ചേട്ടന്റെ ഗെറ്റപ്പില് നമ്മുടെ ഹീറോയിനാണ് കയറി വരുന്നത്. ഹീറോയിനെ കണ്ട് വാവ് ഇവരെന്ത് ഹാൻസ് ആണെന്ന് പെമ്പിള്ളേരെല്ലാവരും വാ പൊളിക്കാൻ തുടങ്ങി. അവള് സ്റ്റേജിലേക്ക് കയറിയതും പെട്ടെന്ന് കാല് തട്ടി വീഴാനായിട്ട് പോകുവാണ്. ഈ സമയത്ത് ഹീറോ കറക്റ്റ് ആയിട്ട് അവളുടെ കോളറിൽ കയറി പിടിച്ചു. ഹീറോയിൻ പെട്ടെന്ന് ഹീറോയെ കണ്ട് ഷോക്കില് മെല്ലെ നോക്കി ചിരിക്കുന്നൊക്കെയുണ്ട്. അപ്പൊ ഹീറോ പറയും, ഈ പ്രസ് കോൺഫറൻസിൽ എന്തെങ്കിലും ഇടങ്കോല് നീ ഉണ്ടാക്കിയാല് ടീമിൽ നിന്ന് ചവിട്ടി നിന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് ആ കോളർ വിട്ടിട്ട് ഹീറോ ഇറങ്ങി പോകുവാണ്. എന്റെ അമ്മോ, ഇവൻ എന്തിനാ ഇത്ര ആറ്റിറ്റ്യൂഡ് എന്ന് ഹീറോയിൻ ഇപ്പൊ ചിന്തിക്കുകയാണ്. കട്ട് ചെയ്താല് നമ്മുടെ ഹീറോയുടെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. ഇവര് ഗുവാൻ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആണ്. ഗുവാനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് മുത്തശ്ശൻ ഒരാളെ വഴക്ക് പറയുന്നുണ്ട്. ഇവനാണ് ഹീറോയുടെ ചേട്ടൻ, ഇപ്പൊ ഫാമിലി കമ്പനിയുടെ സിഇഒ ആണ്. ക്ഷമിക്കണം മുത്തശ്ശ, എന്റെ തെറ്റാണ്. പല വർഷങ്ങളായിട്ട് ചെങ്ങ് നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആയിരുന്നാലും നിങ്ങൾ തന്നെയല്ലേ എപ്പോഴും വിൻ ചെയ്യുന്നത്. അബ്രോഡിൽ നിന്ന് വന്നതും ഗുയിച്ചാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ലേ എന്ന് ചേട്ടൻ പറയും. അവനെ അബ്രോഡിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന് നമ്മുടെ കമ്പനി നോക്കി നടത്തുമെന്ന് വിചാരിച്ചാല് എതിരാളിയുടെ കമ്പനിയിൽ പോയി അവൻ ട്രെയിനി ആയിട്ട് ചേർന്നിരിക്കുന്നു. അവന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മുത്തശ്ശനാകെ കലി കയറുന്നുണ്ട്. സോറി മുത്തശ്ശ, നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. അവന്റെ ഡ്രീം ഒരു റേസിംഗ് ഡ്രൈവർ ആകണമെന്നല്ലേ. അവന്റെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് അവനോട് നോ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞതും ഇപ്പൊ നീ പോ, നാളെ അവനോട് എന്നോട് വന്നൊന്ന് കാണാൻ പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പറഞ്ഞയക്കുവാണ്. പുറത്തേക്ക് വന്ന ചേട്ടന്റെ മുഖം ആകെ മാറുന്നുണ്ട്. ആകെ ദേഷ്യം പിടിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ഈ കമ്പനി നോക്കി നടത്തുന്നു, ഇപ്പോഴും ഈ കിളവിന് അവന്റെ മേലെയാണ് സ്നേഹം എന്ന് പറഞ്ഞ് ഇവന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. കട്ട് ചെയ്താല് നാളെ മുതൽ നിങ്ങൾക്കുള്ള ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ തുടങ്ങാൻ പോകുവാണ്. സോ ഇപ്പോൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഹീറോയിന് പറഞ്ഞു വിടും. റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിട്ട് ഹീറോയിൻ പാഞ്ഞു വരുവാണ്. പക്ഷെ എല്ലായിടത്തും നോക്കിയാലും ബോയ്സ് മാത്രം. ദൈവമേ, എവിടെ നോക്കിയാലും ബോയ്സ് ആണല്ലോ. ഞാൻ ഈ സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞ് അവള് റൂമിൽ ചെന്ന് മുട്ടിയാല് ഓപ്പൺ ചെയ്യുന്നതോ നമ്മുടെ ഹീറോയുടെ റൂംമേറ്റ് ആയിട്ടാണ് ഹീറോയിന് കിട്ടിയിട്ടുള്ളത്. എന്താ ഇങ്ങനെ 8ന്റെ പണികൾ എന്നെ ഇങ്ങനെ തേടി തേടി വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഹീറോയിന്റെ മൈൻഡിൽ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മാനേജർ ലേഡി ഓടി വന്നിട്ട്, റൂമൊക്കെ സെറ്റ് ആയില്ലേ, നിങ്ങൾക്ക് ഇഷ്ടായില്ലേ,
രണ്ടുപേരും ചേർന്ന് ഫുൾ പവറോടെ ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ടീം നമുക്ക് ഉഷാറാക്കി എടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് എൻകറേജ് ഒക്കെ ചെയ്തിട്ട് ചേർത്ത് വെച്ചിട്ട് പോവാണ്. ഹീറോയിന് തീരെ പിടിക്കുന്നില്ല. വന്നത് മുതൽ മിണ്ടാതിരിക്കുന്നത് കണ്ട് ഹീറോ ചോദിക്കുവാണ്, എന്നാ പിന്നെ നിനക്ക് വേറെ റൂം നോക്കി പോവായിരുന്നില്ലേ? വന്നത് മുതൽ എന്തിനാ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നേ? ഞാൻ ആരെയും എന്റെ റൂംമേറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞതും, അയ്യോ വേറെ റൂം കിട്ടിയാലും ഞാനേ ഇവിടുന്ന് പൊക്കോളാം, നീ പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ തിരിഞ്ഞു കിടക്കും. അയ്യേ എന്താ ഇത്, നീ കുളിക്കാതെയാണ് കിടക്കുന്നേ? ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഹീറോ സ്പ്രേ അടിച്ച് വിടുവാണ്. എന്താണ് നീ എന്നോട് കളിക്കുവാണെന്ന് പറഞ്ഞിട്ട് ഹീറോ ബുക്ക് വായിക്കുമ്പോ അവള് വേണമെന്ന് വെച്ച് തന്നെ ലൈറ്റ് ഓഫ് ചെയ്യുവാണ്. ചോദിച്ചാലേ എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറയും. എന്തായാലും ഇവള് ഇവിടേക്ക് വന്നത് ഇവളുടെ ചേട്ടന് വേണ്ടിയാണല്ലോ. ചെറുപ്പം മുതലേ ഒരു റേസർ ആവണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. വിഷമിക്കണ്ട ഞാൻ, പെട്ടെന്ന് തന്നെ നീ ഓക്കെ ആയിട്ട് തിരികെ വരുമെന്ന് പറഞ്ഞിട്ട് അവള് കണ്ണടച്ച് ഉറങ്ങാൻ തുടങ്ങുകയാണ്. ഇപ്പോ നെക്സ്റ്റ് ഡേ ആയി. അവള് കണ്ണു തുറന്ന് നോക്കിയാല് ഹീറോയിൻ ഹീറോയുടെ ബെഡിൽ അവന്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. എങ്ങനെ ഞാൻ ഇവിടെ വന്നത്? ഹീറോയിൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ദൈവമേ എന്താ ഇത്, പെട്ടെന്ന് എന്താ ഞാൻ ഇങ്ങനെയൊക്കെ? ഇന്നലെ രാത്രി ഞാൻ എന്റെ ബെഡിലല്ലേ കിടന്നത്, പിന്നെ എങ്ങനെ ഇവന്റെ അടുത്തേക്ക് വന്നത് എന്ന് അവൾ ആലോചിക്കുകയാണ്. പെട്ടെന്ന് പുറത്ത് നിന്ന് ടീംമേറ്റ്സ് എല്ലാവരും ഇവരെ വിളിക്കാൻ തുടങ്ങി. എടാ നിങ്ങൾ വേഗം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ, ടീമിന്റെ ട്രെയിനിങ് തുടങ്ങാൻ സമയമായെന്ന് പറഞ്ഞിട്ട്. ഈ സൗണ്ട് കേട്ടതും അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി അവളുടെ ബെഡിൽ ഒന്നറിയാത്ത പോലെ കണ്ണടച്ച് കിടക്കുവാണ്. ഇത് കണ്ട് ഹീറോ ഇപ്പൊ കണ്ണു തുറന്ന് നോക്കിയിട്ട്, എന്തിനാ നീ ഇപ്പൊ ഇത്ര വേഗത്തിൽ എഴുന്നേറ്റ് പോയേ? പതുക്കെ എഴുന്നേറ്റ് പോയാ പോരെ? അല്ല, ഇന്നലെ രാത്രി ഞാൻ നിന്റെ കൂടെയാണോ കിടന്നത്? എന്റെ കൂടെയാണോ കിടന്നുറങ്ങിയതെന്നോ? നീ എന്തൊക്കെയാ ചെയ്തു വെച്ചെന്ന് അറിയാമോ എന്ന് ഹീറോ ചോദിച്ചതും അപ്പോഴാണ് അവൾ ഓർക്കാൻ ശ്രമിക്കുന്നത്. ഇന്നലെ രാത്രി വെൽക്കം പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരുടെയും കൂടെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഹീറോ മാത്രം തനിയെ ഒരിടത്ത് വന്നിരുന്ന് തനിയായിരുന്നു ഡ്രിങ്ക്സ് കഴിക്കുവാണ്. ഇത് കണ്ട ഹീറോയിനും, ഇവൻ എന്തിനാ തനിയെ ഇവിടെ വന്നിരിക്കുന്നേ? തനിയെ ഇവൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോ തിരക്കേടില്ല, കാണാനൊക്കെ ഭംഗിയുണ്ട്, കുറച്ചൊക്കെ ഹാൻസം ഒക്കെ ആണെന്ന് അവളിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് അവനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇവൻ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൾ ഒന്നും അറിയാത്ത പോലെ തലതിരിക്കും. അപ്പോ ഒരു ഫ്രണ്ട് വന്ന്, എന്താ നീ പാർട്ടിയിൽ ജോയിൻ ചെയ്യാത്തെ, വാ വന്ന് കുടിക്കെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കമ്പനി അടിച്ച് ഡ്രിങ്ക്സ് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട ഹീറോയും, ഇവരെപ്പോഴാ ഇത്രയ്ക്ക് ക്ലോസ് ആയത്? ഇവനെ കൊണ്ട് അധികം കുടിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ കേട്ടിട്ടുള്ളത്. ആണെങ്കി ഇപ്പൊ എനിക്കെന്താ, അവൻ കുടിക്കാതിരിക്കെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എന്നെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നല്ലല്ലോ ഇതെന്ന പോലെ ഹീറോയും തിരിഞ്ഞിരിക്കുകയാണ്. ഡ്രിങ്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞതും നമ്മുടെ ഹീറോയിൻ നല്ല ഫോമിലായിട്ടുണ്ട്. ബാത്റൂമിലേക്ക് വന്ന് മെൻസിന്റെ ടോയ്ലറ്റ് കണ്ട അവള് ഗേൾസിന്റെയിലേക്ക് പോകാൻ നിന്നതും ഒരുത്തൻ അവളെ പിടിച്ചു വലിച്ചിട്ട്, ഡാ നീ ആൺകുട്ടിയാടാ, ഉള്ളിലേക്ക് വാടാ എന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോകുവാണ്. അങ്ങനെ അവൾ ഒരു വിധത്തില് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമ്പോ ഹീറോ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. അവൾ അവന്റെ അടുത്തേക്ക് നടന്നു വന്ന് കുടിച്ചത് കൊണ്ട് പെട്ടെന്ന് കാല് വഴുതി വീഴാൻ പോയതും പെട്ടെന്ന് ഹീറോ കയറി പിടിക്കുവാണ്. എന്താ ഇത്, ഇവൻ ഇത്രയ്ക്ക് ഹാൻസ് ആണോ എന്ന് ഹീറോയിൻ അവനെ കണ്ണെടുക്കാതെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തിനാ നീ ഇപ്പൊ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഓ, ഞാൻ അത്രയ്ക്ക് സുന്ദരനാണോ? അതുകൊണ്ടാണോ നീ കണ്ണ് വെട്ടാതെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ എന്ന് ചോദിച്ചതും ഹീറോയിൻ അല്ലെന്ന് പറയും. ഇത് കേട്ട ഹീറോ ഒന്നും നോക്കിയില്ല. അവൻ കൈയെടുത്തതും നടുപിടിച്ച് അവൾ ഒരൊറ്റ വീഴ്ച. എന്നിട്ട് ഹീറോയിൻ, പോടാ എനിക്ക് ഇനിയും കുടിക്കണം, എനിക്ക് ഇപ്പോ തന്നെ കുടിക്കണം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങിയതും, ദൈവമേ ഈ മരണം എന്റെ തലയിലാവുമല്ലോ, വന്ന് തൊലക്കി, വേറെ വഴിയില്ല, നിന്നെ ഞാൻ റൂമിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹീറോ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കിയാല് എഴുന്നേറ്റ് നിന്നവൾ അവന്റെ മേലെ തന്നെ വൊമിറ്റ് ചെയ്ത് വിടുവാണ്. എന്നിട്ട് ഒന്നും ചെയ്യാത്ത പോലെ ചിരിക്കുന്നത് കണ്ടതും ഹീറോയ്ക്ക് ആകെ കലിയായി. നേരെ എങ്ങനെയോ ഒരു വിധത്തിൽ റൂമിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ടതും അവൾ വെള്ളം ചോദിക്കും. പാപം തോന്നിയ ഹീറോയും വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം അവള് പെട്ടെന്ന് ബെഡിലേക്ക് കൊട്ടിയിട്ടിട്ട്, നീ എന്തിനാടെ വെള്ളം മറച്ചിട്ടെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുവാണ്. അതെ, ഞാൻ ഇത് തന്നെ കേൾക്കണം, ഇനി നീ ഇവിടെ കിടന്ന് എന്ത് വേണമെങ്കിലും കാണിച്ചോ, എനിക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് ഹീറോ നേരെ കുളിക്കാൻ പോയി. കുറച്ചു കഴിഞ്ഞതും ബെഡിൽ കിടന്ന് അവളിത് എഴഞ്ഞെഴഞ്ഞ് ബാത്റൂമിലേക്ക് വരുന്നു. ബാക്കിയുള്ളത് കൂടി വൊമിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് തിരികെ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ഹീറോ കുളിക്കുന്നത് അവള് കാണുന്നത്. അത് കണ്ട് അവള് പെട്ടെന്ന് അവിടെ തന്നെ നിന്നിട്ട്, ഫസ്റ്റ് ടൈം ഹീറോയെ കണ്ടപ്പോ ഇവൻ എന്താ ഇത്രയ്ക്ക് ഹാൻസം ആയിരിക്കുന്നത് എന്ന പോലെ നോക്കിയില്ലേ, ഇപ്പോഴും അതേ നോട്ടം നോക്കിയിട്ട് ഇവൻ ഹാൻസം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവന്റെ കുളി ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. പെട്ടെന്ന് ഇവളെ കണ്ട ഹീറോ, ഇവൻ എന്താ ഈ കാട്ടുന്നതെന്ന് പറഞ്ഞ് അവന്റെ മേത്തേക്ക് പത തേച്ച് വിടുവാണ്. ഇതെല്ലാം പറയുന്നത് കേട്ട്, ഞാനാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് കണ്ണും പിടിച്ച് തല കുനിച്ച് ആകെ നാണം കെട്ടിയിരിക്കുകയാണ് ഹീറോയി. പുറത്തു നിന്ന് ഫ്രണ്ട്സ് വിളിക്കുന്നത് കേട്ടതും അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ദേ ഞാൻ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞൊരൊറ്റ ഓട്ടം കൊടുക്കും. കട്ട് ചെയ്താലേ ഹീറോ മുത്തശ്ശനെ കാണാനാണ് വന്നിരിക്കുന്നത്. നിനക്ക് ഇപ്പോഴാണോ ഈ മുത്തശ്ശനെ ഓർമ്മ വന്നത്? നമ്മുടെ ഫാമിലി ബിസിനസ് നീ വേണം നോക്കി നടത്താൻ.
ഞാൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുവല്ലേ, എല്ലാം നീ വേണം നോക്കി നടത്താൻ എന്ന് പറഞ്ഞതും അതിനല്ല ചേട്ടൻ ഇവിടെ ഉള്ളത് മുത്തശ്ശ. അവര് നല്ല രീതിയിലല്ലേ കമ്പനി നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഞാനില്ലെങ്കിലും ഇപ്പോ കമ്പനി നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നില്ലേ. പിന്നെ എന്തിനാ ഞാൻ തന്നെ വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നതെന്ന് ചോദിച്ചാല് ഗു, നീ മാറത്തൊന്നും പറയാൻ നിൽക്കരുത്. ഞാനാണ് കഷ്ടപ്പെട്ട് കമ്പനി ഇത്രയും വളർത്തിക്കൊണ്ടു വന്നത്. അതെങ്ങനെ അത്ര പെട്ടെന്ന് അവനെ ടേക്ക് ഓവർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നേ? മുത്തശ്ശ, ഞങ്ങളുടെ രണ്ടുപേരുടെയും അച്ഛൻ ഒന്നല്ലേ. സർനെയിം വേണമെങ്കിൽ വേറെ വേറെ ആയിരിക്കാം. അവര് നിങ്ങളുടെ കൊച്ചുമകൻ തന്നെയല്ലേ എന്ന് ഹീറോ പറഞ്ഞാല് നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പറ, എപ്പോഴാ നീ തിരികെ വരാൻ പോകുന്നേ? നീ തന്നെ നമ്മുടെ ഫാമിലി ബിസിനസ് നോക്കി നടത്തിയാൽ മതി എന്ന് പറഞ്ഞാല് മുത്തശ്ശൻ, ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞതല്ലേ, എനിക്ക് അതിനെ കൊണ്ട് പറ്റില്ല. ഇപ്പോഴത്തേക്ക് എന്നെ കൊണ്ട് ഇതിനെ എസ് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞതും എന്നാ ശരി, നീ ഇപ്പോ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ഇനി പുറത്ത് ചെന്ന് ഗൂ ഫാമിലിയിലുള്ളവനാണ് നീ എന്ന് പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുവാണ്. ഹീറോയും ഇറങ്ങി പോകുന്നുണ്ട്. ഇതെല്ലാം ഹീറോയുടെ ചേട്ടൻ മറഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നീ ഒന്നും ചെയ്തില്ലെങ്കിലും നിന്നെയല്ലേ എല്ലാവരും തലയിൽ കയറ്റി വെച്ചിരിക്കുന്നേ. നിന്നെ ഞാൻ നശിപ്പിക്കാതെ വിടില്ല എന്ന് പറഞ്ഞ് ഹീറോയുടെ ചേട്ടൻ അവനെതിരെ എന്തോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് എന്താണ് എന്നാണ് കാണിക്കുന്നത്. ഹീറോയുടെ ചേട്ടന്റെ അമ്മ മുത്തശ്ശന്റെ അടുത്ത് വന്ന്, ഷെർമാൻ, ഞങ്ങൾ രണ്ടുപേരും നിങ്ങളോട് ചെയ്തത് എന്തായാലും മാപ്പ് തന്ന് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ രണ്ടുപേരെയും ഏറ്റെടുക്കണം എന്ന പോലെ അമ്മ അവരോട് ചോദിക്കുന്നുണ്ട്. എന്റെ മകനും നീയും പ്രണയത്തിലായിരുന്നു എന്നുള്ളത് ശരിയാണ്, ഞാനത് കാര്യമാക്കാതെ വിട്ടും കളഞ്ഞതാണ്. പക്ഷെ ഇപ്പോ എന്റെ അടുത്ത് വന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് കേൾക്കാനും എന്റെ മകനും ഇപ്പൊ ഇവിടെയില്ല. വേണമെങ്കിൽ നിന്റെ മകനെ ഇവിടെ വിട്ടിട്ട് നീ പോകാൻ നോക്കിയെന്ന് മുത്തശ്ശൻ പറഞ്ഞതും, സാർ, ഞാൻ അവർക്ക് എപ്പോ സെക്രട്ടറി ആയിട്ട് വന്ന് ജോയിൻ ചെയ്തോ അപ്പം മുതൽ അവരെ ഞാൻ സ്നേഹിച്ചും കെയർ ചെയ്തും നന്നായി തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും പിരിച്ച് ഇഷ്ടമില്ലാതെ വേറൊരു പെൺകുട്ടിയെ അവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഇതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല? അതെ, ഞാൻ ചെയ്തു. എന്റെ ബിസിനസിന് വേണ്ടി ഞാൻ അത് ചെയ്തു. നിനക്ക് വേണ്ടി ഇപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മുത്തശ്ശൻ പറയുവാണ്. വേറെ വഴിയില്ല. ഓക്കെ, മകനെയെങ്കിലും നന്നായിട്ട് നോക്കണേ എന്ന് അമ്മ തീരുമാനിക്കുവാണ്. പോകാൻ നേരം മകനോട്, മോനെ, എന്നെ നീ മറന്നു കളയല്ലേടാ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. ഇതെല്ലാം ചെറിയ കുട്ടിയായ നമ്മുടെ ഹീറോ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ചേട്ടനും അവനെ കണ്ടിട്ട്, ഓ, നീയാണോ ഇനി മുതൽ എന്റെ എതിരാളി എന്ന പോലെ നോക്കുന്നുണ്ട്. ഹീറോയുടെ മുത്തശ്ശനും ഇതേപോലെ ഒരു റേസിംഗ് കമ്പനിയാണ് നടത്തുന്നതെന്നാ തോന്നുന്നേ. ഹീറോയ്ക്ക് എന്തോ വലിയൊരു പണി വെക്കാനായിട്ട് അവന്റെ ചേട്ടൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജാങ് എന്ന് പറഞ്ഞ ഒരു റേസിംഗ് ഡ്രൈവറെ കമ്പനിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ചേട്ടൻ പറയുവാണ്. സെക്രട്ടറി ലേഡി ഇത് കേട്ടതും, സാർ, അവര് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള റേസർ ആണ്. സോ അവരെ കൊണ്ട് മറ്റുള്ള റേസേഴ്സിനും അപകടം പറ്റും. പ്ലീസ് സാർ, അവര് വേണ്ട എന്ന് സെക്രട്ടറി പറഞ്ഞാല് ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാ മതി. നടക്കാൻ പോകുന്ന റേസിംഗ് കാർ മത്സരത്തില് അവൻ എന്തായാലും നമ്മുടെ ടീമിൽ വേണം. ശരി സാർ, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലേഡി പോകാനായിട്ട് നിന്നതും, ഒരു മിനിറ്റ്, ഗോവിന്റെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് അപ്പോ തന്നെ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് വിടുവാണ്. കട്ട് ചെയ്താല് ഇവിടെ ടീമിന് ഫിസിക്കൽ ട്രെയിനിങ് പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ ടെസ്റ്റിൽ നിങ്ങൾ ഫെയിൽ ആയാല് ജന്മത്തില് ഇനി നിങ്ങൾ റേസിങ്ങിനെ പറ്റി ചിന്തിക്കരുതെന്ന് കോച്ച് ഭയങ്കരമായിട്ട് അവരെ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോക്കസ്, സ്പീഡിങ്, ടെസ്റ്റ് എല്ലാം നടത്തുന്നുണ്ട്. നമ്മുടെ ഹീറോ ഇവിടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവന്റെ ചേട്ടനെയാണ് കാണിക്കുന്നത്. സെക്രട്ടറി ലേഡി വന്നിട്ട്, ചാൻ നമ്മുടെ ഓഫർ സ്വീകരിക്കുന്നില്ല സാർ എന്ന് പറഞ്ഞതും അവന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പോ അവൻ ചോദിക്കുന്ന ഓഫർ നീ കൊടുത്തേ പറ്റൂ. എങ്ങനെയെങ്കിലും അവനെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. എനിക്കൊന്നും അറിയണ്ട, നീ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു വിടുവാണ്. എങ്ങനെയെങ്കിലും ചേട്ടന് അനിയനെ തോൽപ്പിച്ചേ പറ്റൂ. ഗുയിച്ചാൻ, എന്റെ അടുത്ത് നീ എല്ലാം തട്ടിയെടുത്തില്ലേ? നീ റേസിംഗ് ട്രാക്കിൽ കിടന്ന് ചത്തുപോയാലും ഇതിന് പകരമാകില്ല. ആ ഒരു വേദനയാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നതെന്ന് ഭയങ്കര വില്ലന്മാരെ പോലെ ആകുന്നുണ്ട് നമ്മുടെ ചേട്ടൻ. കട്ട് ചെയ്താല് നൈറ്റ് റൂമിലാണ് കാണിക്കുന്നത്. ഹീറോ വന്ന ഉടനെ തന്നെ ചെറിയൊരു നിക്കർ ഇട്ടിരിക്കുന്നത് കണ്ട്, പോത്ത് പോലെ വളർന്നില്ലേ, മര്യാദയ്ക്ക് ഡ്രസ്സെങ്കിലും ചെയ്തുകൂടെ എന്ന് ഹീറോയിൻ വഴക്ക് പറയാൻ തുടങ്ങിയതും ഹീറോ ഇത് കേട്ടിട്ട്, അതിനെന്താ, നമ്മളിപ്പോ വളർന്നില്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇടാലോ. അല്ല, ഈ സമ്മറിൽ ഇത്ര മൂടി പൊതിച്ച് എന്തിനാ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നേ? നിനക്ക് ചൂടെടുക്കുന്നില്ല എന്ന് ഹീറോ ചോദിച്ചാല്, നിനക്കെന്താ, എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ഞാൻ ഡ്രസ്സ് ചെയ്യും, നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുവാണ്. ആ, നീ എന്ത് വേണമെങ്കിലും കാണിക്ക് എന്ന് ഹീറോ പിന്നെയും സ്പ്രേ അടിച്ച് വിടുന്നത് കണ്ട് കുറച്ച് ഓവർ ആകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് വിൻഡോ ഓപ്പൺ ചെയ്യാനായിട്ട് നിന്നതും ഹീറോയോട് വന്ന്, AC ഇട്ടിട്ടുണ്ട്, നീ എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യുവാണ്. എനിക്ക് ഈ സ്മെല്ല് ഇഷ്ടമല്ല, നീ പെർഫ്യൂം ഒക്കെ അടിച്ചിട്ട് ഈ രാത്രി എവിടേക്കാ പോകാൻ പോകുന്നതെന്ന് ചോദിച്ചാല് ഹീറോ പറയുവാണ്,
അതിനിത് പെർഫ്യൂമേ അല്ല, നീ ഒന്ന് മര്യാദയ്ക്ക് പോയി കുളിക്കടേ എന്ന് ഹീറോ അവളെ കളിയാക്കും. ഞാൻ കുളിക്കും, കുളിക്കാതെ ഇരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും, നിനക്ക് എന്താ എന്ന് പറഞ്ഞിട്ട് അവള് പിണങ്ങി പോയി കിടന്നുറങ്ങാൻ തുടങ്ങുവാണ്. ഹീറോയും മിണ്ടാതെ പോയി കിടന്നുറങ്ങാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോ ഹീറോയുടെ ഡ്രീംസില് എന്തോ ഒരു ഭയങ്കര ആക്സിഡന്റ് നടക്കുന്ന പോലെയും അതാരോ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പോലെയും കാണുന്നുണ്ട്. അത് നടക്കോ ഇല്ലയോ എന്നത് നമുക്ക് ഫ്യൂച്ചറിൽ കാണാം. കട്ട് ചെയ്താല് പിറ്റേ ദിവസം ട്രെയിനിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവരുടെ ഡ്രൈവിംഗ് സ്കില്ലാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹീറോയിനെക്കാളും ഹീറോ വളരെ ഫാസ്റ്റ് ആണ്. ഇത് കോച്ച് അവളോട് പറഞ്ഞതും ഹീറോ അവളെ നോക്കിയിട്ട്, നിനക്ക് സ്കില്ലെല്ലാം ഉണ്ട്, പക്ഷേ സ്കില്ലിന് പറ്റിയ ബോഡി സ്ട്രെങ്ത് ഇല്ല. ഈ കോല് പോലുള്ള ശരീരം കൊണ്ട് നിനക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് അവൻ അവളെ കളിയാക്കാൻ തുടങ്ങുവാണ്. ഇതൊക്കെ കേട്ടതും അവൾക്ക് നല്ല പോലെ കളിയാകുന്നുണ്ട്. അവന്റെ കാലിൽ ആര് ചവിട്ടാൻ നോക്കിയാൽ അവൻ നൈസായിട്ട് എസ്കേപ്പ് ആയി. ഇനി ഇവർക്ക് സ്പീഡ് സ്കില്ല് മാത്രമല്ല, ബോഡി ഫിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടേ കയ്യിലും കാലിലും ബാൻഡ് ഒക്കെ ഇട്ടിട്ട് സ്കോട്ട് എടുക്കാനായിട്ട് പറയുവാണ്. ഇത് നമ്മുടെ ഹീറോയിന് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. വളരെ ടൈറ്റ് ആയിട്ടാണ് ആ ബാൻഡ് ഇട്ടിട്ടുള്ളത്. ഇത് കണ്ട് കോച്ച് അവളെ വഴക്ക് പറയുന്നതൊക്കെ ഹീറോ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്തത് റണ്ണിങ് പ്രാക്ടീസ് ആണ് നടത്തുന്നത്. നമ്മുടെ ഹീറോയിനെ കൊണ്ട് തീരെ പറ്റുന്നില്ല. ഞാനിത് ഒന്ന് വേഗം ഓടി വാ എന്ന് പറഞ്ഞ് ഹീറോ മുന്നിലേക്ക് ഓടുന്നുണ്ട്. ഇവളെ കൊണ്ട് പറ്റാതെ താഴെ വീണതും ഹീറോ പെട്ടെന്ന് ഓടി വന്ന് അവളെ എഴുന്നേൽപ്പിക്കുവാണ്. വീണതിൽ അവളുടെ കൈ ചെറുതായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട്. ഹീറോ കൂട്ടിക്കൊണ്ടുപോയി അതിൽ മരുന്നൊക്കെ പുരട്ടി കൊടുക്കാൻ തുടങ്ങുവാണ്. ഇതൊക്കെ കണ്ടിട്ട് ഹീറോയിന് വളരെ ഇഷ്ടാകുന്നുണ്ട്. അവനെ അവൾ അങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കണ്ട് ടീമിൽ രണ്ട് ഫ്രണ്ട്സ്, എന്താണ് അവിടെ നടക്കുന്നേ, രണ്ടുപേർക്കിടയിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? നിങ്ങളുടെ നോട്ടത്തിനാണ് പ്രശ്നം എന്ന് പറഞ്ഞ് മാനേജർ ലേഡി വന്ന് അവരെ വഴക്ക് പറയുന്നുണ്ട്. പോയി നിങ്ങളുടെ ജോലി ചെയ്യാൻ നോക്ക് ചെക്കന്മാരെ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുവാണ്. ഫ്രണ്ടിലെ ഒരുത്തന് നമ്മുടെ മാനേജർ ലേഡിയോട് ഒരു കണ്ണുണ്ട്. അവള് വന്നത് മുതൽ പിറകിൽ നിന്ന് മാറുന്നതേ ഇല്ല. പോരാത്തതിന് സോസോ, ഇന്ന് നമുക്ക് ഡിന്നർ കഴിക്കാൻ പോയാലോ? ഇവിടെ അടുത്ത് പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ചിക്കൻ സൂപ്പൊക്കെ സൂപ്പർ ആയിരിക്കും. ചിക്കൻ സൂപ്പോ? നമുക്ക് വേണമെങ്കിൽ ഹോട്ട് പോട്ട് കഴിക്കാൻ പോയാലോ എന്ന് അവളും പറയും. ഇവിടെ ഹീറോ അവൾക്ക് മരുന്നൊക്കെ വെച്ചു കൊടുത്തോണ്ടിരിക്കുവാണ്. ഫിസിക്കൽ ടെസ്റ്റ് ഇത്ര ഹാർഡായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് നമ്മുടെ ഹീറോയിൻ പറയുവാണ്. നീ പെൺകുട്ടികളെ പോലെ ഇത്ര വീക്കായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് ഹീറോ പറയും. ഇത് കേട്ടതും ഹീറോയിൻ, എന്ത് പെണ്ണ് കാണുമെന്ന് ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് എന്തിനാ? ഫീമെയിൽസ് എത്ര പേരാണ് റേസിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ളതെന്ന് നിനക്ക് അറിയാമോ? അയ്യോ, ഞാൻ അവരെ അതിന് കമ്പയർ ചെയ്തതല്ല. റേസിംഗ് എന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ചെറിയ തെറ്റ് പറ്റിയാല് അതുകൊണ്ടുണ്ടാകുന്ന അപകടവും വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് ഫിസിക്കൽ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ഇത് ഗേൾസിന് വളരെ ടഫ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഹീറോ പറയുവാണ്. ഇവളും ഒരു പെണ്ണാണല്ലോ. ഇത് കേട്ടതും അവൾക്ക് ഈഗോ അടിക്കാൻ തുടങ്ങി. അവളെ തന്നെ സ്ട്രോങ് ആക്കണമെന്ന് അവൾ വിചാരിക്കുവാണ്. ഇപ്പൊ നൈറ്റായി, വളരെ രാത്രിയായി. ഞാൻ എന്നെ കാണാത്തത് കൊണ്ട് ഹീറോയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കുറെ കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് ഹീറോയിൻ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ മോർണിംഗ് ആയതും ഹീറോ എഴുന്നേറ്റ് നോക്കിയാല് ബെഡിൽ ഹീറോയിനെ കാണുന്നില്ല. ഇവൻ ഇത് എവിടെ പോയി? ഇനി അവൻ പെണ്ണ് വല്ലതും ആണോ? ഞാൻ പറയുന്നത് കേട്ട് അവൻ ഹാർഡ് വർക്ക് ചെയ്യാൻ പോകുന്നതാണോ എന്ന്, അവള് പെണ്ണാണോ എന്ന് ഹീറോയ്ക്ക് ഇപ്പോൾ ഡൗട്ട് ആയി തുടങ്ങി. അവൻ എഴുന്നേറ്റ് വന്ന് ജിമ്മിൽ നോക്കിയാൽ അവളെ കാണുന്നില്ല. കുറെ തെരഞ്ഞു, കാണാത്തത് കൊണ്ട് തിരികെ പോകാനായിട്ട് നിൽക്കുമ്പോൾ ഒരു സൗണ്ട്. അവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഹീറോയിനും. ഇത് കണ്ട് ഹീറോയ്ക്ക് ടെൻഷനായി. അടുത്ത് ചെന്ന് കയ്യിൽ പിടിച്ചിട്ടേ, നീ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നീ നിന്നെ തന്നെ നശിപ്പിക്കാൻ നോക്കുവാണോ എന്ന് ഹീറോ അവളെ വഴക്ക് പറയും. നീ ഇതിൽ തലയിടണ്ട, ഞാൻ തോൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഈ കോമ്പറ്റീഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് ഹീറോയിൻ പറയുവാണ്. ഞാൻ അങ്ങനെ പറഞ്ഞതിന് വേണ്ടി നീ നിന്നെ തന്നെ നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ നോക്കിക്കോളാം. നീ എന്റെ കാര്യത്തില് തലയിടാൻ വരണ്ടെന്ന് ഹീറോയിൻ അവനോട് ചൂടാകും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും ഹീറോയ്ക്ക് മനസ്സിലായി അവൻ ഇങ്ങനെ പറഞ്ഞാല് അനുസരിക്കാൻ പോകുന്നില്ലെന്ന്. സോ അതുകൊണ്ട് ഹീറോ പറയും, ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ കൂടാം. ഞാൻ അബ്രോഡിലെല്ലാം പോയി ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറയും. ഇത് കേട്ടതും ഹീറോയിന് വളരെ സന്തോഷമായി. അവളും ഓക്കെ പറയുവാണ്. ഫസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാക്കണം, എന്നാലേ അകത്ത് പോലും കയറാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുവാണ്. അവനും പെർഫെക്റ്റ് ആയിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവള് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നൈറ്റ് ഹീറോയിൻ റൂമിലേക്ക് വരുമ്പോ ഹീറോ പറയും, നാളെയാണ് ലാസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളത്, വേഗം കിടന്നുറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞതും ഹീറോയിനും ഓക്കെ പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അപ്പോ ഹീറോ അവളോട് പറയും, നീ ടെൻഷൻ അടിക്കണ്ട, നാളത്തെ ടെസ്റ്റില് നീ എന്തായാലും പാസ്സാകുമെന്ന് പറഞ്ഞ് ഹീറോ അവൾക്ക് സപ്പോർട്ടീവായി പോസിറ്റീവായിട്ടുള്ള ടോക്സുകളൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് അവൾക്ക് വളരെ ആശ്വാസമായിട്ട് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ആയി. ഇന്ന് ഇവരുടെ ലാസ്റ്റ് ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത്. ഇതില് ഫെയിൽ ആയാല് റേസിംഗിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. ഫെയിൽ ആയാല് പെട്ടിയും പൂട്ടി ഇറങ്ങിക്കോ എന്ന് കോച്ച് വാർണിംഗ് കൊടുത്തിട്ടാണ് ആരംഭിക്കുന്നത്. പിന്നെയും എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. റണ്ണിങ്, ഫോക്കസ്, സ്പീഡ് എല്ലാം എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോ റിസൾട്ട് പറയാനായിട്ട് പോകുവാണ്. ഇതിലാകെ 4 പേര് മാത്രമാണ് പാസ്സായിട്ടുള്ളത് എന്ന് പറഞ്ഞതും ഹീറോയിന് നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ പാസ്സാകുന്നത് നമ്മുടെ ഹീറോ ആയിരിക്കും. പിന്നീട് 2 പേര് പറഞ്ഞു നിർത്തിയതും നെക്സ്റ്റ് എന്റെ പേരായിരിക്കില്ല എന്നാണ് ഇവളുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾ വളരെ നെർവസ് ആയിട്ട് നിൽക്കുന്നതും പെട്ടെന്ന് ഹീറോയിന്റെ പേര് പറയും. സന്തോഷത്തില് അവൾ ആദ്യം തന്നെ ഹീറോയാണ് ഹഗ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ടീമിലെ ഫ്രണ്ട്സും മാനേജർ ലേഡിയൊക്കെ വരുന്നത് കണ്ടതും പെണ്ണായതുകൊണ്ട് അവൾ ആദ്യം മാനേജർ ലേഡിയെ പോയാണ് കെട്ടിപ്പിടിക്കുന്നത്. ഇത് ഫ്രണ്ട് പയ്യനില്ലേ, അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവരുടെ മുമ്പിൽ ഇപ്പോഴും അവൾ ആൺകുട്ടിയാണല്ലോ. അങ്ങനെ ടെസ്റ്റ് പാസ്സായതില് അവൾക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ടെസ്റ്റ് പാസ്സായ സന്തോഷത്തില് എല്ലാവരും ജോളിയായിട്ട് അത് സെലിബ്രേറ്റും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള റേസിംഗ് കാർഡ് റെഡി ആയി കഴിഞ്ഞു. ഭയങ്കരമായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹീറോയും വായും വിളിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയുടെ ചേട്ടൻ അവിടേക്ക് വരുന്നുണ്ട്. ഞാനാണ് ടീം മാനേജർ സൂസു, വരൂ സാർ എന്ന് പറഞ്ഞ് മാനേജർ ലേഡി വിളിച്ചതും ആഹാ നിങ്ങളാണോ മാനേജർ, നിങ്ങളെ പറ്റി ഞാൻ നിറയെ കേട്ടിട്ടുണ്ട്. ഞാൻ എന്റെ ബ്രദറിനെ ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് പറയും. പക്ഷെ അവൻ വെറുതെ വന്നതല്ല, ആ ഡേഞ്ചറായ ഒരു റേസർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അവനെയും കയ്യോടെ കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ ഹീറോയുടെ മുത്തശ്ശന്റെ കമ്പനിയിൽ റേസർ ആയിട്ട് ജോയിൻ ചെയ്യാമെന്ന് എഗ്രിമെന്റിൽ സൈൻ ചെയ്തും കഴിഞ്ഞു. ബ്രദറിന്റെ കൂടെ വന്നവൻ ചുമ്മാ നിൽക്കാതെ നീയാണോ ഈ കാർ റിപ്പയർ ചെയ്തത്, നീ ശരിയാക്കിയ കാർ പൊളിക്കാനായിട്ട് ഓ ദേ ഈ ഗൂയിച്ചാനെ കൊണ്ട് സിമ്പിൾ ആയിട്ട് പറ്റും അല്ലേ ഗൂയിച്ചാൻ, നീ തന്നെ പറയുന്നത് ഒരുമാതിരി കളിയാക്കിയതും മെക്കാനിക് പയ്യൻ ഫാങ്ങിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും ചേട്ടൻ മതി മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ ശരിക്കും ഫാങ്ക് അവനെ നല്ലോണം പെരുമാറിയനെ. ജാങ് നിങ്ങൾ സാറിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തു എന്ന് ഒരു ന്യൂസ് കിട്ടി, പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് മോശമായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് മാനേജർ ലേഡി ചോദിച്ചതും ആ ജാങ്ങിന് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. ഇല്ല മാനേജർ സു, ഞാൻ എൻ്റെ അനിയനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ടേ ഹീറോയുടെ അടുത്തേക്ക് വരുവാണ്. ഞാനും മുത്തശ്ശനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് മുത്തശ്ശൻ നിന്നെ തന്നെയാ ചോദിച്ചോണ്ടിരിക്കുന്നേ. സമയം കിട്ടുമ്പോൾ വീട്ടിലേക്കൊന്ന് വന്നിട്ട് പോടാ മോനെ എന്ന് പറഞ്ഞിട്ടേ അടുത്തേക്ക് വന്ന് ഒരുമാതിരി വില്ലന്മാരെ പോലെ ചിരിച്ചുകൊണ്ടേ പറയും. ജാങ്ങിനെ പോലെ ഒരു സൂപ്പറായ റേസർ അവന്റെ കാലെല്ലാം നല്ല രീതിയിൽ ശരിയായതിനു ശേഷം നമ്മുടെ കമ്പനിയുടെ ടീമിൽ ജോയിൻ ചെയ്തത് ഒരു ഭാഗ്യം തന്നെ അല്ലേ. അവന് പറ്റിയ ഇഞ്ചുറി കാരണം അവന്റെ കരിയർ നഷ്ടമായെങ്കില് നമ്മൾക്കെന്ന് നഷ്ടമായിരുന്നിരിക്കും. പക്ഷെ ആ ഇഞ്ചുറി നീ കാരണമാണ് ആയതെന്ന് ഓർക്കുമ്പോഴും അവൻ നമ്മുടെ ടീമിൽ വന്ന് ജോയിൻ ചെയ്തത് കൊണ്ടും നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാല് ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഹീറോയ്ക്ക് ഒരുമാതിരി മൈൻഡ് അപ്സെറ്റ് ആകുന്നുണ്ട്. ഇല്ല ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല എന്ന് ഹീറോ പറയാണ്. ഓക്കേടാ മോനെ, എന്നാ ശരി, ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയ പിന്നാലെ ജാങ്ങും റേസിംഗ് ട്രാക്കിൽ വെച്ച് കാണാമെന്ന പോലെ അവനും പറഞ്ഞിട്ട് പോകുകയാണ്, ഒരുമാതിരി വാർണിംഗ് പോലെ. സോ അന്ന് ഹീറോയുടെ സ്വപ്നത്തിൽ വന്നത് നടക്കാൻ പോകുന്ന കാര്യമല്ല, ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. അവൻ അതിന്റെ ഗിൽറ്റിനെസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഡ്രാമ പോലെ അവന്റെ കൂടെ അതുണ്ടായിരുന്നു. നീ ഓക്കെ ആണോ എന്ന് ഹീറോയും ചോദിച്ചാല് അവൻ ഒന്നും മിണ്ടാതെ പോയി കളയും. മുൻപ് ജാങ് നമ്മുടെ ഹീറോ എല്ലാവരും ചേർന്ന് ഒരു കാർ റേസിംഗിലായിരിക്കുമ്പോഴാണ് ജാങ്ങിന് വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ അതിന് ഹീറോ കാരണമായി എന്ന് തോന്നുന്നു. അതുകൊണ്ട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അവൻ ചിന്തിച്ചിട്ട് കാർ വളരെ സ്പീഡിൽ ട്രാക്കിൽ ഓടിച്ചുകൊണ്ടേയിരിക്കുവാണ്. ഇത് കണ്ട് സൂയും നമ്മുടെ ഹീറോയിനും നമ്മുടെ ഗു കാരണം ജാങ്ങിന് വളരെ വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. സീരിയസ് ആയി കോമ സ്റ്റേജിലേക്ക് വരെ പോയി. അതുകൊണ്ട് നമ്മുടെ ടീം വിട്ടേ അവൻ പോയത്. പക്ഷേ ചെങ് ഗുവാൻഷാൻ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് അവനെ അവരുടെ ടീമിൽ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞതും അതെങ്ങനെ അവരെ കൊണ്ട് സാധിക്കുന്നേ, ഇവർ രണ്ടുപേരും ബ്രദേഴ്സ് അല്ലേ എന്ന് ഹീറോയിൻ ചോദിക്കുവാണ്. അങ്ങനെയല്ല, ഇവർ രണ്ടുപേരും ഒരേ അമ്മയ്ക്ക് പിറന്നതല്ല. ജാങ്ങിന് നടന്ന ആക്സിഡന്റ് കാരണം ഹീറോ 6 മാസത്തേക്ക് ഒരു ട്രോമയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു. പാസ്റ്റിൽ ചെയ്ത മിസ്റ്റേക്ക് ഓർത്ത് അവൻ ഇപ്പോഴും ഗിൽറ്റിയിലാണ്. അതുകൊണ്ടൊക്കെയാണ് അവൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് അവര് പറയും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും അവൾക്ക് വളരെ കഷ്ടം തോന്നുന്നുണ്ട്. നീ വിഷമിക്കണ്ട, സൈക്യാട്രിസ്റ്റിനെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വേഗം തന്നെ റെഡിയാകും. നീയും നന്നായി പ്രിപ്പയർ ആയിരിക്കണം. നിന്നെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്ന് സൂ പറഞ്ഞതും ഞങ്ങൾ രണ്ടുപേരും ടീംമേറ്റ്സ് ആയതുകൊണ്ട് അവനിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഫൈറ്റ് ചെയ്യുമെന്ന് ഹീറോയിനും പറയുവാണ്. ഇവിടെ ആ ചാൻ ഉണ്ടല്ലോ, ചേട്ടനോട് ഡായും ടീമിലേക്ക് എന്നെ വിളിച്ചതിന് താങ്ക്സ്. ഞാൻ ഗോയിച്ചാനായിരിക്കും വിളിച്ചതെന്നാ കരുതിയത്. നിങ്ങൾ വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോ ചേട്ടൻ പറയും, ഞാൻ നിന്റെ സ്കില്ല് കണ്ടിട്ടാടാ വിളിച്ചതെന്ന്. ശത്രുവിന്റെ ശത്രുവും മിത്ര എന്നാണല്ലോ. നിങ്ങൾക്ക് ടെൻഷനേ വേണ്ട, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു.
അവനൊന്ന് റേസിംഗ് ട്രാക്കിലേക്ക് വരട്ടെ, എന്നിട്ട് ഞാൻ ആരാണെന്ന് അവൻ ശരിക്കും കാണിച്ചു കൊടുക്കാം. അവന്റെ ചോര കാണാതെ ഞാൻ പോകില്ലെന്നൊക്കെ മൊത്തത്തില് ഹീറോയെ തീർക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അവൻ അവളോട് ചോദിക്കും, നീ എങ്ങനെയാണ് ഈ റേസിംഗ് ഫീൽഡിലേക്ക് വന്നതെന്ന്. കോമ്പറ്റീഷൻ ഇതിൽ കൂടുതലാണല്ലോ, എനിക്കതൊക്കെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വന്നതെന്ന് അവളും പറയും. ഓക്കെ, നീ എന്തിനാ വന്നതെന്ന് ചോദിച്ചാല് ശരിക്കും പറഞ്ഞാല് എനിക്കറിയില്ല. ചെറിയ വയസ്സ് മുതൽ എനിക്ക് വേണ്ടി എല്ലാം ശരിയായി അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടാകും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന്. അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതും. ചില സമയത്തൊക്കെ എൻ്റെ ചേട്ടനെ കണ്ട് എനിക്ക് അസൂയ തോന്നാറുണ്ട്. മുത്തശ്ശൻ അവനെ മൈൻഡേ ചെയ്യത്തില്ല, അതുകൊണ്ട് അവൻ ഫ്രീ ആയിരിക്കും, അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞതും ഹീറോയിൻ ഇത് കേട്ടിട്ട്, നീ റേസിലേക്ക് വരാനായിട്ട് ഇതൊക്കെ കാരണമായിരുന്നാലും നിനക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടല്ലേ വന്നതെന്ന പോലെ ഹീറോയിൻ ചോദിക്കുവാണ്. നീ എനിക്ക് വേണ്ടി അത്രയ്ക്ക് സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഞാൻ നിന്നോട് ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. ഈ റേസിംഗ് ആണ് എൻ്റെ വൺ ആൻഡ് ഓൺലി ചോയ്സ്, എങ്ങനെയും എനിക്ക് വിൻ ചെയ്യണമെന്ന് പറയാണ്. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് ഗു, ഞാനും നിന്റെ കൂടെയുണ്ട്, നമുക്ക് ഒന്നിച്ചു ചേർന്ന് വിൻ ചെയ്യാമെന്ന് പറഞ്ഞാല്. പക്ഷേ എടാ, ഒരുത്തനെ കൊണ്ട് മാത്രല്ലേ ചാമ്പ്യൻ ആകാൻ പറ്റുള്ളൂ. രണ്ടുപേരും ടീമിൽ തന്നെ ഇരുന്നാലും ഞാൻ വിൻ ചെയ്താലും എന്നോട് ദേഷ്യമോ അസൂയോ ഒന്നും തോന്നരുത് കേട്ടോ എന്ന് ഗുയിച്ചാൻ അവളോട് ചോദിച്ചാല്, അതൊക്കെ നമുക്ക് അപ്പോ നോക്കാം എന്ന പോലെ അവളും പറയും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹീറോയ്ക്ക് വേണ്ടി അവൾ കുക്കെല്ലാം ചെയ്യുന്നുണ്ട്. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതും, നീ പോയി വേഗം ഫ്രഷപ്പ് ആയിട്ട് വാ, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അവൻ ബ്രഷ് ചെയ്യുന്നതിന്റെ ഇടയില്, നീ എങ്ങാനും ഒരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ നിന്നെ അങ്ങ് കെട്ടിയേനെ എന്ന് പറഞ്ഞതും ഹീറോയിന് ശരിക്കും അതൊക്കെ ശരിക്കും ഇഷ്ടാകുന്നുണ്ട്. നീ ശരിക്കാണോ പറഞ്ഞതെന്ന് ചോദിച്ചാല്, അത് ശരിക്കും, നീ ഒരു പെണ്ണായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ നിന്നെ കെട്ടിയേനെ എന്ന് പറയും. അവൾക്ക് ഒരുമാതിരി ബ്ലഷ് ആകാൻ തുടങ്ങുന്നുണ്ട്. കട്ട് ചെയ്താല് ഇവിടെ സൂസുവിനെയാണ് കാണിക്കുന്നത്. അവള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പയ്യൻ വരുന്നുണ്ട്. ട്രാക്ക് ട്രെയിനിങ് വേഗം തന്നെ നടക്കില്ലേ, അതിന്റെ ഡേറ്റ് ചെക്ക് ചെയ്യാൻ വന്നതാണ് കൂടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് വന്ന്, സുസു നീ വളരെ ടയേർഡ് ആയിട്ടില്ലേ, ഞാൻ നിനക്ക് മസാജ് ഒക്കെ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈയൊക്കെ പിടിച്ച് ഞെക്കി നോക്കിയിട്ട്, ഞാൻ കൈ നോക്കി പറയാം, എനിക്കത് നല്ലപോലെ അറിയാം എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളായിട്ട് പറയാൻ തുടങ്ങുവാണ്. സോസോ നീ ഇപ്പൊ ഒരാളെ മിസ് ചെയ്യുന്നുണ്ട് ശരിയല്ലേ എന്ന് ചോദിച്ചാല്, ഓഹോ അങ്ങനെയാണോ, എന്നാ അത് ആരാ എന്ന് അവള് ചോദിക്കും. ആ പയ്യൻ 2000 ജനിച്ച് സുന്ദരനും സുമുഖനും ആയ ഒരു പയ്യനാണ്. ഹേയ്, ഇത് നീ നിന്നെ തന്നെയല്ലേ പറയുന്നതെന്ന് അവള് ചോദിച്ചാല്, ആ പയ്യന്റെ പേര് ഷിങ് ജുവാൻ. ആ പയ്യന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞതും സോസോ, എടാ നീ എന്താ തമാശ കളിക്കുവാണോ, എനിക്കിവിടെ നിറയെ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്, നിന്റെ കുട്ടി കളിക്കൊന്നും ഇവിടെ സമയമില്ല, നീ പോടച്ചൊക്കെ ഓടിച്ചു വിടുവാണ്, എന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് ബാക്കി രേഖ കൂടി നോക്കി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ, നന്നായിട്ട് റെസ്റ്റ് എടുക്ക് സൂസു, ലവ് യു എന്ന് പറഞ്ഞിട്ട് അവൻ ഓടിക്കളയുവാണ്. അടുത്തത് ഇവിടെ ട്രാക്ക് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഹീറോയ്ക്ക് ആക്സിഡന്റ് ഒരു ട്രോമയായിട്ട് ഇപ്പോഴും അവന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അവന് സ്പീഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. വല്ലാതെ അവൻ പേടിക്കുന്നുണ്ട്. ഗു, നീയാണ് ഏറ്റവും ലാസ്റ്റ് വന്നത്, എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടുകൊണ്ട് വന്ന സൂസുവും അവനെ വളരെ വഴക്ക് പറയുന്നുണ്ട്. അവൻ വളരെ അപ്സെറ്റ് ആണ്. ആര് എന്ത് പറഞ്ഞാലും ആ ആക്സിഡന്റ് മാത്രമാണ് അവന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നൈറ്റ് അവനെ കാണാതെ ഹീറോയിൻ അവനെ കോള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവനെ കോളിൽ കിട്ടുന്നില്ല. ഇതെന്താ അവന് പറ്റിയത്, എന്താ അവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൾക്ക് വളരെ കഷ്ടം തോന്നുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ കറക്റ്റ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റിൽ നിന്ന് ഒരു കാർ വേഗത്തിൽ വരുന്നുണ്ട്. അവൻ ഇടിക്കുമെന്ന് കരുതി പേടിച്ചു നിന്നതും ഹീറോയെ വേഗത്തിൽ വന്ന് ആ കാർ ഇടിക്കുന്നതിനുള്ളില് കറക്റ്റ് ടൈം നമ്മുടെ ഹീറോയിൻ വന്ന് അവനെ രക്ഷിക്കുന്നുണ്ട്. നീ ഓക്കെ അല്ലേ ഗു എന്ന് അവള് ചോദിച്ചാല്, ഞാൻ ഓക്കെയാണ്, വാ പോകാമെന്ന് പറഞ്ഞ് അവനൊരു റിയാക്ഷൻ ഇല്ലാതെ നടന്നു പോകുവാണ്. എന്നാലും ഇവനെ ഓർത്ത് വളരെ സങ്കടപ്പെട്ട് പുറകെ വരുന്നത് കണ്ട്, ഞാൻ എന്നെ കുറച്ച് ഓർത്ത് ബോധേഡാവണ്ട, ഞാൻ ഓക്കെ ആയിട്ടാണുള്ളത്, എനിക്ക് ഇത് ഇങ്ങനെ പേടിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞതും, ഗു നീ ഇപ്പോ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്നും എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല, പക്ഷേ നമ്മൾ രണ്ടുപേരും ടീംമേറ്റ്സ് ആണ് എന്നുള്ളത് നീ മറക്കരുത്. എപ്പോൾ എന്നോട് സംസാരിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ നിനക്ക് തുറന്ന് സംസാരിക്കാം, നിന്റെ കൂടെ ഞാനുണ്ടാകും, എപ്പോഴും നിനക്ക് വേണ്ടി ഞാനുണ്ടാകും എന്ന് അവൾ പറയാണ്. ശരി ശരി മിസ്റ്റർ ടീംമേറ്റ്, ഞാനിപ്പോ ഓക്കെ ആണ്, സമയം ഒരുപാടായി, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവൻ വീട്ടിലേക്ക് വരുവാണ്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. ഹീറോയാണ് ആദ്യം കണ്ണു തുറക്കുന്നത്. അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ഹീറോയിൻ അവനെ തന്നെ നോക്കി കിടക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ നോക്കി സ്മൈൽ ചെയ്തിട്ടേ അന്നത്തെ ദിവസം തുടങ്ങുവാണ്. സെലക്ട് ആയ 4 പേർക്കും ഇപ്പോ ഫിറ്റ്നസ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഫോക്കസ് ആയിട്ട് കളിക്കാതെ ആക്സിഡന്റ് ചെയ്ത് ചുമ്മാ കളിച്ചതും നീ എന്താടാ ചെയ്യുന്നതെന്ന് കോച്ച് അവനെ വഴക്ക് പറയുന്നുണ്ട്. അവൻ കോച്ചിനോട് സോറി പറയുമ്പോ, നീ എന്നോടല്ല സോറി പറയേണ്ടത്, നിന്നോട് തന്നെ പറ,
ഇപ്പോ പോയി റെസ്റ്റ് എടുത്തോ. നാളെ മുതൽ 100% ഫോക്കസ് ആയിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടേ പറഞ്ഞയക്കുവാണ്. ഇന്നിപ്പോ നേരത്തെ ട്രെയിനിങ് കഴിഞ്ഞില്ലേ, വാ നമുക്കൊരിടം വരെ പോകാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ വിളിക്കുമ്പോ ഞാൻ എവിടെയും വരുന്നില്ലടാ, നീ തനിയെ പൊക്കോ എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും വന്നേ മതിയാകുമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവളെ ഗെയിമിംഗ് സെന്ററിലേക്കാണ് അവനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. കുറച്ചു നേരം ജോളിയായിട്ടൊക്കെ കളിച്ചു കഴിഞ്ഞ് ഇതാണ് ലാസ്റ്റ് ഗെയിം, നീ എന്നെ തോൽപ്പിക്കാൻ പറ്റുമോന്നൊന്ന് നോക്ക്. ഗെയിം ആര് തോൽക്കുന്നോ ജയിച്ചവർ പറയുന്നത് അവര് കേൾക്കണമെന്ന് കോമ്പറ്റീഷൻ വെച്ച് കളിക്കാൻ തുടങ്ങി. ഇത് കേട്ടതും ഹീറോയ്ക്ക് ഇഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ട് അവര് ജോളിയായിട്ട് കളിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഹീറോയ്ക്ക് വളരെ റിലീഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ അവളോട് താങ്ക്സ് പറഞ്ഞതും എന്റെ കൂടെ റിലീഫാകാൻ വന്നതിന് ഞാനാണ് നിന്നോട് താങ്ക്സ് പറയേണ്ടത്. ഇല്ല, ഞാൻ സത്യമായിട്ടും എനിക്ക് നല്ലപോലെ റിലീഫ് ആകുന്നുണ്ട്, ശരിക്കും വളരെ താങ്ക്സ് എന്ന് പറഞ്ഞതും നമ്മളൊരു ടീമല്ലേ, നമ്മുടെ ഇടയിൽ എന്തിനാ ഇങ്ങനെ താങ്ക്സ് ഒക്കെ. ഇത് കേട്ട് ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ കൈ പിടിച്ചതും അവളെ വലിച്ച് ഹഗ് ചെയ്തിട്ടേ ലോസർ വിന്നർ പറയുന്നത് കേൾക്കണമെന്നല്ലേ പറഞ്ഞത്, നീ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചാല് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ, എനിക്കത് ഓർമ്മയില്ലല്ലോ എന്ന് ഇവള് പറയും. അത് ശരി, നീ പറഞ്ഞത് ഇപ്പൊ മാറ്റി പറയാണോ, ഗെയിമിന് മുൻപേ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ മാറ്റി പറയുന്നോ എന്ന് ചോദിച്ചാല് ശരി ശരി, നിന്റെ റിക്വസ്റ്റ് എന്താണെങ്കിലും ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് ഹീറോയിൻ പറയും. അങ്ങനെയാണെങ്കിൽ ശരി, എന്നാ വാ എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയിട്ട് താ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് അവൻ റൂമിലേക്ക് പോകുവാണ്. ശരി, നിന്റെ തുണിയെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്, ഇനി നീ പോയി കുളിക്കെന്ന് പറഞ്ഞതും അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ പോയി. ഈ ഗ്യാപ്പ് യൂസ് ചെയ്ത് ലേഡീസ് ബാത്റൂമിൽ പോയി അവള് കുളിച്ചിട്ട് വരുന്നത് കറക്റ്റ് ആയിട്ട് നമ്മുടെ സൂസു കാണുന്നുണ്ട്. നീ എത്ര വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് നിനക്കറിയാമോ, നീ പെണ്ണാണെന്ന കാര്യം ആരെങ്കിലും കണ്ടുപിടിച്ചിരുന്നെങ്കിലോ എന്ന് അവള് ചോദിച്ചതും സോറി സോസോ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കെന്ന് അവള് ക്യൂട്ടായിട്ട് കെഞ്ചിയതും ഇല്ല ഇല്ല, ഇത് നല്ല കാര്യമല്ലേ, നീ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കണ്ട് എനിക്ക് നിന്നോട് നല്ല പ്രൗഡ് തോന്നുന്നുണ്ട്, നീ ഒരു നല്ല കുട്ടിയാണെന്ന് പറഞ്ഞതും എന്റെ ബ്രദറിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്, ഞാൻ ഈ കഷ്ടപ്പെടുന്നതും അവന് വേണ്ടിയാണെന്ന് പറഞ്ഞതും ഇവര് സംസാരിക്കുന്നത് കറക്റ്റ് ആയിട്ട് പുറത്തുനിന്ന് ഫാങ് കേൾക്കുന്നുണ്ട്. ഞാനൊരു പെണ്ണായതുകൊണ്ട് ഫിറ്റ്നസ് ട്രെയിനിങ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്, വേറെ എന്തെങ്കിലും ക്ലബിൽ ജോയിൻ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്തത്. പക്ഷെ അവിടെയെല്ലാം ഓവർ ഫീസ് ആയതുകൊണ്ട് എനിക്ക് മുൻപ് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ എനിക്ക് സൂപ്പർ ആയിട്ട് നിങ്ങൾ ട്രെയിനിങ് തരുന്നുണ്ട് എന്ന് പറഞ്ഞതും അതിനല്ല ഞാൻ ഇവിടെ ഉള്ളത്, ഒന്നുകൊണ്ടും നീ പേടിക്കണ്ട, എല്ലാം നല്ല പോലെ പോട്ടെ എന്ന് സൂസു പറയും. ഇതെല്ലാം നമ്മുടെ ഫാങ് കേട്ട് കഴിഞ്ഞു. പെണ്ണാണെന്ന് ഇവനും മനസ്സിലായി. പുറത്തേക്ക് വരുന്ന സൗണ്ട് കേട്ടതും പെട്ടെന്ന് അവൻ ഒളിച്ചു നിൽക്കുവാണ്. നിനക്ക് വേണമെങ്കിൽ ഞാൻ റൂം ചേഞ്ച് ചെയ്ത് തരണോ എന്ന് സൂസു ചോദിക്കുവാണ്. അത് പ്രശ്നമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് ഹീറോയിൻ പറയാണ്. അവള് പെണ്ണാണെന്ന് അറിഞ്ഞതില് അവന് ഞെട്ടുന്നതിൽ കൂടുതൽ സന്തോഷമാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഡേ മുതൽ ഹീറോയിന് വേണ്ടി അവൻ തന്നെ കുക്ക് ചെയ്തൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഫാങ് എന്ന് നല്ല പയ്യനാണെന്ന് ഹീറോയിനും പറയും. എന്താടാ നീ അവന് മാത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നേ, എനിക്ക് എവിടെയെന്ന് ഹീറോ വന്ന് ചോദിച്ചാലേ നിനക്ക് വേണമെങ്കിൽ റൂമിൽ ബാക്കിയുണ്ട്, പോയി എടുത്ത് കഴിച്ചോ എന്ന് അപമാനിച്ചു വിടുവാണ്. നീ വാ, ഞാൻ നിനക്ക് വേണ്ടി ഇനിയും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ടു പോയി. ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ ഹീറോയുടെ ചേട്ടനെ കാണിച്ചാല് അന്ന് നൈറ്റ് ഹീറോയെ ഇടിക്കാൻ വന്ന വണ്ടി ഏർപ്പാടാക്കിയത് വേറെ ആരുമല്ല ഇവരുടെ ബുദ്ധിയാണ്. അവന് ഒരുപാട് ലക്ക് ഉണ്ടെന്നാ തോന്നുന്നേ. ഇനി ഒരു വട്ടം കൂടി എന്റെ കയ്യിൽ അവനെ കിട്ടിയാല് അവന്റെ കഥ കഴിക്കാതെ ഞാൻ അടങ്ങില്ലെന്ന് ജാങ് പറയുവാണ്. നെക്സ്റ്റ് ഇവരുടെ പ്രാക്ടീസ് സെക്ഷൻ കഴിഞ്ഞതും ഫാങ് ഓടി ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് നീ വളരെ ടയേർഡ് ആയിട്ടില്ലേ, ദാ വെള്ളം കുടിക്കെന്ന് പറഞ്ഞ് ഭയങ്കര കെയറിംഗ് ആയിട്ട് തള്ളി പൊഴിക്കുവാണ്. ഹീറോയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് അത്ര പിടിക്കുന്നൊന്നുമില്ല. ഓടി വന്ന് അവളുടെ തോളിൽ കൈയിട്ടിട്ട് എന്താ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുവാണ്. ഇല്ല, ഞങ്ങള് ചുമ്മാ എന്ന് പറയാൻ വരുന്നതിനുള്ളില് പിന്നെന്താ പ്രശ്നം, വാ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഹീറോ അവളെ വലിച്ചുകൊണ്ട് പോകുവാണ്. ഇത് ഫാങ്ങിന് തീരെ ഇഷ്ടാകുന്നില്ല. അവനൊരു ഗ്യാപ്പ് പോലും തരുന്നില്ലല്ലോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവൻ നേരെ സൂവിന്റെ അടുത്ത് വന്ന് നമ്മൾ റൂംമേറ്റ്സ് എല്ലാവരും റൂം എക്സ്ചേഞ്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും, എന്നാലല്ലേ ടീംമേറ്റ്സ് എല്ലാവരുമായിട്ട് ഇടപെടുക്കാൻ കഴിയൂ, നമുക്ക് അതുകൊണ്ട് റൂം എക്സ്ചേഞ്ച് ചെയ്താലോ എന്ന് ചോദിച്ചാല് നീ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നേ, ആരെയാ നിനക്ക് റൂംമേറ്റ്സ് ആയിട്ട് വേണ്ടതെന്ന് അവള് ചോദിക്കും. അങ്ങനെയൊന്നും അല്ല സൂ, ഞാൻ റൂംമേറ്റ്സ് ആയിട്ട് വന്നാല് നന്നായിരിക്കും, ഈ ചുവാൻ കൂർക്കം വലിച്ച് എന്റെ ഉറക്കം കളയാ, അതുകൊണ്ട് ഉറങ്ങാനേ പറ്റുന്നില്ല. ശരി ശരി, ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് സൂ നടന്നുപോയി. ഇവൻ എന്തിനാ ഇപ്പൊ കള്ളം പറയുന്നേ, ചുവാൻ കൂർക്കമേ വലിക്കത്തില്ലല്ലോ, ഇനി അവളെക്കുറിച്ചുള്ള സത്യം ഇവൻ എന്തെങ്കിലും അറിഞ്ഞോ എന്നാണ് സൂവിന് ഇപ്പോൾ ഡൗട്ട് വരുന്നത്. ഇവിടെ ഹീറോയിനെ ജിമ്മിലാണ് കാണിക്കുന്നത്. ഹീറോയിൻ അവനെ വർക്കൗട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ കിടന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോ കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്.
അവൻ ഇവളെ ബോയ് ആയിട്ട് വിചാരിക്കുന്നത് കൊണ്ട് അവന് വലിയ ഫീലിങ്സ് ഒന്നുമില്ല. പക്ഷെ ഇവളൊരു പെണ്ണാണല്ലോ. അവൻ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വളരെ വന്നതും ഇവൾക്ക് ഒരു മാതിരി ആകാൻ തുടങ്ങി. പോരാത്തതിന് ഹാൻസം പയ്യൻ അവൾക്ക് ഒരു മാതിരി ബ്ലഷ് ആകാനായിട്ട് തുടങ്ങുവാണ്. റൂമിലേക്ക് വന്നവര് നീ നിന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിക്ക് ഷെനിയെന്ന് അവളോട് തന്നെ പറഞ്ഞിട്ട് വന്ന് കിടക്കുവാണ്. അപ്പൊ കുളിക്കാൻ പോയ ഹീറോ ടവൽ എടുത്തോണ്ട് വാ ഞാൻ എന്ന് പറഞ്ഞ് വിളിച്ചതും ഇവൾക്ക് പോകാനേ ഒരുമാതിരി ഷൈ ആയിട്ട് ഫീൽ ആകുന്നുണ്ട്. ഇവള് റൂമിലേക്ക് ടവൽ എടുത്ത് കൊടുക്കാൻ പോയതും പെട്ടെന്ന് ഹീറോ അവളെ പിടിച്ചു നിർത്തിയിട്ട് ക്ലോസ് ആയിട്ട് കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുവാണ്. എന്ന പോലെയൊക്കെ അവളെ ഓർക്കുന്നതാണ് ഇതൊന്നും നടന്നിട്ടൊന്നുമില്ല. പെട്ടെന്ന് ഹീറോയുടെ വിളി കേട്ട് ഞെട്ടിയവള് മടിച്ച് പതിയെ ടവല് കൊടുത്തിട്ട് ഓടി വന്ന് ബെഡിൽ ഇരിക്കുവാണ്. TV വെച്ചതും അതിൽ ഡ്രാമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലാണെങ്കിൽ കിസ്സിങ് സീനൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹീറോ വരുന്നത് കണ്ടതും പെട്ടെന്ന് അവൾ അത് മാറ്റിക്കളയും. ഹേയ് എന്തിനാ നീ അത് മാറ്റുന്നേ? അത് തന്നെ വെക്കെന്ന് പറഞ്ഞിട്ട് ഹീറോ വാങ്ങി വെക്കുവാണ്. നിനക്കിതൊന്നും ഇഷ്ടമല്ല ഞാൻ എന്ന് അവൻ ചോദിച്ചാല് ഇല്ല എന്ന് ഹീറോയിൻ പറയുവാണ്. അപ്പൊ നിനക്ക് ലവർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാല് നിനക്കുണ്ടോ എന്ന് അവള് തിരികെ ചോദിക്കും. കേക്കട്ടെ നീ തന്നെ ഗെസ് ചെയ്ത് പറഞ്ഞു നോക്കിയെന്ന് ഹീറോ പറഞ്ഞാല് തീർച്ചയായും ഉണ്ടാകും, നിറയെ ഉണ്ടാകും. ലവില് നീ പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചാല് അത് എന്തുകൊണ്ടാ നീ അങ്ങനെ പറയുന്നതെന്ന് ഹീറോ ചോദിക്കും. പിന്നെ നീ നല്ല ഹാൻഡ്സം ആണ്, നിറയെ സ്കില്ലുള്ള സൂപ്പർ കാർ റേസർ ആണ്. എല്ലാ പെൺകുട്ടികൾക്കും ഇത് ഇഷ്ടാകില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞതും നിനക്ക് എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ഹീറോ ചോദിക്കും. ഇത് പെട്ടെന്ന് കേട്ടതും അവൾ ആകെ ഞെട്ടുന്നുണ്ട്. അതിന് ഞാൻ പെണ്ണോന്നല്ലല്ലോ നിന്നെ ഇഷ്ടപ്പെടാൻ. അപ്പോ പെണ്ണായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നീ എന്നെ ലവ് ചെയ്യായിരുന്നു അല്ലേ എന്ന് അവൻ വളരെ ക്ലോസ് ആയിട്ട് വന്നിരുന്നു ചോദിക്കാൻ തുടങ്ങിയതും അതെനിക്ക് അറിയില്ല എന്ന് അവൾ പറയുവാണ്. ഇങ്ങനെ ഇഷ്ടമാണോ എന്ന് വളരെ ക്ലോസ് ആയിട്ട് വന്നിരുന്നു ചോദിച്ചാല് പാവ ഹീറോയിൻ എങ്ങനെയുണ്ടാകും? അയ്യേ നീ എന്തൊക്കെയാ പറയുന്നേന്ന് അവള് നീങ്ങി പോയതും പിന്നെയും ഹീറോ ക്ലോസ് ആയിട്ട് വന്ന് നിനക്ക് വിശക്കുന്നില്ലേ എന്ന് ചോദിച്ചാല് ഞാനിന്ന് വ്രതം എടുത്ത് പോയി എന്ന് അവള് പറയുവാണ്. ഓ അങ്ങനെയാണോ, എന്നാ ഞാൻ പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ പോവുകയാണ്. നെക്സ്റ്റ് ഡേ ഹീറോ എഴുന്നേറ്റ് നോക്കുമ്പോ അവൾ ഉറങ്ങിക്കിടക്കുവാണ്. അടുത്ത് വന്ന് ഒന്ന് ശരിക്കും നോക്കിയിട്ടെ ഇവന് മാത്രം എന്താ ഇത്ര കളറ്, ഇത്ര ഗ്ലോ ആയിരിക്കുന്നേ, എന്താവൻ വാരി തേക്കുന്നേ മുഖത്ത് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയതും പെട്ടെന്ന് അവള് ഞെട്ടി എഴുന്നേൽക്കുവാണ്. സോറി ഞാൻ നിന്നെ കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതായിരുന്നു, നീ വരുന്നില്ലേ എന്ന് ചോദിച്ചാല് ഞാനിപ്പോ എഴുന്നേറ്റതല്ലേ ഉള്ളൂ, ഞാൻ വരുന്നില്ലെന്ന് അവൾ പറയും. ശരി ഞാനെന്നാ പോയി കഴിച്ചിട്ട് നിനക്ക് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോ പുറത്തേക്ക് വന്നാല് കറക്റ്റ് ആയിട്ട് ഫാങ് വരുന്നുണ്ട്. അവൻ ഹീറോയിന് വേണ്ടിയുള്ള ഫുഡും ആയിട്ട് വന്നതായിരിക്കും. ഇത് നമ്മുടെ ഹീറോയ്ക്ക് തീരെ ഇഷ്ടാകുന്നില്ല. ഫാങ് നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാനൊക്കെ എപ്പോഴേ പ്രാക്ടീസിന് പോയെന്ന് പറഞ്ഞതും അങ്ങനെയോ, ഇത്ര നേരത്തെയോ? അവൻ എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ. വിശ്വാസമായില്ലെങ്കിൽ നീ തന്നെ ഡോറ് മുട്ടി നോക്ക്, ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് അപ്പൊ നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് ഹീറോ നടന്നു പോകുവാണ്. ഒരു സെക്കൻഡ് ആലോചിച്ച് നിന്നവൻ സത്യമായിരിക്കും, ഇവൻ എന്തിനാ എന്നോട് കള്ളം പറയുന്നതെന്ന് പറഞ്ഞ് ഫാങ്ങും വിശ്വസിക്കുവാണ്. നെക്സ്റ്റ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും ചേർന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് രണ്ടുപേരോടും ചേർന്നല്ലേ ഇമ്പ്രൂവ് ആവണമെന്ന് പറഞ്ഞത്, അപ്പൊ ചേർന്ന് ഓടിയാലല്ലേ പറ്റൂ എന്ന് അവള് പറഞ്ഞിട്ട് കൂടെ ഓടുവാണ്. അപ്പോ ദേ കറക്റ്റ് ആയിട്ട് നടുവിൽ ഫാങ് വരുവാണ്. വന്നവൻ ഹീറോയിനെ കൊണ്ട് ഓടിയതും ഇവൻ എന്തിനാ ഒരു പെൺകുട്ടിയെ വളയ്ക്കാൻ നോക്കുന്ന പോലെ അവന്റെ പിന്നാലെ ഓടുന്നേ? അതിന് ഞാനൊരു പെണ്ണല്ലല്ലോ എന്ന് അവൻ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇവിടെ ആ ജാങ് പിന്നെയും ഇവരെ കാണാനായിട്ട് വരുന്നുണ്ട്. വന്നവൻ റേസിംഗിൽ മീറ്റ് ചെയ്യാം, ദയവ് ചെയ്ത് എന്റെ കാൽ ഓടിക്കല്ലേടാ എന്നൊക്കെ ഹീറോയോട് സംസാരിക്കാൻ വന്നതും ഹീറോയിൻ ഇത് കേട്ട് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. റേസിംഗില് ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതിനെല്ലാം തയ്യാറായിട്ട് വേണം വരാൻ. നിനക്കത്രയ്ക്ക് പേടിയാണെങ്കിൽ ക്വിറ്റ് ചെയ്തിട്ട് പോടാന്ന് ഹീറോയിൻ അവനോട് ചൂടാകുവാണ്. ഓഹോ നീ ആരാധ എന്നോട് പറയാനെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ പിടിച്ച് തള്ളിയതും ഫാങ്ങിനും എല്ലാവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. എല്ലാവരും അവനെ ദേഷ്യത്തോടെ വളയാൻ തുടങ്ങുവാണ്. ആദ്യം നീ പോ, നീ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, നീ ഇനി പോകാൻ നോക്ക് ജാങ് എന്ന് ഹീറോ പറഞ്ഞതും നീ ചെയ്ത ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം എന്റെ ജീവൻ തന്നെ പോകേണ്ടതാണ്. പക്ഷെ എനിക്ക് ലക്കുള്ളത് കൊണ്ട് ഞാൻ തിരികെ വന്നു, നമുക്കൊന്ന് കാണണം, നമുക്ക് ശരിക്കും ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അവൻ പോകുവാണ്. ഇതവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് ഹീറോയ്ക്ക് വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അവന് ശരിയായിട്ട് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഇല്ല. എപ്പോഴും റേസിന് മുമ്പ് ട്രാക്കിൽ കൂടി നടക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനുമായിട്ട് അവൻ നടന്നു വരുവാണ്. നീ ഓക്കെ ആണോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞാല് നീ വിശ്വസിക്കുമോ എന്ന് അവൻ ചോദിക്കും. ഇവൾ ഉടനെ തന്നെ ഗൂയിച്ചാനാണ് എന്റെ ഐഡള്, അടുത്ത് തന്നെ അവൻ എന്റെ ഐഡു എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കാറിയതും ഉടനെ തന്നെയോ, അപ്പൊ ഇപ്പോഴെന്താന്ന് ഹീറോ ചോദിക്കുവാണ്. ഇപ്പോഴും എപ്പോഴും എനിക്ക് നീയാണ് ബെസ്റ്റ് എന്ന് അവൾ പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു റേസിംഗ് കാറിന്റെ സ്റ്റിക്കർ ആയിരിക്കും. ഇതവന് വളരെ ഇഷ്ടാകുന്നുണ്ട്. അന്ന് ഗെയിമിംഗ് സെന്ററിൽ അവര് പോയിരുന്നില്ലേ, അപ്പോഴേ അവൻ അവിടെ കണ്ട് അത് ഇഷ്ടപ്പെട്ടതായിരുന്നു. അത് തന്നെ അവള് ഗിഫ്റ്റ് ചെയ്തതും അവൻ ഒരുപാട് ഇഷ്ടാകുന്നുണ്ട്. ഗുയിച്ചാൻ നീ തന്നെ ഒന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല,
കാരണം ഞാനിപ്പോ നിന്റെ കൂടെയുണ്ട്, ഞാനും നിന്റെ കൂടെ ചേർന്ന് എല്ലാം ഫേസ് ചെയ്യാമെന്ന് പറയുവാണ്. അപ്പോൾ ഹീറോ പറഞ്ഞു തുടങ്ങുകയാണ്, ചെറിയ വയസ്സിൽ കാറ് വേണമെന്ന് ഞാൻ അച്ഛനോട് വാശി പിടിക്കും. കുറെ നാൾ കഴിഞ്ഞ് അവരെനിക്കത് വാങ്ങിത്തന്നു. പക്ഷെ ഒരു ദിവസം അത് അച്ഛൻ തന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞതും എന്തിനാ അവരങ്ങനെ ചെയ്തതെന്ന് ഹീറോയിൻ ചോദിക്കുവാണ്. എനിക്ക് ഇഷ്ടമുള്ളത് ആഗ്രഹിച്ചതെല്ലാം കിട്ടുമ്പോ അവർക്ക് ആഗ്രഹമുള്ളതൊന്നും കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരില്ലേ? പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിനും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം ജാങ്ങിന് ജീവൻ തന്നെ പോകുമായിരുന്നു. ആ ടൈം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. എങ്ങനെ എനിക്ക് അവന് പകരം കൊടുക്കാൻ സാധിക്കുന്നേ? ഞാൻ കാരണമല്ലേ എല്ലാം അങ്ങനെ സംഭവിച്ചതെന്ന് അവൻ ഫീലായി പറഞ്ഞതും എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് ഗുയിച്ചാൻ. കാരണം നീ ഇപ്പൊ തനിച്ചല്ല, നിന്റെ കൂടെ ഞാനുണ്ടെന്ന് വളരെ അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് അവളോടുള്ള അവനോടുള്ള അട്രാക്ഷനും കൂടി കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് അവരുടെ റേസിംഗിന് വേണ്ടിയുള്ള കാറൊക്കെ റെഡി ആയി കഴിഞ്ഞു. റേസിംഗിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യ്, നിന്റെ ബെസ്റ്റ് തന്നെ നീ ചെയ്യുന്ന ഹീറോയിനോട് പറഞ്ഞിട്ടേ ഹീറോയോട് മാത്രം നീ നന്നായിട്ടൊക്കെ ചെയ്യുമെന്ന് കടമയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ട് പോകുവാണ് നമ്മുടെ ഫാങ്. ഹീറോയിൻ അവന് ഗിഫ്റ്റ് കൊടുത്ത സ്റ്റിക്കർ അവന്റെ ഡ്രസ്സിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ അവളുടെ ഹെൽമെറ്റിലും ഒട്ടിച്ചു കൊടുക്കും. രണ്ടുപേരും മാസ് ആയിട്ട് ഗെറ്റപ്പ് ആയിട്ട് പുറത്തേക്ക് വന്നാല് ഫാൻസ് എല്ലാവരും ചിയറപ്പ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ സ്ലോ മോഷനിലെ എൻട്രി ഒക്കെ കൊടുക്കുന്നുണ്ട്. റേസിംഗും ഇപ്പോൾ സ്റ്റാർട്ട് ആകാൻ പോകുന്നു. രണ്ടുപേരും തംസപ്പ് ഒക്കെ ചെയ്ത് റെഡി ആവുന്നുണ്ട്. ഇത് നമ്മുടെ ഫാങ്ങും കാണുവാണ്. അടുത്ത് തന്നെ റേസിംഗ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. കാറുകളൊക്കെ ഇപ്പൊ പറന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാങ് ഹീറോയെ വിൻ ചെയ്യാനായിട്ട് മുന്നിലേക്ക് വിടുന്നതേ ഇല്ല. ഇത് കണ്ട ഹീറോയിൻ ഞാൻ അവനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രാക്ട് ചെയ്ത് ഹീറോയെ മുമ്പിലേക്ക് കയറ്റി വിടുവാണ്. ഹീറോ ഇപ്പോൾ മുന്നിലായതുകൊണ്ട് വളരെ വേഗത്തിലാണ് കാറുകളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫാൻസ് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുമ്പോ വിന്നർ ആകുന്നത് നമ്മുടെ ഹീറോയിനും ആണ്. ടീംമേറ്റ്സ് എല്ലാവരും വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടുവാണ് നമ്മുടെ ടീം ജയിച്ചേ എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഹീറോ, സെക്കൻഡ് നമ്മുടെ ഹീറോയിനാണ് വിന്നർ ആയിരിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഫലവും അവർക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് കട്ട് ചെയ്താല് ഇവിടെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. ജാങ് അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്തിരുന്നല്ലോ, അവനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, അതും ചേട്ടനോട്. അവൻ നമ്മുടെ ഗുവിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ എന്ന്. ഇല്ല മുത്തശ്ശ, അവൻ വന്നതിന് ശേഷമാണ് നമ്മുടെ ടീമും ടീംമേറ്റ്സും വളരെ ഇംപ്രൂവ് ആയിട്ടുള്ളത്. നിങ്ങൾ ധൈര്യമായിരിക്കേ, നമ്മുടെ ഗോവിനെ ആരും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പാവ മുത്തശ്ശനെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഈ ദുഷ്ടൻ. റേസിംഗില് നമ്മുടെ പിള്ളേര് വിൻ ചെയ്തല്ലോ, അതുകൊണ്ട് ക്ലബിന് മുമ്പിൽ വൻ തിരക്കാണ്. ഫാൻസ് എല്ലാവരും ഇവരെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അയ്യോ, ഇന്ന് നമുക്ക് പുറത്തു പോകാൻ കഴിയില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് ഹീറോയിൻ വിഷമിച്ച് നിന്നതും എന്തിനാ അത്ര വിഷമിക്കുന്നേ, ഞാൻ വഴിയുണ്ടാക്കാം, എന്റെ കൂടെ വായെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും ആരും കാണാതെ ഒളിച്ചൊളിച്ച് ഒരു വിധത്തിൽ പുറത്തു കടക്കുവാണ്. പുറത്തു കടന്ന രണ്ടുപേരും എൻജോയ് ചെയ്ത് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ആടിപ്പാടി നടന്നു വരുവാണ്. ഗു, ഞാൻ വളരെ ഹാപ്പിയാണ്, നീ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ കഴിയുന്നതെന്ന് അവള് പറഞ്ഞാല് ഞാൻ നിന്റെ നല്ലൊരു ഫ്രണ്ട് അല്ലേ, സോ നിനക്കും നല്ലത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് സാധാരണ പോലെ സംസാരിച്ചുകൊണ്ട് നടന്നു വന്നതും പെട്ടെന്ന് ഹീറോയിന് വയറുവേദനിക്കാൻ തുടങ്ങി. അവൾക്ക് പീരീഡ്സ് ആയെന്നാ തോന്നുന്നേ. നിക്ക്, നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഞാൻ ചോക്ലേറ്റ്സ് വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടേ പോയി നാപ്കിൻസ് വാങ്ങി പുറത്തേക്ക് വന്ന് നോക്കിയാല് ഹീറോയെ കാണുന്നില്ല. ആ പെണകാലി ജാങ് ആളെ വിട്ട് ഹീറോയെ പൊക്കിയിരിക്കുവാണ്. എന്നിട്ട് ഭയങ്കരമായിട്ട് ഇടിച്ചു ഉപദ്രവിക്കുന്നൊക്കെയുണ്ട്. എനിക്ക് നീ തന്ന വേദന ഞാൻ ഇതുവരെ നിനക്ക് തിരിച്ചു തന്നിട്ടേ ഇല്ല. ഒരു റേസറിന് അവന്റെ കാൽ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്കറിയാമല്ലോ, അത് പോയാലേ നിനക്കറിയൂ എന്ന് പറഞ്ഞിട്ടേ ഹീറോയുടെ കാല് അടിച്ചോടിക്കാനായിട്ട് പോകുന്നതിനുള്ളില് നമ്മുടെ ഹീറോയിൻ അവിടെ എത്തുന്നുണ്ട്. ഹീറോയിൻ അവനെ രക്ഷിക്കുകയും ചെയ്യും. പോലീസ് കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ എത്തും. എല്ലാവരും ഓടട്ടെ എന്ന് പറഞ്ഞാല് എന്തിനാ നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നേ? ഈ നരുന്ത് ചെക്കൻ എവിടെന്നാ വന്നത്? നീ പോട ചെക്കൻ എന്ന് പറഞ്ഞ് ഹീറോയിനെ അടിക്കാൻ വന്നതും ഹീറോ കൈ വെച്ച് തടഞ്ഞിട്ട് ഇതില് ഞാനും നീയും മാത്രമേ ഉള്ളൂ, ഇതില് ഇവനില്ല, അവനെ ഉപദ്രവിക്കാനും പറ്റില്ലെന്ന് പറഞ്ഞതും പെട്ടെന്ന് പോലീസ് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് കേട്ടത് അവന്മാർ ഓടി രക്ഷപ്പെടുവാണ്. പുറത്തു വന്ന് നോക്കുമ്പോഴാണ് അതൊരു സൗണ്ട് സെറ്റപ്പ് ആയിരുന്നു എന്ന് ഈ ഹീറോയ്ക്ക് മനസ്സിലാകുന്നത്. ഇതെല്ലാം നമ്മുടെ ഹീറോയിന്റെ പരിപാടിയായിരുന്നു. റൂമിലേക്ക് വന്ന് ഹീറോയിന് അവന് മരുന്നൊക്കെ വെച്ച് കൊടുത്തിട്ടേ അത്രയും പേര് അടിക്കാൻ വന്നല്ലോ, നിനക്ക് തിരിച്ചു കൊടുക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചാല് വളരെ താങ്ക്സ് ഞാൻ എന്ന് ഹീറോ പറയാണ്. ടീമേറ്റ്സിന്റെ ഇടയിൽ എന്തിന് താങ്ക്സ് ഒക്കെ, എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാല് നീ ഹെൽപ്പ് ചെയ്യില്ലേ, അതേ ഞാനും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെയും മുറിവില് മരുന്നിടാൻ വരുവാണ്. ഇല്ലില്ല, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് ഹീറോയും അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങുവാണ്. ശരി, നീ അത് ചെയ്യ്, ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ന്യൂഡിൽസ് ഒക്കെ കുക്ക് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഹീറോ പെട്ടെന്നാണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് അവളോട് ചോദിക്കുന്നത്. പെട്ടെന്ന് കേട്ടതും അവൾ ആകെ ഷോക്കാകുന്നുണ്ട്. അപ്പൊ ഞാൻ പെണ്ണാടെന്ന കാര്യം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാല് ഇത്ര നാളെ ഒന്നിച്ചൊരു റൂമിൽ താമസിക്കുന്നു, എനിക്ക് എങ്ങനെ മനസ്സിലാവാതിരിക്കും, സോ ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് റിങ് നീട്ടിയതും ഹീറോയിൻ സമ്മതത്തോടെ ചിരിക്കുന്നുണ്ട്. അടുത്തത് അവരുടെ കല്യാണമാണ് കാണിക്കുന്നത്. രണ്ടുപേരും കല്യാണ വേഷത്തില് കൈ പിടിച്ച് നടന്നു വരുന്നുണ്ട്. ഫാങ് ആണ് മൈക്കിൽ പറയുന്നത്, എത്ര വർഷം കഴിഞ്ഞാലും
നിങ്ങൾക്ക് വേണ്ടി ഒരു പേഴ്സണെ കണ്ടെത്തിയാല് അവരുടെ കൂടെ സന്തോഷവും ദുഃഖവും ഷെയർ ചെയ്ത് ജീവിക്കുന്നതാണ് യഥാർത്ഥ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഫാങ് ഭയങ്കരമായിട്ട് തള്ളിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് കരച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിലും കടിച്ചു പിടിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹീറോയിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഹീറോ വളരെ സന്തോഷത്തോടെ ചിരിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ അവൾക്ക് മീശയൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുവാണ്, അതും ഉറക്കത്തിൽ നിന്ന്. അപ്പൊ ഇതെല്ലാം വേറെ സ്വപ്നം മാത്രമായിരുന്നു. ഞാൻ എന്തിനാ കല്യാണം കഴിക്കുന്ന പോലെ സ്വപ്നം കാണുന്നേ? എനിക്ക് എന്താ പറ്റിയതെന്ന് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഹീറോയിനെ തിരിഞ്ഞു നോക്കിയാൽ അവൾ നല്ല ഉറക്കമായിരിക്കും. പെട്ടെന്ന് അവൾ അനങ്ങിയതും അവൻ പേടിച്ച ഒരൊറ്റ കിടത്തം. ഉറക്കക്ഷീണത്തിൽ അവൾ എഴുന്നേറ്റ് വന്ന് അവനെ പൊതുപ്പിച്ചൊക്കെ വിട്ടിട്ട് പിന്നെയും പോയി കിടന്നുറങ്ങാൻ തുടങ്ങുകയാണ്. ഞാനായിരിക്കും തെറ്റായിട്ട് വിചാരിക്കുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ട് അവനും കിടന്നുറങ്ങാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ ഹീറോയിൻ എഴുന്നേറ്റ് വേഗം ട്രെയിനിങ് ഉണ്ടടാ ഇന്ന്, വേഗം എഴുന്നേൽക്കെന്ന് പറഞ്ഞ് ഹീറോയെ വിളിച്ചാല് ഹീറോ എഴുന്നേൽക്കുന്നേ ഇല്ല. അടുത്ത് വന്ന് വിളിച്ചാലും എഴുന്നേൽക്കുന്നില്ല. ഓഹോ നീ അത്രയ്ക്കായോ നോക്കെന്ന് പറഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിട്ടാലും നോ രക്ഷ. ഓ അത് ശരി, നീ നല്ല പോലെ അഭിനയിക്കുവാണല്ലേ, എണീപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ അവള് വളരെ ക്ലോസ് ആയിട്ട് വന്ന് ചെവിയിൽ ഊതിയതും അവൻ ഇക്കിളിയാകുന്നുണ്ട്. പിന്നെയും അവള് ചെയ്യാൻ തുടങ്ങിയതും അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അവളെ പിടിച്ച് മറിച്ച് കിടത്തിയിട്ടെ ഞാനല്ല നീയല്ല ഇത് തുടങ്ങി വെച്ചത്, അപ്പോ എന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് അവനും ക്ലോസ് ആയിട്ട് വന്നിട്ട് അവളുടെ ചെവിയിൽ ഊതി കളിക്കാൻ തുടങ്ങുവാണ്. അപ്പോ പെട്ടെന്ന് ഫാങ് പുറത്ത് വന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ വേഗം വാ നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. ഉടനെ ഹീറോ അവളുടെ വാ പൊത്തി പിടിച്ചിട്ടേ ഞങ്ങള് രണ്ടുപേരും ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്, എഴുന്നേൽക്കുമ്പോ വരാമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടുവാണ്. ഓഹോ ഒന്നിച്ച് കഴിക്കാൻ പാകത്തിന് നീയും അവനും അത്രയ്ക്ക് ക്ലോസ് ആണോ? അതെ, നമ്മളെല്ലാവരും ബ്രദേഴ്സിനെ പോലെയല്ലേ, അപ്പോ ഇത്ര ക്ലോസ് ആയിരുന്നാൽ എന്താ? ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നതില് എന്താ ഉള്ളത് എന്ന് ഹീറോയിൻ ചോദിച്ചാല് ഇല്ല, നീ എന്റെ കൂടെ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാടുള്ളൂ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായോ എന്ന് അവൻ ചെസ്റ്റിൽ കൈവച്ച് സംസാരിച്ചതും ഇവൾക്ക് പെട്ടെന്ന് ഒരുമാതിരി ആവാൻ തുടങ്ങി. പെട്ടെന്ന് എഴുന്നേറ്റ് മാറി ഇവന് ഞാൻ പെണ്ണാണെന്ന് കണ്ടുപിടിച്ച് കാണുമെന്ന് അവൾക്ക് വളരെ ടെൻഷൻ ആകാൻ തുടങ്ങി. ഓടി റെസ്റ്റ് റൂമിലേക്ക് പോകുവാണ്. ഇവിടെ ഹീറോയാണെങ്കിൽ ഞാനിനെ കാണുമ്പോൾ എന്താ എനിക്കൊരു പെണ്ണിനോട് ഇടപഴകുന്ന പോലെ തോന്നുന്നതെന്ന് അവൻ എത്ര വിചാരിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇവൾക്ക് നല്ല പോലെ ടെൻഷൻ ആകുന്നുണ്ട്. ബാത്റൂമിലേക്ക് വന്നവള് അത് തന്നെയാണ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ മൊത്തത്തില് ഹീറോ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. നെക്സ്റ്റ് ഇവരുടെ വർക്ക്ഷോപ്പിലാണ് കാണിക്കുന്നത്. ഇവരുടെ ഓരോ സിറ്റിയിലും റേസിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നു. നമ്മുടെ ടീമായിരിക്കണം അതിൽ വിൻ ചെയ്തിരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടേ ഒരു ബെസ്റ്റ് ചീറപ്പൊക്കെ കൊടുത്തിട്ട് മാസായി നടന്നു പോയി ഓരോ സിറ്റിയിലും ചെന്ന് വിൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ടീം. പോകുന്നിടത്തെല്ലാം വിൻ ചെയ്യുന്നു, ഫാൻസുകളും കൂടി വരുന്നു. സ്റ്റൈലിഷ് ആയിട്ട് ഫോട്ടോയ്ക്കും പോസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുവാണ് രണ്ടുപേരും. അങ്ങനെ ആ റേസിംഗ് സീരീസും കഴിഞ്ഞു. നൈറ്റ് റൂമിലായിരിക്കുമ്പോൾ ഹീറോ കൂടെയുള്ളവരുടെ ജെൻഡർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ആ സമയത്താണ് ഹീറോയിൻ വന്നത് കാണുന്നത്. പെട്ടെന്ന് ഹീറോ അത് ഒളിപ്പിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എന്തിനാ ഇപ്പൊ നീ ഞെട്ടിയത്? ഞാൻ വന്നപ്പോ നീ എന്താ അത് മാറ്റി വെച്ചത് എന്ന് ചോദിച്ചാല് അതൊന്നും ഇല്ലെന്ന് അവൻ പറയാണ്. ഒന്നുമില്ലെങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ അതെനിക്ക് കാണിക്കെന്ന് പറഞ്ഞാൽ അവൻ കാണിക്കുന്നില്ല. ഹീറോയിൻ കുറച്ചുകൂടെ ഫോഴ്സ് ചെയ്ത് വാങ്ങാൻ ട്രൈ ചെയ്തതും ആക്സിഡന്റലി കിസ് ചെയ്ത് പോലെ ആകുകയാണ്. എന്തിനാ നീ ഇപ്പൊ കിസ് ചെയ്തതെന്ന് അവൾ ചോദിച്ചാല് ഇവൻ അതിന് ആൻസറേ പറയാൻ പറ്റുന്നില്ല. പൊട്ടം കടിച്ച പോലെ അവൻ നോക്കിയിരിക്കുന്നത് കണ്ട് പെട്ടെന്ന് ഹീറോയിൻ അവനെ ഒന്നുകൂടി വന്ന് കിസ് ചെയ്തിട്ട് എന്നോട് അഡ്വാൻറ്റേജ് എടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് അവൾ ഓടിപ്പോയി വന്ന് കിടക്കുവാണ്. ഇവിടെ ഇപ്പോ എന്താ നടന്ന പോലെ എന്നാണ് ഹീറോയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അവന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ ഞാൻ എന്താ ചെയ്തത്, ഇനി ഞാൻ അവൻ എങ്ങനെ ഫേസ് ചെയ്യുന്ന പോലെ കിടക്കുവാണ്. നെക്സ്റ്റ് ഡേ ഹീറോയെ കാണിച്ചാല് ഷെന്നാനും ഞാനും ഇനി വളരെ ക്ലോസ് ആയിരിക്കുന്നത് കൊണ്ടാണോ ഞാൻ അവനെ ഇനി ലവ് ചെയ്യാൻ തുടങ്ങിയേ? പക്ഷേ അവനൊരു ബോയ് അല്ലേ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. തുടക്കത്തിലെ എല്ലാം നിയന്ത്രിച്ചാലേ പറ്റുള്ളൂ. അവനെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് അവൻ തീരുമാനിക്കുവാണ്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ എഴുന്നേറ്റ് നോക്കിയാല് ഹീറോയെ കാണുന്നില്ല. ബാൽക്കണിയിൽ വന്ന് നോക്കിയാല് ഹീറോ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. ചേർന്ന് ജോഗിങ് ചെയ്യാമെന്ന് കരുതി അവള് താഴത്തേക്ക് ഇറങ്ങി വന്നാല് ഹീറോ അവളെ മൈൻഡ് ആക്കാതെ പോയി. നെക്സ്റ്റ് ജിമ്മിൽ വന്നാല് ഓക്കെ ഞാൻ കഴിഞ്ഞു, ഇനി നീ ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ പോയി. ഇവൻ എന്താ എന്നെ അവോയ്ഡ് ചെയ്യാണോ എന്ന് ഹീറോയിനും ഒന്നും മനസ്സിലാകുന്നില്ല. നൈറ്റ് ഫ്രണ്ട്സ് എല്ലാവരും ആയിട്ട് സംസാരിച്ചിട്ടേ വരുമ്പോ ഓപ്പോസിറ്റിൽ നിന്ന് ഹീറോ വരുന്നുണ്ട്. നീ എന്താ റൂമിലേക്ക് വരാത്തത്, ലേറ്റ് ആയല്ലോ എന്ന് ഹീറോയിൻ ചോദിച്ചാല് ഞാൻ ട്രെയിനിങ്ങിലായിരുന്നു, ഞാനിപ്പോ റൂമിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഹീറോ പോയി കളയും. തന്നെ ഹീറോയിൻ അവനെ പിടിച്ചു നിർത്തി ഞങ്ങളെല്ലാവരും കഴിക്കാൻ പോകുന്നുണ്ട്, നീയും വാ എന്ന് പറഞ്ഞ് വിളിച്ചാല് ഇല്ല എനിക്ക് വിശക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ പോയി. ഇത് കണ്ട ഫാങ്ങിന് അവളെ വിഷമിക്കുന്നത് കാണുന്നുണ്ട്. വിടടാ അവൻ പോട്ടെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ സന്തോഷാക്കി കൂട്ടിക്കൊണ്ടു പോകുവാണ്. നെക്സ്റ്റ് ഡേ അവള് സൂസുവിനെ വിളിച്ചിരുത്തിയിട്ട് അവിടെ ഇവിടെ ആയിട്ട് നടന്നിട്ടേ അവൻ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ, എന്തായിരിക്കും കാരണമെന്ന് അവള് തന്നെ അവളോട് പിറുപിറുത്തുകൊണ്ടേ നടക്കുവാണ്. സൂസു ഇത് കണ്ടവള് നീ ഇപ്പൊ എന്താ കാര്യമെന്ന് എന്നോട് പറയുന്നുണ്ടോ ഇല്ലയോ, ഇങ്ങനെ പിറുപിറുത്തോണ്ടിരുന്നാ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ, നീ ഇപ്പൊ പറയുന്നില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിനെ എഴുന്നേറ്റ് പോകുമെന്ന് പറയുമ്പോ
ആക്ച്വലി സു എന്റെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിന് ഒരു പയ്യനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. നല്ല ക്ലോസ് ആണ് അവര് രണ്ടുപേരും. ആ പയ്യൻ അവൾക്ക് വളരെ സ്പെഷ്യൽ ആണ്. പക്ഷെ അതേപോലെ തന്നെയാണോ അവൻ തിരിച്ച് അവളെ കുറിച്ച് വിചാരിക്കുന്നതെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ അവൾ പറഞ്ഞിട്ടേ ശരി ഓക്കെ നിനക്കിതൊക്കെ എങ്ങനെ മനസ്സിലാകാനാ വിടെന്ന് അവള് പറയുവാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നീ നിന്റെയും ഗുവിന്റെ കാര്യമല്ലേ പറയുന്നേ. അവള് കറക്റ്റ് ആയിട്ട് കാര്യം കണ്ടുപിടിച്ച് പറയാണ്. എന്താ നിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാല് അത് സൂസു ഞങ്ങള് കിസ് വരെ ചെയ്തു എന്ന് പറഞ്ഞാല് എന്ത് കിസ് ചെയ്തെന്നോ പറ പറ എങ്ങനെയെന്ന് അവൾക്ക് വളരെ എക്സൈറ്റഡ് ആയി. ഇങ്ങനെ ഒരു തിങ് ഫോഴ്സ് ചെയ്ത് വാങ്ങുന്നതിന്റെ ഇടയില് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് അവള് പറയും. ഓ അപ്പോ നീ അവനെ ലവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, എന്തിനാ നീ ഇത് എന്നോട് മറച്ചു വെച്ചെന്ന് ചോദിച്ചാല് ഞാൻ അവനെ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ടില്ല. പക്ഷേ അവൻ എന്റെ കൂടെ ഉള്ളപ്പോഴും അവൻ എന്നോട് സംസാരിക്കുമ്പോഴും ഞാൻ ഡിഫറെന്റ് ആയിട്ടാണ് ഫീൽ ആകുന്നതെന്ന് പറയാണ്. ഇത് കേട്ട സൂ പറയും, നീ നിന്നെ തന്നെ പറ്റിച്ചോണ്ടിരിക്കുവാണോ? അതെ, ഞാൻ എന്നെ തന്നെ പറ്റിച്ചോണ്ടിരിക്കുവാണെന്നാ തോന്നുന്നത്. കാരണം ഞാനിപ്പോ ഷെനിയെ അല്ലല്ലോ, ഷെന്യാനല്ലേ. ഇത് നോക്കൂ ഷെനിയെ, നീ എന്റെ ബ്രദറിന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇത് ജയിച്ചാല് പെൺകുട്ടികൾക്കും ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എല്ലാവർക്കും ഫീൽ ആകാൻ തുടങ്ങും. ഇനി നീ തോറ്റുപോയാല് ഏത് ക്ലബിലായാലും നിന്നെ ചേർക്കാനേ പോകുന്നില്ല. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് സോ. നീ ഗൂയി ചാനെ ഡേറ്റ് ചെയ്യുന്നതോ ഇഷ്ടപ്പെടുന്നതോ തെറ്റേ അല്ല. പക്ഷെ നീ എന്തിനു വേണ്ടിയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, നിന്റെ ഗോൾ എന്താണെന്ന് നീ ഒരിക്കലും മറക്കരുതെന്ന് പറയുവാണ്. ഇതൊക്കെ കേട്ടതും അവള് ചിന്തിക്കാൻ തുടങ്ങി. ഇത് കറക്റ്റ് ആയിട്ട് റൂമിന്റെ ബാൽക്കണിയിൽ നിന്ന് നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. ഹീറോയിൻ സൂയിനോടാണല്ലോ സംസാരിക്കുന്നത്. അവൾ അത്ര ക്ലോസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഹീറോ ആണെങ്കിൽ അവൾ എപ്പോഴും ഒരു ബോയ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഹീറോയിൻ സൂയിനോട് ഇത്ര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് കണ്ടതും അവന് ജലസ് ആകാൻ തുടങ്ങി. നെക്സ്റ്റ് ഡേ ട്രെയിനിങ് സെക്ഷൻ ഹീറോ വരുന്നതേ ഇല്ല. എന്തു പറ്റി ഗൂയി ചാനെ കാണുന്നില്ലല്ലോ എന്ന് കോച്ചിനോട് ചോദിച്ചാല് അവൻ വന്നിട്ടിപ്പോ നിനക്കെന്താ, ഗൂയി ചാൻ ഇന്ന് വരില്ല, അവൻ ലീവാണ്, നീ നിന്റെ കാര്യം ചെയ്യാൻ നോക്കെന്ന് പറഞ്ഞിട്ട് പോയതും ഇവള് പിന്നെയും ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നത് കണ്ട് കോച്ച് ദേഷ്യത്തിൽ വന്ന് അവൾക്ക് പിന്നെയും പണിഷ്മെന്റ് കൊടുത്തിട്ട് പോകുവാണ്. അവൻ മൊത്തത്തിൽ ഇപ്പൊ അവളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുവാണ്. റൂമിലേക്ക് വരുന്നതേ ഇല്ല. ഇവളെ വിഷമത്തില് അവന്റെ ബെഡും നോക്കിയിരിക്കുമ്പോ ഫാങ് അവൾക്ക് കഴിക്കാനായിട്ട് ഡംപ്ലിങ്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. വളരെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഞാൻ കേട്ടു നിന്നെ സാറ് പണിഷ്മെന്റ് ചെയ്തു എന്ന്. അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കവിളിൽ ഡസ്റ്റ് ഇരിക്കുന്നത് അവൾ കാണുന്നത്. നിന്റെ കവിളിൽ എന്താ എന്ന് പറഞ്ഞിട്ട് അവൾ അത് തുടച്ചു കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോ അവിടേക്ക് കയറി വരുന്നത്. ഹീറോ ഇത് കണ്ടതും അവന് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. ഓ അവനപ്പോ ഫാങ്ങിനെയും സൂയിനെയും ഒരുപോലെ ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ ജെൻഡർ ഇവനൊരു പ്രശ്നമേ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ടേ 1 മിനിറ്റ് നീ എന്റെ കൂടെ വാ ഞാനെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോ നീ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഫാങ് നടക്ക് കയറും. അത് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഹീറോയും കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. ഫാങ് പിടിച്ചിട്ട് വിടുന്നതേ ഇല്ല. അങ്ങനെ ഹീറോ വലിക്കുന്നു, ഫാങ് വലിക്കുന്നു, ഹീറോ വലിക്കുന്നു. ലാസ്റ്റ് പ്രാന്തായ ഹീറോയിൻ തന്നെ രണ്ടുപേരുടെയും കൈ തട്ടി മാറ്റിയിട്ടേ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പൊ എന്താ പ്രശ്നം, ഇപ്പൊ നീ മര്യാദയ്ക്ക് സംസാരിക്കുന്നുണ്ടോ ഗൂച്ചാൻ എന്ന് ചോദിച്ചാല് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് വാ എന്ന് പറഞ്ഞ് ഹീറോ വിളിക്കുവാണ്. എനിക്ക് ഇവനോട് സംസാരിക്കാനുണ്ടെന്ന് ഫാങ് പറയും. ശരി ശരി മതി നിർത്ത്, എന്താണെങ്കിലും ഇവിടെ വെച്ച് പറയുന്ന ഹീറോയിൻ ഹീറോയോട് പറയാണ്. ഇവിടെ വെച്ച് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവനും തിരിഞ്ഞു നടന്നു പോകും. പിന്നാലെ ഹീറോയിൻ ഓടിപ്പോകുന്നുണ്ട്. അത് ശരി, അപ്പൊ ഞാൻ ആരായി എന്ന പോലെയാണ് ഫാങ് മന്ദം വിട്ടു നിൽക്കുന്നത്. പുറത്തേക്ക് വന്ന ഹീറോയിൻ പറ ഗൂച്ചാൻ നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് അവള് ചോദിച്ചാല് ഇവൻ തിരിഞ്ഞു നിന്ന് ഒരു നോട്ടം മാത്രമേ കൊടുക്കുന്നുള്ളൂ ദേഷ്യത്തില്. ഗൂച്ചാൻ നിനക്ക് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ലേ, എന്തിനാ ഇപ്പൊ പേടിപ്പിക്കുന്ന പോലെ ബിഹേവ് ചെയ്യുന്നതെന്ന് ചോദിക്കും. നമ്മൾ ടീംമേറ്റ്സ് അല്ലേ, എന്തായിരുന്നാലും നീ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് ഹീറോ ഓടി വന്ന് അവളെ കിസ് ചെയ്യുവാണ്. പെട്ടെന്ന് ഹീറോയിൻ ഷോക്കായി. ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ട്. ഞാൻ സോവിനോടോ ഫാങ്ങിനോടോ ആരോടും നീ ക്ലോസ് ആകാൻ പാടില്ല. അവരോട് നീ ക്ലോസ് ആകുന്നത് എനിക്ക് തീരെ ഇഷ്ടാകുന്നില്ല. കുറെ ദിവസങ്ങളായി എനിക്ക് പ്രാന്താണ്, നീ എന്നെ പ്രാന്ത് പിടിപ്പിക്കുകയാണ് ഞാൻ എന്ന് അവൻ കരയാനേ തുടങ്ങി. ഇതൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഹീറോയിനും. എന്റെ എല്ലാ ഇമോഷൻസും അവളോട് തുറന്നു പറഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവൻ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇവനെന്തോ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് അവൾ വിളിക്കുമ്പോഴാണ് അവൻ റിയാലിറ്റിയിലേക്ക് വരുന്നത്. ഏയ് ഒന്നുമില്ല, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്, അതുകൊണ്ടാ വരുന്ന ട്രെയിനിങ്സ് ഞാൻ സ്കിപ്പ് ചെയ്യാൻ പോകുവാണെന്ന് ഹീറോ പറയും. ട്രെയിനിങ് മിസ്സാകാൻ പാകത്തിന് നിനക്ക് എന്ത് ഇമ്പോർട്ടന്റ് വർക്കാണുള്ളത് ഗൂച്ചാൻ, ഞാനിത് നിന്നോട് ഇൻഫോം ചെയ്യാനാണ് വന്നത്, അല്ലാതെ നിന്റെ ഒപ്പീനിയൻ കേൾക്കാനല്ലെന്ന് പറഞ്ഞിട്ട് ഹീറോ പോയി. ഒന്നും മിണ്ടാതെ അവള് റൂമിലേക്ക് വന്നാല് ഒരു പാഴ്സൽ പെട്ടി അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അതില് ഗേൾസിന് ഇടാൻ പറ്റുന്ന ഭംഗിയുള്ള ഡ്രസ്സ്, സാൻഡൽസ് എല്ലാം ഉണ്ട്. കൂടെ ഒരു നോട്ടും വെച്ചിട്ടുണ്ട്. ഷെനി ഇത് നിനക്ക് വേണ്ടിയാണ്, നമുക്ക് നാളെ റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യാമെന്ന് അഡ്രസ്സും വെച്ചിട്ടുണ്ട്. എന്റെ ശരിക്കുള്ള പേര് അറിയണമെങ്കിൽ അത് സൂ ആയിരിക്കും എന്ന് അവള് നെക്സ്റ്റ് ഡേ റെഡിയായി റെസ്റ്റോറന്റിലേക്ക് വന്ന് നോക്കിയാൽ അവിടെയുള്ളത് വേറെ ആരുമല്ല ഫാങ് ആയിരിക്കും. ഹീറോയിൻ ആകെ ഷോക്ക് ആകുന്നുണ്ട്.
എന്താ നീ ഇവിടെ, സൂ ഇവിടെ എന്ന് ചോദിച്ചാല് നീ പെണ്ണായിരുന്നു എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. ലോക്കർ റൂമിൽ വെച്ച് നിങ്ങൾ സംസാരിച്ചത് അറിയാതെ കേട്ടുപോയി. അതാ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തത്. സത്യമായിട്ട് ഞാൻ ആരോടും പറയില്ലെന്ന് അവൻ പ്രോമിസ് ചെയ്യുവാണ്. ശരി ശരി ഓക്കെ, എന്നാലും നീ എന്നെ സർപ്രൈസ് ആക്കി കളഞ്ഞു ഫാങ്. എനിക്കിത് കുളിര് വരെ വന്നു, ദേ നോക്കെന്ന് അവള് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഷെൻയി, നിന്നോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തത്. അതെന്താണെന്ന് അവൻ പറയാൻ വരുന്നതിനുള്ളിലെ കറക്റ്റ് ആയിട്ട് അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. അവളെ കണ്ട് പ്രശ്നമാകണ്ടല്ലോ എന്ന് കരുതി ഫാങ് ഓടി വന്ന് ഹീറോയിനെ മറിഞ്ഞു നിൽക്കും. എന്താ ഗോ നീ ഇവിടെ, നമ്മൾ കോയിൻസിഡൻസ് ആയിട്ട് കണ്ടുമുട്ടിയല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോ എന്താടാ നീ ഇവിടെ, നീ ആരുടെ കൂടെയാ വന്നിരിക്കുന്നതെന്ന് അവൻ എത്തി നോക്കുമ്പോ ഒരു പെണ്ണിനെ കാണും. ഓ, അപ്പൊ നിനക്ക് പെണ്ണുങ്ങളെ ഇഷ്ടാണോ? പെണ്ണുങ്ങളല്ലാതെ വേറെ ആരെ ഇഷ്ടപ്പെടണ്ടേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നീ നിന്റെ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെയാണോ എന്നാണ്. അതെ അതെ എന്ന് അവനും പറയും. അപ്പൊ ഗുയിച്ചാനെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു പെണ്ണ് അവിടേക്ക് വരുന്നുണ്ട്. സോറി ഗുയിച്ചാൻ, ഞാൻ നിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യിച്ചോ എന്ന് ചോദിച്ചാല് ഇറ്റ്സ് ഓക്കെ എന്ന് അവൻ പറയും. ഫാങ്കിനോട് ഇതെന്റെ സീനിയർ ആണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ നെക്സ്റ്റ് ടേബിളിലേക്ക് അവർ രണ്ടുപേരും പോയിരിക്കുവാണ്. ഇത് കണ്ട ഹീറോയിനോ തീരെ താങ്ങാൻ പറ്റുന്നില്ല. അവളുടെ ഫേസ് ഒക്കെ ആകെ മാറുന്നുണ്ട്, ഡള്ളാകുന്നുണ്ട്. ആ പെണ്ണാണെങ്കിൽ ഹീറോയെ തൊട്ടൊക്കെ സംസാരിക്കുന്നത് കണ്ടതും ഹീറോയിന് നല്ല ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട്. അവര് രണ്ടുപേരും നല്ല മാച്ച് ആയിട്ടുണ്ടല്ലേ എന്ന് സാഡ് ആയിട്ട് സംസാരിച്ചതും ഷെൻഹി നമുക്ക് വേറെ പ്ലേസിലേക്ക് പോകാമെന്ന് ഫാങ് വിളിക്കുവാണ്. ഇല്ലില്ല, അവൻ എന്നെ തിരിച്ചറിയാൻ ചാൻസേ ഇല്ല. അവന്റെ കണ്ണു മുഴുക്കെ അവന്റെ ക്രഷിന്റെ മേലെയാണുള്ളത്. അപ്പോ അവൻ എന്നെ ശ്രദ്ധിക്കാൻ എവിടെന്നാ നേരം? എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അവൾ ഫീൽ ചെയ്ത് സംസാരിക്കുന്നത് ഫാങ്ങിന് മനസ്സിലാകുന്നുണ്ട്. ഫാങ് വേണ്ട വേണ്ട മതി എന്ന് പറഞ്ഞാലും അവള് ഡ്രിങ്ക്സ് ഒഴിച്ചൊഴിച്ച് കുടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ജിമ്മില് റൂമില് എല്ലായിടത്തും അവോയ്ഡ് ചെയ്തത്, കഴിക്കാൻ വിളിച്ചപ്പോൾ എനിക്ക് വിശക്കുന്നില്ലെന്ന് പറഞ്ഞു പോയത് എല്ലാം ഓർക്കെ ഓർക്കെ അവൾക്ക് കണ്ണുകളെല്ലാം നിറഞ്ഞു വരുന്നുണ്ട്. ഷെൻഹി വീട്, നമുക്ക് കഴിക്കാൻ തുടങ്ങാമെന്ന് ഫാങ് പറഞ്ഞതും ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകുവാണ്. അവള് താഴെ വീണപ്പോ മുറിവിൽ മരുന്ന് വെച്ച് കൊടുത്തത്, അവളെ കെയർ ചെയ്തത്, വർക്കൗട്ട് ചെയ്യാനും റേസിങ്ങിനും എല്ലാം ഹെൽപ്പ് ചെയ്തത്, ഇതെല്ലാം ആലോചിച്ചവള് ഞാൻ നിനക്ക് ജസ്റ്റ് ഒരു ടീമേറ്റ് മാത്രമായിരുന്നല്ലേ, ജസ്റ്റ് ഒരു ടീമേറ്റ്സ് മാത്രമായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അവള് കരയാനേ തുടങ്ങുവാണ്. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവളുടെ ഉള്ളിൽ ഇത് തന്നെയാണ് ചിന്ത. വീഴാൻ പോയതും പെട്ടെന്ന് ഫാങ് ഓടി വന്നാണ് അവളെ പിടിക്കുന്നത്. ഗു അവിടേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എല്ലാം എന്റെ തെറ്റാണ്. അടുത്ത തവണ ഞാൻ എല്ലാം ശ്രദ്ധിച്ച് കൂട്ടുകൊണ്ട് പൊക്കോളാം എന്ന് അവൻ സോറി പറയാണ്. ഫാങ്, നീ എന്തിനാ സോറി പറയുന്നേ? എനിക്കൊന്നുമില്ല, ഞാനൊരു പെണ്ണല്ല. ഈ ഡ്രസ്സിൽ കണ്ടത് നീ എന്നെ വീക്കായിട്ട് കാണല്ലേ? ഞാനൊരു റേസറാണ്. എന്ത് സ്ട്രോങ് ആണ് ഞാനെന്ന് നിനക്കറിയാമോ? അതുകൊണ്ട് നീ എന്നെ കുറച്ചൊന്നും കാണണ്ട എന്ന് പറഞ്ഞതും അപ്പോ ഓക്കെ, നീ ഡബിൾ അല്ല ട്രിപ്പിൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഇവനും റിലീഫ് ആയിട്ട് ഫീൽ ആകുന്നുണ്ട്. എന്നാൽ നെക്സ്റ്റ് ടൈം നമുക്ക് ഹോട്ട് പോട്ട് കഴിക്കാൻ പോയാലോ എന്ന് ചോദിച്ചാല് ഓക്കെ ഓക്കെ, എല്ലാം വഴി ഉണ്ടാക്കാം, നീ ഫസ്റ്റ് റൂമിലേക്ക് പോ, എനിക്കൊന്ന് സൂവിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനെ തള്ളി പറഞ്ഞു വിട്ടിട്ട് സങ്കടത്തിൽ അവള് തിരിച്ചു നടക്കുവാണ്. ആ വഴി തന്നെ ഹീറോയും കാർ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഹീറോയും വളരെ ശോകത്തിലാണ്. കാരണം എന്താന്ന് വെച്ചാല് ആ സീനിയർ പെണ്ണില്ലേ, അവളെ അവൻ മീറ്റ് ചെയ്തതിന് കാരണം തന്നെ ആ പെണ്ണിനോട് അഡ്വൈസ് ചോദിക്കാൻ വേണ്ടിയാണ്. ഞാൻ സ്നേഹിക്കാൻ പാടില്ലാത്ത ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാല് സ്നേഹിക്കാൻ പാടില്ലാത്ത പേഴ്സണോ? നീ എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് അവര് പറയും. ലവില് ഹെൽപ്പ് ചെയ്യാൻ പാകത്തിന് എനിക്കറിയാവുന്ന ഒരേ ഒരാൾ നീയാണ്, നീ വേണോ എന്നെ ഹെൽപ്പ് ചെയ്യാനെന്ന് അവൻ പറയും. അങ്ങനെ നീ ആരെയാ ലവ് ചെയ്യുന്നേ? എന്താണെങ്കിലും തെളിച്ച് പറയടാ, എന്നാലല്ലേ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാല് ഇവന് പറയാനേ മടിയാകുന്നുണ്ട്. പറഞ്ഞോ ഇല്ലയോ എന്നറിയില്ല. ഇവിടെ ഹീറോയിനും ഹീൽസ് ഒക്കെ ഒരു കൈ പിടിച്ചിട്ടേ സാഡായിട്ട് വെറും കാലിലാണ് നടന്നു വരുന്നത്. അതേ ഒരു സാഡ്നെസ്സിലൂടെയാണ് നമ്മുടെ ഹീറോയും വരുന്നത്. റിലേഷൻഷിപ്പിലേക്ക് പോകണമെങ്കിൽ നീ നിന്റെ മൈൻഡ് യൂസ് ചെയ്യാൻ പാടില്ല, നിന്റെ മനസ്സിനെ ഫോളോ ചെയ്യുന്ന അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസാക്ഷി എന്ത് പറയുന്നു അത് മാത്രം കേൾക്കെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആലോചിച്ചിട്ടായിരുന്നു ഹീറോ വരുന്നത്. ആ ടൈം മുന്നിലൂടെ ഹീറോയിൻ ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും കാണുന്നില്ല. അവൻ അവളെയും അവൾ അവനെയും കാണുന്നില്ല. നെക്സ്റ്റ് ഡേ സൂവിനെ കാണാൻ വേണ്ടി അവള് വരുന്നുണ്ട്. അവള് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടതും സൂവിന് മനസ്സിലായി ഗുവിനെ കുറിച്ചാണെന്ന്. ഇപ്പോ റേസിംഗ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് അവള് പറയാൻ വരുന്നതിനുള്ളില് എനിക്ക് മനസ്സിലായി എന്ത് വന്നാലും റേസിംഗ് ആണ് ഇമ്പോർട്ടന്റ്. കുറച്ച് ദിവസത്തേക്ക് ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഞാൻ വീട്ടിലേക്കൊന്ന് പോയി വന്നാലോ, എന്റെ മൈൻഡ് ഒക്കെ ഒന്ന് ഫ്രീ ആക്കണമെന്ന് പറഞ്ഞിട്ട് അവള് പോകും. നൈറ്റ് ഹീറോ ഓടിക്കതച്ച് റൂമിലേക്ക് വന്ന് നോക്കിയാല് ഹീറോയിനും ഇല്ല, ഹീറോയിന്റെ തിങ്സും ഇല്ല. മൊത്തത്തില് പെറുക്കിയെടുത്ത് അവള് പോയെന്നാ തോന്നുന്നത്. ഇത് കണ്ട് അവന് വളരെ വിഷമാകുന്നുണ്ട്. അടുത്തടുത്ത ദിവസങ്ങളിൽ രണ്ടുപേർക്കും തമ്മിൽ ദേഷ്യം. ജിമ്മില് വെച്ച് മീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ സംസാരിക്കുന്നതേ ഇല്ല. നെക്സ്റ്റ് ഒന്നിച്ച് ജോഗിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോ എന്തിനാ നീ അവിടെ നിന്ന് പോയതെന്ന് ഹീറോ ചോദിക്കും. അടുത്തത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള മാച്ച് അല്ലേ, അതിന്റെ എന്റെ ബെസ്റ്റ് കൊടുക്കണം എന്നാ കരുതുന്നത്, അതുകൊണ്ടാണ് ഞാൻ വേറെ റൂമിലേക്ക് പോയതെന്ന് അവള് പറഞ്ഞതും പെട്ടെന്ന് ഹീറോ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോ നിന്നോട്, തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും പെരുമാറിയോ എന്ന് ചോദിച്ചാല് അവള് മുഖത്ത് പോലും നോക്കാതെ ഇല്ലെന്ന് പറയുവാണ്. പിന്നെ എന്തിനാ നീ അവിടെ നിന്ന് പോയതെന്ന് ചോദിച്ചാല് അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്.
നമ്മൾ ജസ്റ്റ് ടീമേറ്റ്സ് മാത്രമായിരുന്നു എന്ന് അവൻ ചോദിക്കും. നോക്ക് കൂയിച്ചാൻ, ഞാൻ നിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി അല്ല. എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ അത് പറയാൻ വരണ്ട എന്ന് പറഞ്ഞ് മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ട് അവള് പോകുവാണ്. ഇവനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ അവന്റെ ഒറിജിനൽ ഫീലിങ്സും അവന് തുറന്നു പറയാനും പറ്റുന്നില്ല. കട്ട് ചെയ്താല് ഹീറോയുടെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. ഹീറോയുടെ അച്ഛനും ഒരു റേസർ ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ കമ്പനി നോക്കാൻ വേണ്ടി അച്ഛൻ അത് വിട്ടുകളഞ്ഞു. പക്ഷെ മകൻ അങ്ങനെയല്ല. നിന്റെ സ്വപ്നം അവൻ സാധിക്കുവാടാ. വളരെ വാശിയാണ് അവന്. നമ്മുടെ കമ്പനിയുടെ അടുത്ത് പോലും വരുന്നതേ ഇല്ല അവൻ. അപ്പൊ എന്റെ കമ്പനി ഷെന്നിന് തന്നെ കൊടുക്കണമെന്നാണോ എന്ന് മുത്തശ്ശൻ ചിന്തിക്കുകയാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് മകൻ ജീവനോടെ ഉള്ളപ്പോ നീ ആഗ്രഹിക്കുന്ന പെണ്ണും അവളുടെ മകനും രണ്ടുപേരും നമ്മുടെ കുടുംബമല്ല. അതുകൊണ്ട് നമ്മുടെ സ്വത്തും അവർക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഒരേ ഒരു കൊച്ചുമകനേ ഉള്ളൂ, അത് ഗുയിച്ചാൻ മാത്രമാണ്. നമ്മുടെ സ്വത്തും അവന് മാത്രമേ പോകൂ എന്ന പോലെ അച്ഛൻ മകനുമായിട്ട് അന്ന് വഴക്കിട്ടിരുന്നു. പക്ഷെ ആ കാലങ്ങളൊക്കെ കടന്നുപോയി. ഇപ്പൊ അങ്ങനെയല്ല അവർ ചിന്തിക്കുന്നത്. രണ്ടുപേരും എന്റെ പേരക്കുട്ടികളാണ്. അവരെ പറ്റി ചിന്തിച്ച് ആദ്യം ഇടാനായിട്ട് ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇമോഷണൽ ആകുന്നുണ്ട്. ഇപ്പൊ കമ്പനി ചേട്ടന് തന്നെ കൊടുക്കാമെന്നാണ് മുത്തശ്ശൻ വിചാരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, മുത്തശ്ശൻ എന്തോ വയ്യായിക കൂടിയുണ്ട്. അത് അവരാരെയും പറയാതെ മറച്ചു വെച്ചിരിക്കുകയാണ്. വേലക്കാരി പെണ്ണ് വന്നിട്ട് ഇനിയെങ്കിലും അത് തുറന്നു പറയാം മാസ്റ്റർ എന്ന് പറഞ്ഞാല് നീ മിണ്ടാതെ കടന്നു പോയെന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞയക്കുവാണ്. ഇവിടെ ഹീറോയിൻ ജിമ്മിലും കാണുന്നുണ്ട്. പക്ഷെ സംസാരിക്കുന്നതേ ഇല്ല. നെക്സ്റ്റ് ലഞ്ച് കഴിക്കാൻ നേരം ഫാങ് അവളുടെ കൂടെ ഇരുന്നിട്ട് കെയർ ചെയ്ത് അത് വേണോ ഇത് വേണോ എന്ന് ഒന്നിച്ച് ഫുഡ് കഴിക്കുമ്പോ ഇതൊക്കെ കണ്ട് ടെൻഷനായി ഹീറോ ഒറ്റയ്ക്കിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. രണ്ടുപേരും പരസ്പരം ഓർത്ത് ഫീൽ ആകുന്നുണ്ട്. പക്ഷെ എന്നാലും അവോയ്ഡ് ചെയ്യുന്നുണ്ട്, മിണ്ടുന്നതേ ഇല്ല. നൈറ്റ് ഇവിടെ ഹീറോയിന് ഉറക്കം വരുന്നില്ല. റൂമിലേക്ക് വരുമ്പോ ഷെന്നാന്റെ ഓർമ്മ മാത്രമാണ് അവന്. അവനോട് എങ്ങനെയെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടേ മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഡിലീറ്റ് ആക്കി കളയും. ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് എവിടെ നീ ഉള്ളത്, റൂമിലേക്ക് വാ, തിരികെ വാ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോഴാണ് അവൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നത്. അവൾ അവനെ ബ്ലോക്ക് ചെയ്തെങ്കിലും ഇവിടെ ഹീറോയിൻ രണ്ടുപേരും ചേർന്നുള്ള ഫോട്ടോസ് ഒക്കെ നോക്കി ശോകത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഹീറോയുടെ റൂമിലേക്ക് ഒന്നിച്ച് ഡ്രിങ്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചൂരാനും ഫാങ്ങും വരുന്നുണ്ട്. ബട്ട് നമ്മുടെ ഹീറോയ്ക്ക് അതിനുള്ള മൂഡൊന്നുമില്ല. വന്ന് നീ ആളാകെ മാറിപ്പോയി കൂച്ചാൻ, ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഷെന്നാൻ ഇവിടെ നിന്ന് പോയത് ഓർത്താണോ എന്ന് ചോദിച്ചാല് അവൻ ഇവിടെ നിന്ന് പോയത് നിനക്കെങ്ങനെ അറിയാമെന്ന് അവൻ ചോദിക്കും. സൂ സംസാരിക്കുന്നത് കേട്ടു, അങ്ങനെ അറിയാം. ഞാൻ മെസ്സേജ് അയച്ചു നോക്കി, പക്ഷെ അവൻ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാലേ ബ്ലോക്ക് ചെയ്താൽ എന്താടാ മണ്ട, കോള് ചെയ്ത് നോക്ക്, എന്നിട്ട് ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്യ്, ഒന്നിച്ചൊക്കെ ഡ്രിങ്ക് ചെയ്തിട്ട് വാ, എല്ലാം നോർമൽ ആകുമെന്ന് ചൂരൻ പറഞ്ഞു കൊടുക്കുമ്പോ ഇത് കേട്ട് നമ്മുടെ ഫാങ്ങിന് ടെൻഷനായി. എന്തിനാണ് വെറുതെ ഇപ്പൊ കോള് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ വന്നതും അടുത്ത സെക്കൻഡിലെ കോളും ചെയ്ത് കഴിഞ്ഞു. ഹീറോയിൻ എന്തോ പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യും. ഒന്നിച്ച് ഡിന്നർ കഴിക്കാൻ പോകാമോ എന്ന് ചോദിച്ചാലും മറുപടി ഒന്നും വരുന്നില്ല. എവിടെ എങ്ങനെയെന്ന് നീ തന്നെ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞാല് ഓ എന്ന് മാത്രം മറുപടി പറയും. ഇതിന് എന്താ അർത്ഥം, എസ് എന്നാണോ നോ എന്നാണോ എന്ന് ചോദിച്ചാല് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് അവള് പറയാണ്. ഹീറോയ്ക്ക് അത് കേട്ടതും വളരെ എക്സൈറ്റഡ് ആയിട്ട് സന്തോഷത്തില് എന്താ നമ്മൾ കഴിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാല് ഹോട്ട്പോട്ടിന് പോകാൻ വരാമെന്നും അവളും ഓക്കെ പറയാണ്. ഇത് കേട്ട ഫാങ്ങിന്റെ മുഖം കാണണം, പാവം സാഡ് ആയിട്ട് അവിടെ ഇരുന്ന് കുടിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ഡേ ഹീറോയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹീറോയ്ക്ക് എരിവധികം പറ്റില്ല എന്ന് മനസ്സിലാക്കി അവളും ഡബിൾ സ്പൈസിയിലെ ഓർഡർ ചെയ്യുവാണ്. ഹീറോയും ഇന്നെങ്കിലും ഫീലിങ്സ് തുറന്ന് സംസാരിക്കണമെന്ന് റെഡി ആയിട്ട് ഇരിക്കുമായിരിക്കും. ആക്ച്വലി ഞാൻ നിന്നോട് ഒന്ന് സംസാരിക്കാൻ കൂടിയാണ് വിളിച്ചത്. നീ റൂം വിട്ട് പോയി കുറെ ആയില്ലേ, നീ തനിച്ചായിരിക്കില്ലേ, തിരികെ വന്ന് എന്റെ കൂടെ സ്റ്റേ ചെയ്യുമെന്ന് പറയാനേ സമ്മതിക്കുന്നതേ ഇല്ല. 2 വട്ടം വെയിട്രസ് ലേഡി വന്ന് കുളമാക്കി വിട്ടു. 3ാമത് ടൈം ട്രൈ ചെയ്താലേ ഹീറോയിന് കോള് വരും. അവളത് സംസാരിച്ച് കട്ട് ചെയ്തിട്ട് നീ എന്തോ പറയാൻ വന്നല്ലോ, എന്താന്ന് ചോദിക്കും. അത് നീ പോയി കുറെ ഡേയ്സ് ആയില്ലേ, നീ ഇല്ലാതെ എനിക്ക് നല്ല ബോറടിക്കുന്നുണ്ട്, എനിക്ക് തനിച്ചിരിക്കാനേ ഇഷ്ടപ്പെടുന്നില്ല, നീ തിരികെ വായെന്ന് എങ്ങനെയൊക്കെ പറയാൻ നോക്കിയാലും പറഞ്ഞു തീരുന്നതിനുള്ളിലെ ഹോട്ട്പോട്ട് റെഡി എന്ന് പറഞ്ഞ് വെയിട്രസ് ലേഡി പിന്നെയും വന്നു. ലാസ്റ്റ് ഹീറോയ്ക്ക് തന്നെ മതിയായി, ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങി. ഡ്രിങ്ക് ഒക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് കുറച്ചു നേരമൊക്കെ പോയതും ഹീറോയ്ക്ക് അധികം പറ്റായി പോയെന്നാ തോന്നുന്നത്. ഹീറോ എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്നിരുന്നിട്ട് ഞാൻ എന്തിനാ ഇത്രയും കുടിച്ചിരിക്കുന്നതെന്ന് നിനക്കറിയോ? ഇല്ല, എന്തിനാ നീ കുടിച്ചതെന്ന് അവൾ ചോദിക്കും. ബിക്കോസ് ഞാനിന്ന് വളരെ ഹാപ്പിയാണ്, നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്, പ്ലീസ് ഞാൻ ദൈവത്തെ ഓർത്ത് നീ തിരികെ വാ എന്ന് അവൻ വിളിച്ചാല് ഹീറോയിന് മറുപടി ഒന്നുമില്ല. പ്ലീസ് എവിടെ നീ പോയി കളയല്ലേ, നമ്മുടെ റൂമിലേക്ക് തിരികെ വാ എന്ന് അവൻ തോളിലേക്ക് ഇടന്ന് കെഞ്ചാൻ തുടങ്ങുവാണ്. ഇത് കണ്ട ഹീറോയിനും ചിരി വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരാൾ മറഞ്ഞിരുന്ന് ഇവരുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഹീറോയുടെ ഈ സിറ്റുവേഷനിൽ നടന്നു പോകാൻ പറ്റില്ലല്ലോ. ഹീറോയിനാണ് ഒരു വഴിയെ കഷ്ടപ്പെട്ട് പൊക്കിയൊക്കെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുവരുന്നത്. ഫാങ് ഓടി വന്ന് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാനേ അവനെ
നിന്നെ റൂമിലേക്ക് കൊണ്ടുപോകാം, നീ പോയി റെസ്റ്റ് എടുക്കെന്ന് പറഞ്ഞ് ഫാങ്ങിനെ പറഞ്ഞയച്ചിട്ട് അവൾ തന്നെ റൂമിലേക്ക് കൊണ്ടുവന്ന് അവനെ ബെഡിൽ കിടത്തുവാണ്. പുതുപ്പൊക്കെ നേരെയാക്കി ഹീറോയിൻ പോകാൻ തുടങ്ങിയതും ഹീറോ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ട്, ഞാൻ സത്യമായിട്ടും ലവ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് നിന്നെ ഒരു റൂംമേറ്റ് ആയിട്ട് കാണണം എന്ന് വിചാരിച്ചാലും എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടേ വളരെ ടൈറ്റ് ആയിട്ട് അവളുടെ കൈ പിടിച്ചിട്ടേ എന്റെ മൈൻഡ് ഫുള്ള് നീയാണ്, എന്റെ മനസ്സിലും നീയാണ്, നീ എങ്ങാനും പെണ്ണായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുവാണെന്ന് ബോധമില്ലാതെ ആണെങ്കിലും അവന്റെ ഫീലിങ്സ് എല്ലാം അവൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇത് കേട്ട ഹീറോയിനും ആക്ച്വലി ഞാനും ഒരു പെണ്ണാണെന്ന് അവളുടെ മനസ്സിലെ പറയുന്നുണ്ട്. ഇവൾക്കും അവനെ വളരെ ഇഷ്ടമാണല്ലോ, രണ്ടുപേർക്കും തമ്മിൽ ഫീലിങ്സ് ഉണ്ട്. നെക്സ്റ്റ് ഡേ നേരം വെളുത്ത് നോക്കിയാല് ഹീറോയാണ് ആദ്യം എഴുന്നേൽക്കുന്നത്. ഹീറോയിൻ ബെഡ്ഷീറ്റ് പോലും ഇല്ലാതെ ചുരുങ്ങിക്കൂടി കിടക്കുന്നത് കണ്ട് അവൻ പുതപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് പുതപ്പിച്ചൊക്കെ കൊടുത്തിട്ട് അടുത്തിരുന്ന് അവളെ തന്നെ നോക്കി രസിക്കാൻ തുടങ്ങുവാണ്. എന്ത് ക്യൂട്ടായിട്ടായി ഇവന് ഉറങ്ങുന്നത് എന്ന്. ഹീറോയിൻ കണ്ണു തുറന്നതും നീ എഴുന്നേറ്റോ, ഇപ്പോ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ആകുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഹീറോയിൻ ചാടി എഴുന്നേറ്റ് മര്യാദയ്ക്ക് എന്റെ ക്യാഷ് തിരികെ താടാ എന്ന് പറയും. എന്ത് ക്യാഷോ? ഹീറോയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കൊന്നും അറിയണ്ട, തിരികെ എന്റെ ക്യാഷ് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് അവള് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ശരി ശരി തരാം, നീ ചോദിച്ചതിൽ ഇരട്ടിയായിട്ട് ഞാൻ തരാം, പക്ഷെ ദേഷ്യത്തിൽ ഇറങ്ങിയൊന്നും പോയി കളയല്ലേ മുത്തേ എന്ന് പറഞ്ഞ് അവൻ അടുത്തിരിക്കുവാണ്. അവളെ സോപ്പിടാൻ വേണ്ടിയിട്ട് അവൻ തന്നെ അവന്റെ കൈ കൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടേ നീ ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ ഞാൻ ഡെയിലിയും ഇതേപോലെ നിനക്ക് കുക്ക് ചെയ്ത് തരാം. ഇത് കേട്ട ഹീറോയിനും കുറച്ചു നാളുകളായിട്ട് ഞാൻ തന്നെയല്ല, നമുക്ക് ഇപ്പൊ കുറച്ച് മാച്ചസ് ഉണ്ടല്ലോ, അത് വളരെ സീരിയസ് അല്ലേ, എതിർ ടീംസും വളരെ സ്ട്രോങ് ആണ്, നമുക്ക് ജയിച്ചല്ലേ പറ്റൂ, സോ അതിന്റെ സ്ട്രെസ്സിലാണ് ഞാൻ ഉള്ളതെന്ന് പറഞ്ഞാല് ഷെന്നാൻ നീ ആദ്യം നിന്റെ ടീമിൽ വിശ്വസിക്കേ, അത് കഴിഞ്ഞ് നിന്നിൽ നീ വിശ്വസിക്കേ, മറ്റുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നു വന്ന് ഹീറോ പറയാണ്. ഇവിടെ ഹീറോയുടെ ചേട്ടനെ കാണിച്ചാല് ഹീറോയിന്റെ ഫോട്ടോ എടുത്തത് വേറെ ആരുമല്ല, ഇവൻ തന്നെയാണ്. ഇത് വെച്ച് ഹീറോയ്ക്ക് പണി കൊടുക്കാനാണ് ചേട്ടൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഡേ ഹീറോ അവളെ ജിമ്മിൽ വെച്ച് കണ്ടതും നമ്മുടെ റൂമിലേക്ക് നീ തിരികെ വാ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് പുറകെ നടന്ന് കെഞ്ചി ചോദിച്ചാലും അവള് മറുപടി ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയി. ഹീറോയിന് ഒരു വഴിയെ ബോയ്സിന്റെ കണ്ണ് വെട്ടിച്ച് കുളിക്കാനൊക്കെ തുടങ്ങുമ്പോ അവിടെയും ഹീറോ വെറുതെ വിടാതെ പുറകെ വരുന്നുണ്ട്. ഇവന്റെ സൗണ്ട് കേട്ടത് ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചു പോകുവാണ്. നീ എന്താടാ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് സോറി തിരികെ വരണോ എന്ന് നിന്നെ കൺവിൻസ് ചെയ്യാനാണ് ഞാൻ അവിടേക്ക് വന്നത്, എനിക്ക് സംസാരിക്കണം നിന്നോടൊന്ന് പറഞ്ഞാല് ഇവിടെ വെച്ചോ, എന്നെ കുളിക്കാനെങ്കിലും സമ്മതിക്കടാ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് അവൾ ഒച്ച വെക്കുവാണ്. ശരി ഓക്കെ ഞാൻ പറഞ്ഞതൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതും നീ ഇപ്പോ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അവൾ ചോദിക്കാൻ തുടങ്ങിയതും അവൻ ഒരൊറ്റ ഓട്ടം കൊടുത്തു. ഫ്രഷപ്പ് ആയിട്ട് പുറത്ത് വന്നാലും അവൻ പിന്നെയും പുറകെ വരുന്നുണ്ട്. തിരികെ വാ എന്നും ലിഫ്റ്റിൽ ഒന്നിച്ച് കയറിയിട്ടും അവൻ ഇങ്ങനെ വാ തോരാതെ സംസാരം നിർത്തുന്നില്ല. അല്ല നീ തനിച്ച് താമസിക്കുന്നത് ബോറായിരിക്കില്ലേ, നമ്മൾ ഒന്നിച്ചുള്ളപ്പോ എന്ത് രസമായിരുന്നു, അതുകൊണ്ട് നീ തിരികെ വന്നേ പറ്റൂ എന്ന് അവൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞതും ഇവള് പുറത്തിറങ്ങിയിട്ട് ഓക്കെ ടാറ്റ ബായ് എന്ന് പറഞ്ഞിട്ട് ടാറ്റ കൊടുത്തിട്ട് പോകുവാണ്. കറക്റ്റ് ഇത് നമ്മുടെ സൂ കാണുന്നുണ്ട്. ഒരു വഴിയെ രണ്ടുപേരും ഒന്നായില്ലേ എന്ന് ചോദിച്ചാല് ഹീറോയിൻ നാണത്തോടെ ചിരിക്കുവാണ്. നീ ഒരാണാണെന്ന് കരുതി അവൻ നിന്നോട് ഇത്ര ഒബ്സസ്ഡ് ആയിട്ട് ഇരിക്കുന്നെങ്കിൽ നീ ശരിക്കും പെണ്ണാണെന്ന് അറിഞ്ഞാലുള്ള അവസ്ഥ ഓർത്ത് എനിക്ക് ചിരിയാണ് വരുന്നത് എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും ചിരിക്കുവാണ്. ദെൻ വളരെ രാത്രിയായി. ഹീറോയിൻ തിരിച്ച് അവളുടെ റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ നല്ല മഴ. എന്തെങ്കിലും ആകട്ടെ, മഴ നനഞ്ഞിട്ട് അവൾ ഓടാൻ തുടങ്ങിയതും ദാ വരുന്നു ഓപ്പോസിറ്റിൽ നിന്ന് നമ്മുടെ ഹീറോ കൂടെ ആയിട്ട്. അവനെ കണ്ടതും അവൾക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ശരി ഞാൻ നിന്നെ റൂം വരെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവളെ കൂട്ടിക്കൊണ്ടു പോകുവാണ്. വാവ് നിന്റെ റൂം കാണാൻ അടിപൊളിയാണല്ലോ. അതെ മഴയൊക്കെ നനഞ്ഞില്ലേ, ഇതാ തുടയ്ക്കെന്ന് പറഞ്ഞ് ഹീറോയിൻ ടവല് കൊടുക്കുമ്പോ പെട്ടെന്ന് ഹീറോ അവളുടെ കൈ പിടിച്ച് വലിച്ചിട്ട് നീ തന്നെ തുടച്ചതാ എന്ന് പറയും. നീ എന്താ കൊച്ചുകുട്ടിയാണോ എന്ന് ചോദിച്ചിട്ട് അവളും തുടച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നത് കണ്ട് എന്തിനാ നീ ഇപ്പോ എന്നെ ഇങ്ങനെയൊക്കെ നോക്കുന്നു എന്ന് ചോദിക്കും. കാരണം നിന്നെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ടെന്ന് പറഞ്ഞതും ഹീറോയിന് നാണം വന്നു. ഒന്ന് നിർത്തട എന്ന് പറഞ്ഞപ്പോ ഹീറോയിൻ നിർത്തുവാണ്. ഹീറോയ്ക്ക് അവൾ അടുത്തടുത്ത് വന്ന് നിൽക്കുന്നതും ആകട്ടെ വളരെ ഷൈ ആകുന്നുണ്ട്. ഷൈനസില് അവന്റെ കാതുകളൊക്കെ റെഡ് ആവാൻ തുടങ്ങി. നെക്സ്റ്റ് ഡേ ജിമ്മില് രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞതും കുളിക്കാൻ വേണ്ടി വന്നാല് പെട്ടെന്ന് ഹീറോ അവളെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് കുളിക്കാമെന്ന് പറയുവാണ്. ഇത് കേട്ട് ഹീറോയിനാകെ ഷോക്കായി. അവളിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നത് കണ്ട് ഓക്കെ നീ ആദ്യം പോയി കുളിച്ചിട്ട് വാ, ഞാൻ പിന്നെ വന്ന് കുളിക്കാമെന്ന് പറഞ്ഞിട്ട് അവനും പോവാണ്. പക്ഷെ ഹീറോ പുറത്തിപ്പോൾ നിൽക്കുന്നുണ്ടെന്ന് കരുതി ഹീറോയിൻ പറയുവാണ് ആക്ച്വലി ഞാനൊരു പെണ്ണാണ്, എന്റെ പേര് ഷെനി, എന്റെ ബ്രദറിന് പകരമാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അവനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കോലമൊക്കെ കിട്ടിയത്, അതുകൊണ്ട് മാച്ചാണ് എനിക്ക് ഇമ്പോർട്ടന്റ് എന്ന് അവളെല്ലാം തുറന്നു പറയുമായിരിക്കും. ഇപ്പോഴാണ് ഹീറോ തിരികെ വരുന്നത്. ഇതിനെ നീ എന്നോട് ദേഷ്യപ്പെടുവോ എന്ന് ഹീറോയിൻ ചോദിച്ചാല് ഇപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ഹീറോ എന്തിന് ഞാൻ ഇതിനൊക്കെ ദേഷ്യപ്പെടുന്നേ, എനിക്ക് ഓൾറെഡി അറിയാം, ഇതെല്ലാം അറിയാമെന്ന് അവൻ പറയുവാണ്. ഇത് കേട്ടത് ഇവൾക്ക് ആകെ ഷോക്ക് ആകുന്നുണ്ട്. ബോധമില്ലാതെ ഇരിക്കുമ്പോ ഇവൻ പറഞ്ഞതൊക്കെ അവള് കേട്ടു എന്നാണ് ഹീറോ വിചാരിച്ചിരിക്കുന്നത്.
അപ്പോൾ ഹീറോയിൻ ചോദിക്കുവാണ്, നിന്റെ റൂമിൽ ഞാനും വേണോ എന്ന് നീ വാശി പിടിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാല് എന്തുകൊണ്ടും ഉണ്ടാകാൻ പാടില്ല. എന്താ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് ഹീറോ ചോദിക്കും. അയ്യോ അങ്ങനെയൊന്നുമില്ലെന്ന് ഹീറോയിൻ പറയുവാണ്. അപ്പോ നീ തിരികെ വന്നേ പറ്റുമോ എന്ന് ചോദിച്ചാല് അതൊക്കെ ഇപ്പൊ പറയാൻ പറ്റില്ലെന്ന് ഹീറോയിനും പറയും. നീ പറയില്ലേ എന്ന് ചോദിച്ചിട്ട് അവളുടെ കവിളിൽ പിടിച്ചിട്ട് പുഞ്ഞാരിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. ഫാങ്ങിനാണെങ്കിൽ രക്തം കിടന്ന് തിളയ്ക്കാൻ തുടങ്ങി ജലസിയില്. നൈറ്റ് ഇതെല്ലാം സൂയിനോട് അവള് ഷെയർ ചെയ്യുന്നുണ്ട്. ഹീറോയ്ക്കെല്ലാം അറിയാമെന്ന പോലെ. എനിക്ക് അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, ചേർന്നിരുന്ന് ഫുഡ് കഴിക്കണം, തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. ഇതൊക്കെയാണ് എന്റെ ആഗ്രഹം എന്ന് പറയാണ്. പക്ഷേ അവൻ മറ്റു പെണ്ണുങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നത് കണ്ടാല് എനിക്ക് കഷ്ടമാകുന്നെന്ന് പറഞ്ഞതും എന്ത് മറ്റുള്ള പെണ്ണുങ്ങളോ, ഏത് പെണ്ണെന്ന് സൂ ചോദിക്കും. അതെ, ലാസ്റ്റ് ടൈം ഗൂച്ചാന് ഒരു പെണ്ണുമായിട്ട് ഡേറ്റിങ്ങിന് പോയിരുന്നു എന്ന് പറഞ്ഞതും ഷെൻഹി ഫസ്റ്റ് നീ ഇത് ക്ലിയർ ചെയ്തേ പറ്റൂ. ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാല് അവനോട് നീ ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിക്കോ. അവൻ നിന്നെ മാത്രമേ ലവ് ചെയ്യുന്നുള്ളൂവെങ്കിൽ നിങ്ങളുടെ ലവ് സ്മൂത്ത് ആയിട്ട് പോകും. അവൻ ആ പെണ്ണിനോടും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ അത് ക്ലിയർ ചെയ്തേ പറ്റൂ. കാരണം അവന്റെ കണ്ണിൽ നീ ഇപ്പോഴും ആൺകുട്ടിയാണെന്ന് പറയുവാണ്. അപ്പോൾ ഹീറോയിൻ ഇത് കേട്ട് അപ്പോൾ ഞാനിത് ക്ലിയർ ചെയ്തേ പറ്റുമോ എന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും. ഇപ്പൊ നീ എന്റെ കൂടെ വാ, ഞാൻ ഒരിടത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞിട്ടേ സർപ്രൈസ് ആന്ന് പറഞ്ഞിട്ട് അവളുടെ രണ്ട് കണ്ണുകളും മൂടി വളരെ ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്ത ഒരിടത്തേക്ക് അവള് കൂട്ടിക്കൊണ്ടു ചെന്ന് കണ്ണ് തുറക്കുമ്പോ ഫാങ്, ചുവാൻ, അവരുടെ ടീം എല്ലാവരും ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിന് വളരെ ഹാപ്പി ആകുന്നുണ്ട്. ഡാൻസ് ഒക്കെ കഴിഞ്ഞതും ഹീറോ കേക്കുമായിട്ട് വരുവാണ്. ഇന്ന് നമ്മുടെ ഹീറോയിന്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ബർത്ത്ഡേ സോങ് ഒക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോ ഹീറോ കേക്ക് ക്യാൻഡിലിൽ കത്തിച്ചിട്ടേ ഇപ്പോ നീ നിന്റെ വിഷ് ഓർത്തിട്ട് ഊരെന്ന് പറയുവാണ്. അവളും കണ്ണടിച്ച് പ്രാർത്ഥിച്ചിട്ട് ക്യാൻഡിൽ ഊതിക്കെടുത്തുവാണ്. നെക്സ്റ്റ് തന്നെ ഹീറോ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതൊരു ബ്രേസ്ലെറ്റ് ആയിരിക്കും. രണ്ടുപേർക്കും ഒരേപോലെ ഇടാൻ പറ്റുന്ന ഒരു കപ്പിൾ ബ്രേസ്ലെറ്റ് ആയിരിക്കും അവൻ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടത് ഹീറോയിന് വളരെ ഹാപ്പി ആകുന്നുണ്ട്. പെട്ടെന്ന് ഹീറോയിൻ അവന്റെ കവിളിൽ ഒരു കിസ് കൊടുത്തിട്ടേ എനിക്ക് ഈ ഗിഫ്റ്റ് വളരെ ഇഷ്ടമായി ഗൂച്ചാൻ, വളരെ താങ്ക്സ് എന്ന് പറയുവാണ്. കിസ് കിട്ടിയതിൽ കുറച്ചൊക്കെ അവൻ ഷോക്കായെങ്കിലും അവനും വളരെ ഹാപ്പി ആകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ രാവിലെ ആയതും നമുക്ക് ഒരിടം വരെ പോകാമെന്ന് ഹീറോയിൻ പറഞ്ഞാല് ഓക്കെ എന്ന് അവരും പറയും. ഞാൻ നിന്റെ റൂമിന് മുമ്പിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞതും ഹീറോയിൻ ഓടി വന്ന് നോക്കിയാല് ഹീറോ ഡോറിനടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നീ കുറെ നേരമായോ വെയിറ്റ് ചെയ്യുന്നു? ഇല്ല, ജസ്റ്റ് ഒരു അരമണിക്കൂർ മാത്രം എന്ന് പറഞ്ഞതും സോ സ്വീറ്റ്, നീ ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടി വന്ന് കവളിൽ ഒരു കിസ് കൊടുത്തിട്ടേ ഉള്ളിലേക്ക് പോയവള് തിരിച്ചു വന്ന് നീയും വായെന്ന് പറഞ്ഞിട്ട് അവനെ വലിച്ചുകൊണ്ടുപോയി. കട്ട് ചെയ്താല് രണ്ടുപേരും ബീച്ചിലാണ് ഉള്ളത്. അപ്പോ ഹീറോയിൻ ചോദിക്കും, കൂടുതൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ടൈം സ്പെൻഡ് ചെയ്യുന്നേ, നിനക്ക് ഗേൾ ഫ്രണ്ടിനെ കിട്ടാനായിട്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്ന് ചോദിച്ചാല് അങ്ങനെയൊന്നും ഇല്ലെന്ന് അവൻ പറയും. ഓക്കെ, നിന്റെ ഫസ്റ്റ് ലവ് എങ്ങനെയായിരുന്നു? സുന്ദരിയായിരുന്നോ? ക്യൂട്ട് സ്മൈലോടെ, ഷേപ്പ് ആൻഡ് ലോങ് ഹെയർ ആയിട്ട് മോഡൽസിനെ പോലെ ആയിരുന്നോ എന്ന് ചോദിച്ചാല് അങ്ങനെയൊന്നുമില്ല. എന്റെ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞ ഹീറോയിനെ തന്നെ നോക്കിയിട്ടേ എന്റെ ഫസ്റ്റ് ലവ് ഷോർട്ട് ഹെയറില് ക്യൂട്ട് ആൻഡ് ഷേപ്പായി, അത്രയൊക്കെ ഉള്ളൂ എന്ന് ഹീറോ പറയും. നിങ്ങൾ കിസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് തീർച്ചയായും എന്ന് ഹീറോ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് അവൾ തള്ളി നീങ്ങിയിരിക്കുകയാണ്. അവൻ അടുത്തേക്ക് വന്നിരുന്നിട്ട് നിനക്ക് ജലസാകുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാല് ഞാൻ എന്തിനു ജലസാകണം? അങ്ങനെയൊന്നുമില്ല, ഞാൻ കേട്ടിരുന്നു അടുത്ത് നീ ഒരു സുന്ദരി പെണ്ണുമായിട്ട് ഡേറ്റിങ്ങിനൊക്കെ പോയത്. ആര്? എപ്പോ? ആരാ നിന്നോട് ഇത് പറഞ്ഞത് എന്ന് ഹീറോ ചോദിക്കും. മറ്റുള്ളവർ പറയുന്നത് കേട്ടു. ഓ, ആ പെണ്ണോ? അതെന്റെ സീനിയറാ. എനിക്ക് ഈ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് ചോദിക്കാനുണ്ടായിരുന്നു, അതാ മീറ്റ് ചെയ്തത്. അപ്പോ അവൾ നിന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല? അയ്യോ അല്ല, നിനക്ക് വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കേ, ഞാൻ പറയാമെന്ന് ഹീറോ പറഞ്ഞതും ഇത് കേട്ട ഹീറോയിനും നീ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കും. അതേ എന്ന് ഹീറോ പറയുവാണ്. ഇത് കേട്ട ഹീറോയിനും ആരെയെന്ന് ചോദിച്ചാല് എന്റെ ഫസ്റ്റ് ലവ് ആണെന്ന് ഹീറോ പറഞ്ഞതും അവൾക്ക് ആകെ വിഷമാകുന്നുണ്ട്. അവള് മുഖം തിരിച്ചു കളയാണ്. പെട്ടെന്ന് ഹീറോ അവളുടെ കവിളിൽ പിടിച്ചിട്ടേ അവൻ എന്നെ തന്നെയാ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഇതിനെന്താ അർത്ഥമെന്ന് ഹീറോയിൻ ചോദിക്കുവാണ്. എന്താ അർത്ഥമെന്നോ? ഞാൻ എത്ര ക്ലിയർ ആയിട്ട് നിനക്ക് പറഞ്ഞു തരുന്നേ, നിനക്ക് അതുപോലും മനസ്സിലാകുന്നില്ലേ? ഞാൻ നിന്നെ എത്ര ലവ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? സത്യമായിട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നന്നായി ആലോചിച്ചാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ ഇത് കണ്ട് തെറ്റായിട്ട് പറയുന്നത്, കാണുന്നത്, ചിന്തിക്കുന്നത് ഒന്നും എനിക്ക് വിഷയമല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, മനസ്സുകൊണ്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും എപ്പോഴും അവസാനം വരെ നിന്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞതും ഞാനും നിന്നെ കുറെ അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കവളിലൊരു കിസ് കൊടുക്കുവാണ് അവള്. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. നൈറ്റ് ഉറക്കമേ വരുന്നില്ല. ഹീറോയിന് കോൾ ചെയ്തിട്ട് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാല് ഞാനും നിന്നെ തന്നെയാ ചിന്തിച്ചുകൊണ്ടിരുന്നേ, നീ അടുത്തില്ലല്ലോ എന്ന് ഫീൽ ചെയ്യുമായിരുന്നു. സാരമില്ല, നാളെ തന്നെ മീറ്റ് ചെയ്യാലോ എന്ന് പറഞ്ഞാല് നാളെയോ? അത് ഒരുപാട് ടൈം എടുക്കില്ലേ? സമയമൊക്കെ വളരെ സ്ലോ ആയിട്ട് പോകുന്ന പോലെയുണ്ട്.
അങ്ങനെയാണോ? എന്നാ വേഗം പോയി കൊടുന്ന് ഉറങ്ങ്, നമുക്ക് ഡ്രീമിൽ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവളും കിടക്കുവാണ്. ഹീറോ അപ്പോൾ അവൾക്ക് മെസ്സേജ് അയക്കും, നാളെ എപ്പോഴാ മീറ്റ് ചെയ്യുന്നത് എന്ന്. ഞാനായിട്ട് വരാം, ഓക്കെ നീ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നാളെ നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ ഫുൾ ലഗേജ് ആയിട്ട് ഹീറോയുടെ അടുത്തേക്ക് അവൾ സന്തോഷത്തോടെ ഓടി വരുവാണ്. വന്ന് നോക്കുമ്പോഴാണ് അവനെ കാണുന്നേയില്ല. റൂമിൽ അവന്റെ തിങ്സ് പോലും കാണുന്നില്ല. മൊത്തത്തിലെല്ലാം എടുത്തുകൊണ്ട് അവൻ എങ്ങോട്ടോ പോയി എന്നാ തോന്നുന്നത്. ഇവള് കൊടുത്ത സ്റ്റിക്കർ മാത്രം അവിടെയുണ്ട്. അപ്പോൾ ഫാങ് വന്നിട്ട് ഗുവിന് എന്താ പറ്റിയെന്ന് അറിയില്ല, പെട്ടെന്ന് അവൻ എല്ലാം എടുത്തിട്ട് റേസിംഗ് ടീം വിട്ടിട്ടേ അവൻ പോയി. എന്താ റീസൺ എന്താ അറിയില്ലെന്ന് പറഞ്ഞതും ഹീറോയിനാകെ ഷോക്ക് ആകുന്നുണ്ട്. നൈറ്റ് വരെ എന്നോട് നന്നായിട്ടാണല്ലോ സംസാരിച്ചത്, അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് ഫാങ് പറയാൻ വരുന്നത് എന്താണെന്ന് പോലും കേൾക്കാതെ അവൾ ഓടുവാണ്. അവൻ എന്താ പോയതെന്ന് സൂവിനും ഒരു ഐഡിയ ഇല്ല. കുറച്ച് നാളിനുള്ളിൽ റേസിംഗ് സ്റ്റാർട്ടാകാൻ പോകുന്നു, ഇവൻ അങ്ങനെ പോയി കളഞ്ഞല്ലോ എന്ന് സൂവിനും നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ അവന്റെ എല്ലാ തിങ്സും എടുത്ത് ഞാൻ കൊടുത്ത സ്റ്റിക്കർ മാത്രം വിട്ടിട്ട് പോയെങ്കിൽ അവൻ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന അർത്ഥം. അവനൊന്നും മിണ്ടാതെ വിട്ടിട്ട് പോയി. എന്താ അവൻ പെട്ടെന്ന് ഇങ്ങനെ മാറിയത്? നൈറ്റ് വരെ നന്നായിട്ടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞ് ഹീറോയിൻ സഹിക്കാൻ പറ്റാതെ കരയാണ്. ഇതെല്ലാം ഹീറോ മാറി നിന്ന് കേൾക്കുന്നുണ്ട്. സത്യത്തില് ഇന്നലെ രാത്രി നമ്മുടെ ഹീറോയിൻ ഒന്നിച്ചുള്ള ഫോട്ടോസ് എല്ലാം ആരോ ഇവന് സെൻഡ് ചെയ്തിട്ട് നീ റേസിംഗ് ടീമിൽ നിന്ന് വിട്ടു പോയില്ലെങ്കിൽ ഈ ഫോട്ടോ എല്ലാം പബ്ലിഷ് ആക്കി വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചേട്ടനാണ് ഇതൊക്കെ ചെയ്തത്, പക്ഷെ അവൻ ഇതറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഹീറോയിനെ വിട്ടു പോകണമെന്ന് അവൻ തീരുമാനിച്ചത്. ഞാൻ കാരണം നിനക്ക് യാതൊരു ചീത്ത പേരും ഉണ്ടാകാൻ പാടില്ല. ഞാനിപ്പോ പോയാൽ മാത്രമേ നീ സേഫ് ആയിട്ടിരിക്കൂ. അതുകൊണ്ട് ഞാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. എന്നോട് ക്ഷമിക്കുന്നാനെന്ന് പറഞ്ഞിട്ട് അവൻ പോയി. കുറച്ചു ദിവസത്തിനുള്ളില് സൂവും ഹീറോയെ മീറ്റ് ചെയ്ത് ഇനി നീ പറ, ഏത് ടീം നിനക്ക് എന്ത് തന്നിട്ടാ നീ അങ്ങോട്ടേക്ക് പോയതെന്ന് ചോദിച്ചാല് എനിക്കാരും ഒന്നും തന്നിട്ടില്ലെന്ന് ഹീറോ പറയും. കള്ളം പറഞ്ഞ് ഞങ്ങളെ മണ്ടന്മാരാക്കാൻ നോക്കണ്ട, സത്യം പറയൂ എന്ന് ദേഷ്യത്തിൽ അവള് ചോദിച്ചാല് ഷെന്നാനു വേണ്ടിയാണോ പോയതെന്ന് ഫാങ് ചോദിക്കുവാണ്. ഹീറോ അപ്പോൾ ഹീറോയിൻ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോസ് ഇല്ലേ, അത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാരാ എടുത്തതെന്ന് ചോദിച്ചാല് ആരാണെന്ന് എനിക്ക് അറിയില്ലെന്ന് അവൻ പറയും. ഇവര് രണ്ടുപേരും ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്നത് ഫോട്ടോയിൽ കണ്ടത് ഫാങ് ആകെ അപ്സെറ്റ് ആകുന്നുണ്ട്. ഷെന്നാൻ ഒരു നല്ല റേസറാണ്, അവന് നല്ലൊരു കരിയർ ഉണ്ട്. ഞാൻ കാരണം അത് തകർന്നു പോകാനും പാടില്ല, എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ അവന്റെ തീരുമാനം പ്രസ് കോൺഫറൻസ് വിളിച്ച് മൊത്തത്തിൽ ടീം വിട്ടു പോകാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്യാൻ നിന്നാല് എല്ലാവരും തിരിച്ചിവനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ തീരുമാനത്തിലേക്ക് വരാൻ എന്താണ് കാരണം? നിങ്ങൾക്ക് മെന്റലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലാതെ ഫിസിക്കലി എന്തെങ്കിലും ഉണ്ടോ? അതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയാണോ പോകുന്നത്? എന്താണ് കാരണമെന്ന് നിങ്ങളത് വ്യക്തമാക്കി പറയണോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അതില് ചേട്ടൻ അറേഞ്ച് ചെയ്തവള് നിങ്ങൾക്കും ചാമ്പ്യൻഷിപ്പില് സെക്കൻഡ് ആയിട്ട് വരുന്ന ഫേമസ് ആയ റേസർക്കും റൊമാൻറ്റിക് ആയ റിലേഷൻഷിപ്പ് ആണ് ഉള്ളതെന്ന് ഒരു റൂമേഴ്സ് കേട്ടല്ലോ, അതൊക്കെ സത്യമാണോ? അതുകൊണ്ടാണോ നിങ്ങൾ ഇപ്പോൾ ടീം വിട്ട് പോകുന്നതെന്ന് ചോദിച്ചാല് എല്ലാവരും ഇത് കേട്ട് ഷോക്ക് ആക്കുന്നുണ്ട്. എന്ത് ഇവര് പറയുന്നത് സത്യമാണോ എന്ന് എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഹീറോയ്ക്ക് മറുപടിയേ ഇല്ല. ആകെ പേടിച്ചു പോയി നിന്നതും ദാറ്റ് മൊമെന്റില് അതെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും വരുന്നുണ്ട്, അതും ഗേൾസിന്റെ ഡ്രസ്സില്. ഹീറോയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഷെന്നാനിന്റെ ട്വിൻ സിസ്റ്റർ ആണ് ഞാൻ, എന്റെ പേര് ഷെൻഹി. എന്റെ ബ്രദറിന് ഒരു ആക്സിഡന്റിലെ ഇഞ്ചുറി ആയതുകൊണ്ടാണ് അവന് പകരം ഞാൻ ഈ ടീമിലേക്ക് കയറിയത്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഷെന്നാനല്ല ഷെന്നിയാണെന്ന് പറഞ്ഞ് അവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി. ഇത് ടീമിന് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതി ടീമിൽ ജോയിൻ ചെയ്യാമെന്ന് സൈൻ ചെയ്തത് ഷെന്നാനാണ്. പക്ഷെ അവന്റെ അനിയത്തിക്ക് ഒരു റേസർ ആകണോ എന്നത് ഒരു ഡ്രീം ആയതുകൊണ്ട് അവൻ തന്നെയാണ് ജോയിൻ ചെയ്യിപ്പിച്ചതെന്ന് അവൾ കള്ളം പറയും. ഇത് കേട്ട് ഓക്കെ എല്ലാവരും കൺവിൻസ് ആകുന്നുണ്ട്. ഒരു പെൺകുട്ടി അവളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓക്കെ വെരി ഗുഡ് എന്ന പോലെ എല്ലാവരും പറഞ്ഞിട്ട് പോകും. ഇതൊക്കെ കേട്ട് ഹീറോ ആകെ തകർന്നു പോകുന്നുണ്ട്. അപ്പോ ഇവിടെ എല്ലാവർക്കും അറിയാം അവൾ ഒരു പെണ്ണാണെന്ന്. എന്നെ ഒഴിച്ച് ടീമിലുള്ള എല്ലാവർക്കും ഇതറിയാം. എല്ലാവർക്കും ഞാൻ ഒരു കളിപ്പാട്ടം ആയിരുന്നല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടായി അവൻ ഇറങ്ങിപ്പോയി. ദേഷ്യത്തില് അവർ ഒരേപോലെ ബ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങിയിട്ടിരുന്നില്ലേ, അതൊക്കെ വലിച്ചു പറിച്ച് മാറ്റിയിട്ട് ഹീറോ കാർ എടുത്ത് പോകുവാണ്. പിന്നാലെ ഹീറോയിൻ ഓടി വരുന്നുണ്ടെങ്കിലും അവൻ നിൽക്കുന്നില്ല. ഇവിടെ അവൻ കളഞ്ഞിട്ട് പോയ ബ്രേസ്ലെറ്റ് അവൾക്ക് കയ്യിൽ കിട്ടുന്നുണ്ട്. ഇത് കണ്ട് അവൾക്ക് ഒരുപാട് വിഷമാകുകയാണ്. അതോർത്ത് അവള് സാഡ് ആയിട്ടിരിക്കുമ്പോ പോയ ഹീറോ കാറുമായിട്ട് തിരികെ വരുന്നുണ്ട്. നേരെ ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്ന് കരയേണ്ട അടുത്ത് നിൽക്കുന്നത് ഞാനാണ്, നീ എന്തിനാ കരയുന്നത്? ഇപ്പൊ നീ ഷെന്നി, നമ്മൾ എത്ര നാള് കൂടെ ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാൻ തോന്നിയില്ല. എന്നെ അത്രയ്ക്ക് മണ്ടനായിട്ടാണോ നീ കരുതിയിരുന്നേ? ഫീലിങ്സ് എന്താണെന്ന് നിനക്കറിയാമോ?
ഞാൻ വേദനിക്കുന്നത് കാണാൻ വേണ്ടിയല്ലേ നിന്റെ ആഗ്രഹം. ഇപ്പോ നിനക്ക് സമാധാനായില്ലേ? ഇപ്പോ നിനക്ക് സന്തോഷായോന്ന് ഇവൻ വായിൽ വരുന്നതൊക്കെ ഇമോഷണൽ ആയിട്ട് പറഞ്ഞതും ഗു നിർത്ത്, നീ എന്തൊക്കെയാ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ഹീറോയിൻ പറയാണ്. നിനക്കൊന്നും അറിയില്ലല്ലോ. ഈ ഒരു രഹസ്യം പോലും എന്നോട് പറയാൻ പറ്റാത്ത വിധത്തില് ഞാൻ വിശ്വാസമില്ലാത്തവനായിട്ടാണോ നീ കണ്ടിരിക്കുന്നേ? എന്നിട്ടാണോ നീ ഇത്രയും നാൾ എന്റെ കൂടെ നിന്ന് എന്ന് ചോദിച്ചാല് അങ്ങനെയൊന്നും ഇല്ലെന്ന് അവള് പറയാണ്. പക്ഷെ പെട്ടെന്ന് അവളെ അവൻ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാൻ തുടങ്ങി. അവനെ പിടിച്ച് മാറ്റി അവള് നീ എന്താ ചെയ്യുന്നേ ഗു എന്ന് ഒച്ചയെടുക്കാൻ തുടങ്ങിയതും എന്താ ചെയ്യുന്നതെന്നോ, നിന്നെ പോലെ പ്ലേ ചെയ്യുക, എന്താ നീ പേടിച്ചു പോയോ? നിനക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ ഇങ്ങനെ കള്ളക്കണ്ണീർ ആദ്യം നിർത്ത്, എനിക്ക് കാണാനേ ഇറിറ്റേറ്റ് ആകുന്നുണ്ട്. ഇപ്പൊ നിന്നെ ഈ വേഷത്തിൽ കാണുന്നത് എനിക്ക് ഇറിറ്റേറ്റ് ആകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോയി. ഇതൊക്കെ അവൻ പറഞ്ഞിട്ട് പോയത് ഓർത്തോർത്ത് അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. അവിടേക്ക് ഇത് കണ്ടുവരുന്ന ഫാങ്ങിനും ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇനി കുറച്ചു നാളിനുള്ളിൽ റേസിംഗ് സ്റ്റാർട്ട് ആകാൻ പോകുവാണ്. ഇവൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അവൻ വരുവോ ഇല്ലയോ എന്ന് സൂയിന് ടെൻഷൻ ആകാൻ തുടങ്ങി. ഇല്ല സു, റേസ് അവന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും അവൻ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഈ മാച്ച് നീ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാല് അവൻ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് കാർ എടുത്തിട്ട് പോയി. ഇവിടെ ഫാങ് ലാസ്റ്റ് ഹീറോയുമായിട്ട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അവർ രണ്ടുപേരും ബീച്ചിനടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു നീ വഴക്കിടാൻ വേണ്ടിയാണ് വിളിക്കുന്നത് എന്ന്. വഴക്കിടാൻ മാത്രമേ വിളിക്കാവൂ, ഒന്നിച്ചിരുന്ന് കുടിക്കാൻ വിളിച്ചൂടെ? ഓ, ഇനി നിനക്ക് എന്റെ കൂടെ ഇരുന്ന് കുടിക്കണോ അതോ ഷെനിയുടെ കൂടെ ഇരുന്ന് കുടിക്കണോ എന്ന് ചോദിച്ചാല് ഷെനിയോ? അതാരാ? എനിക്കറിയില്ല. അത് ഞാൻ കേട്ട് പഴകാത്ത ഒരു പേരാണെന്ന് അവൻ പറയും. അപ്പോ ഫാങ് പറയാണ്, ഡാ, എനിക്കും സൂയിനും ഇത് മുൻപേ തന്നെ അറിയാം. നിന്നോട് പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ടാ പറയാതിരുന്നേ. ഇപ്പോ വളരെ അടുത്താണ് ചുവാൻ ഇതൊക്കെ അറിഞ്ഞതെന്ന് അവൻ പറയുന്നത് സൈലന്റ് ആയിട്ട് ഹീറോ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോ ഫാങ് പറഞ്ഞു തുടങ്ങുവാണ്, കുറെ നാളുകളായിട്ട് എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. പക്ഷെ അവളോട് ഇത് തുറന്നു പറയാൻ എനിക്ക് തീരെ പറ്റുന്നില്ല. അങ്ങനെ ഈ സമയങ്ങളിൽ അവൾ വേറെ ഒരു പയ്യനായിട്ട് കുറച്ച് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അവനോട് എനിക്ക് ജലസ് തോന്നാറുണ്ട്, അപ്സെറ്റും ആകാറുണ്ട്. പക്ഷെ ആ പയ്യൻ കാരണം അവള് ഇപ്പൊ ഹേർട്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അത് കണ്ടിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഒരു ഫ്രണ്ടായി കൂടെ മാത്രം നിൽക്കാനേ എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ. ശനിയെ കുറിച്ചാണോ പറയുന്നതെന്ന് ചോദിച്ചാല് അതെ, എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളെ ആദ്യം കണ്ടത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തോ എനിക്ക് അവളോട് അത് തുറന്നു പറയണമെന്നുണ്ടെന്ന് പറഞ്ഞതും ഹീറോ അവനൊരുമാതിരി നോക്കാൻ തുടങ്ങിയതും എന്താ ഞാൻ അവളെ തട്ടിയെടുക്കുമെന്നാണോ നീ വിചാരിക്കുന്നത്? ഞാൻ നിന്നെ വാൺ ചെയ്യാണ് ഗുച്ചാൻ. നീ കുറച്ച് അവളെ വിട്ടു പോയാല് നിനക്ക് മൊത്തത്തിൽ അവള് നഷ്ടാകും. ഇനി അത് പറഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറയരുത്. ഇത് കേട്ടത് ഹീറോ, ഇത്രയും നീ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നില്ലേ? അവളൊരു പെണ്ണാണെന്ന് മുന്നേ പറയാറുന്നില്ലേ? ഞാൻ അവളെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും എത്ര നാൾ ഒന്നിച്ചുണ്ടായിരുന്നു. ആദ്യം എനിക്ക് അവളെ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങളാരും അത് എന്നോട് പറഞ്ഞേയില്ല. ഞാനൊരു ടീമേറ്റ് മാത്രമായിട്ട് അവളെ കാണണമെന്നാ വിചാരിച്ചേ. പക്ഷെ അവളെ എപ്പോഴും മുതലാണ് ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ്. ഷെനിയാൻ രണ്ടുപേരിലും ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണെന്ന് അവൻ സാഡ് ആയിട്ട് പറയാൻ തുടങ്ങിയതും ഇപ്പൊ എന്തിനാ നീ ഇത്ര കൺഫ്യൂസ്ഡ് ആകുന്നേ? അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. അവനായിരുന്ന ടൈമില് നീ ആഗ്രഹിച്ചിരുന്നില്ലേ അവനൊരു പെണ്ണായിരുന്നെങ്കിലെന്ന്? ഇനി അഥവാ അവള് നിന്നെ വിട്ട് മൊത്തത്തിൽ പോയി കഴിഞ്ഞാല് നിനക്ക് അവളില്ലാതെ ഇരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ ചോദ്യം നിന്നോട് തന്നെ നീ ചോദിച്ചു നോക്ക്. ഒരു ബ്രദറായിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാം, പക്ഷെ ഒരു ഓപ്പണന്റ് ആയിട്ട് എനിക്ക് പറ്റില്ല. ഞാൻ അവളെ ലവ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ അവളോട് തുറന്നു പറയാൻ പോകുവാണ്. തീരുമാനം എന്താണെങ്കിലും അവള് തന്നെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുവാണ്. നെക്സ്റ്റ് കട്ട് ചെയ്താല് ഫാങ് ഹീറോയിനെ ഡേറ്റിനൊക്കെ വിളിച്ചിട്ട് ഷിനി, ഞാൻ നിന്നോട് കുറെ നാളുകളായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നു. അതെന്താന്ന് വെച്ചാല് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വളരെയധികം ഇഷ്ടമാണ്. നീ പെണ്ണാണെന്ന് അറിഞ്ഞത് മുതൽ എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രപ്പോസും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിനും ഫാങ് വളരെ താങ്ക്സ്, തുറന്നു പറഞ്ഞതിന് വളരെ നന്ദി. പക്ഷെ നിനക്കെല്ലാം അറിയാലോ, എനിക്കറിയാം നിനക്ക് ഗുയിനാണ് ഇഷ്ടമെന്ന്. എന്നാലും എന്റെ ഫീലിങ്സ് ഞാൻ തുറന്നു പറയണമല്ലോ. നിന്റെ അടുത്ത് നിന്ന് യാതൊരു ഹോപ്പും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നീ ഹാപ്പി ആയിരിക്കണം. നീ ഹാപ്പി ആയാല് ഞാനും ഹാപ്പി എന്ന് പറഞ്ഞിട്ടേ രണ്ടുപേരും സന്തോഷത്തോടെ ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങുവാണ്. നീ നിന്നെ തന്നെ ഒരുപാട് സാഡാക്കി വെക്കണ്ട. നീ തെറ്റ് ചെയ്തെങ്കില് നേരിട്ട് അവനോട് പോയി സോറി പറയും. ഇനി അവൻ മാപ്പ് തന്നില്ലെങ്കില് ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പോയിട്ട് വായെന്ന് അവളെ പറഞ്ഞയക്കുവാണ്. ഇവിടെ നമ്മുടെ ഹീറോയെ കാണിച്ചാല് ഹീറോയിന്റെ കൂടെയുള്ള നല്ല മൊമെന്റ്സ് ഒക്കെ ഓർത്തോർത്ത് വളരെ സാഡ് ആയിട്ട് അവൻ നടന്നു വരുമായിരിക്കും. ഇവിടെ ഹീറോയിനും അവനെ തന്നെ ആലോചിച്ചാണ് കരഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പൊ ഹീറോ, നീ ഒരു പെണ്ണായിരുന്നെങ്കിലെന്ന് ഞാൻ നിറയെ തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. ആഗ്രഹം എന്റെ സാധിച്ചു കിട്ടി. പക്ഷേ നീ എന്നോട് കള്ളം പറഞ്ഞതാണ് എനിക്ക് ദേഷ്യം വന്നത് ഹീറോ സാഡായിട്ട് ഓർക്കുവാണ്. നേരെ ഹീറോ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി ആ ബ്രേസ്ലെറ്റ് തപ്പുന്നുണ്ട്. ദേഷ്യത്തില് വലിച്ചെറിഞ്ഞതാണെങ്കിലും അവനത് വിട്ടുകളയാൻ പറ്റുന്നില്ല. ഇവിടെ ഹീറോയിൻ രണ്ടുപേരും ഹോട്ട്പോട്ട് കടയിൽ വന്ന് ഡ്രിങ്ക് ഒക്കെ ചെയ്ത് ഡേറ്റ് ചെയ്തിരുന്നല്ലോ. അവൻ അവളെ പ്രപ്പോസ് ചെയ്തത് ഇപ്പൊ നീ എന്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാകാതെ പോയല്ലോ എന്ന് ദേഷ്യത്തിൽ സംസാരിച്ചത് എല്ലാം ഓർത്ത് കരയുവാണ്. ബ്രേസ്ലെറ്റ് ഹീറോയ്ക്ക് കിട്ടിയില്ല. ശരിക്കും ഞാൻ ആ ബ്രേസ്ലെറ്റ് നഷ്ടപ്പെടുത്തിയോ എന്ന് ഹീറോയ്ക്ക് വളരെ സങ്കടം
ആകുന്നുണ്ട്. ആ ബ്രേസ്ലെറ്റ് നമ്മുടെ ഹീറോയിൻ എടുത്ത് വെച്ചിട്ടുണ്ടാകും. ഞാൻ ഒരുപാട് നിന്നെ മിസ് ചെയ്യുന്നുണ്ട് ഗു. നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അതേപോലെ വിട്ടുപോകാനും സമ്മതിക്കില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, അതൊക്കെ ഞാൻ മറക്കാം. നിന്റെ കൂടെ ഉണ്ടാവണം, നിന്റെ കൂടെ അവസാനം വരെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടേ ഫീൽ ചെയ്യുന്നുണ്ട് അവൾ വളരെ സാഡായിട്ട്. നെക്സ്റ്റ് ഡേ സൂവിനെ കോൾ ചെയ്ത് ഒരു ഹെൽപ്പ് വേണമെന്ന് അവൾ പറയാണ്. കട്ട് ചെയ്താല് ഒരിടത്ത് ഹീറോ തനിയെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവൻ ഹീറോയിനോട് വളരെ ഹാർഷായിട്ട് സംസാരിച്ചല്ലോ, അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കൂടി ക്ഷമിക്കില്ലായിരുന്നു. ഇനി അവൾക്ക് എന്നോട് അത്രയ്ക്ക് ദേഷ്യം തോന്നി കാണുമോ എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആകുന്നുണ്ട്. ഹീറോ ഇത് എന്തായെന്ന് നോക്കുമ്പോഴേക്കും ദൂരത്ത് നിന്നൊരു ലൈറ്റ് വരുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയിൻ ആയിരിക്കും. അവള് വന്നതും ഡേറ്റിന് വേണ്ടി അവൾ ഓർഡർ ചെയ്ത ഫുഡുകളൊക്കെ വരുന്നുണ്ട്. ഹീറോയിൻ അവനോട് പറയാണ്, എന്നോട് ക്ഷമിക്കൂ, ഞാനൊരു പെണ്ണാണെന്ന് ആദ്യം തന്നെ നിന്നോട് പറയണമായിരുന്നു. എന്നോട് ക്ഷമിക്ക്. പാർക്കിംഗ് ലോട്ടില് നിന്റെ ബ്രേസ്ലെറ്റ് എനിക്ക് കിട്ടി. ആ പൊട്ടിപ്പോയ ബ്രേസ്ലെറ്റ് പോലെ നമ്മളും ഒരുമിക്കാതെ പോകൂ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാനത് ശരിയാക്കി. നമ്മുടെ റിലേഷൻഷിപ്പും ഇതുപോലെ എനിക്ക് ശരിയാക്കണം. പുതിയതായി സ്റ്റാർട്ട് ചെയ്യാനും ഒരു ചാൻസ് ഉണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നു. നീ ഇത് വാങ്ങിക്കെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലേക്ക് അത് കൊടുക്കുന്നുണ്ട്. അവള് ബ്രേസ്ലെറ്റ് കൊടുത്തതും അവനും വാങ്ങുന്നുണ്ട്. അതേപോലെ ഈ ലെറ്ററും വാങ്ങിക്കോ. നിനക്ക് എപ്പോ തോന്നുന്നോ അപ്പോ തുറന്നു വായിക്കി. അതിനുശേഷം എനിക്ക് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നീ എന്നെ വെറുത്താലും വേണ്ട എന്ന് പറഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവള് തിരിയുവാണ്. പെട്ടെന്നതാ അവൻ അത് ഓപ്പൺ ചെയ്ത് വായിക്കാൻ തുടങ്ങി ഉറക്കെ. ഹീറോയിൻ ആകെ ഷോക്ക് ആകുന്നുണ്ട്. അവള് വളരെ ഇമോഷണൽ ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഉറക്കി വായിക്കാൻ തുടങ്ങിയതും അവൾക്ക് ആകെ നാണക്കേടായി. ഗു, ഇത് ഞാൻ ഫീൽ ചെയ്ത് എഴുതിയതാണ്, എന്റെ മനസ്സാണെന്നൊക്കെ അവൻ വായിക്കാൻ തുടങ്ങിയതും ഗു മതി മതി പ്ലീസ് നിർത്ത് എന്ന് അവള് തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഹീറോ കൊടുക്കുന്നില്ല. പെട്ടെന്ന് ഹീറോ അവളെ ഹഗ് ചെയ്തിട്ട്, സോറി ഷെനി, ഇത് എന്റെ തെറ്റാണ്. നിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി, സോറി. ഇത് കേൾക്കാൻ വേണ്ടിയാണല്ലോ ഹീറോയിനും വെയിറ്റ് ചെയ്തത്. ഷെനി പ്ലീസ് എന്നോട് നീ ക്ഷമിക്കോ എന്ന് ചോദിച്ചാല് ക്ഷമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വളരെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വഴിയെ രണ്ടുപേരുടെയും പിണക്കൊക്കെ മാറി ഒന്നിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ഹീറോ അവൾക്കൊരു ഡ്രിങ്ക് കുടിക്കാൻ കൊടുത്തിട്ട് അവളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നതും, എന്താ നീ ചിരിക്കുന്നേ, ഇതെങ്ങനെ ഉണ്ടാക്കിയത്, വളരെ സ്വീറ്റ് ആയിട്ടുണ്ടല്ലോ എന്ന് ഹീറോയിൻ ചോദിക്കും. നിനക്ക് കോൾഡ് ഡ്രിങ്ക്സ് ഇഷ്ടല്ലേ, അത് ഹെൽത്തിന് നല്ലതാണ്, അതുകൊണ്ടാണ് ഉണ്ടാക്കി തന്നതെന്ന് ഹീറോ പറയാണ്. പെട്ടെന്ന് ഹീറോയിൻ അവനെ കിസ് ചെയ്തിട്ട് മധുരം ഉണ്ടോ എന്ന് ചോദിച്ചാല് വളരെ സ്വീറ്റ് ആയിട്ടുണ്ടെന്ന് പറയും. ശരി, അങ്ങനെയാണെങ്കിൽ നിനക്കത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെയിലിയും നിനക്കത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് രണ്ടുപേരും ഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചൂരാനും നമ്മുടെ സൂവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഷേ, രണ്ടുപേരും എന്ത് സന്തോഷത്തിലാണുള്ളത് നോക്ക്, എന്റെ ലവ് എപ്പോഴാണോ പൂക്കാൻ പോകുന്നത് എന്ന് ഒരുമാതിരി സാഡ് ആയിട്ട് ചൂരാൻ പറഞ്ഞതും, ലവ് ഒക്കെ വരും, അതിനെ കുറിച്ച് പേഷ്യന്റ് ആയിട്ടിരിക്കെ, അവളെ നീ നല്ല പോലെ കെയർ ചെയ്യണം. അങ്ങനെ ആ പൂവ് പൂക്കാൻ വെള്ളവും വേണം, സൂര്യപ്രകാശവും വേണം, കൂടെ എനർജിയും വേണം എന്ന് പറഞ്ഞിട്ട് അവള് പോയതും, ഹേ നീ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചിട്ട് ചൂരാനും പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ അവരും ഒരു വിധത്തിൽ സെറ്റ് ആയെന്നാ തോന്നുന്നത്. കട്ട് ചെയ്താല് ഇവിടെ ഹീറോയുടെ ചേട്ടനെ കാണിച്ചാല് അവര് ഹോസ്പിറ്റലാണ് ഉള്ളത്. മുത്തശ്ശന് അസുഖം കൂടി. ചേട്ടൻ ഞാൻ ഉദ്ദേശിച്ച പോലെ നടക്കാൻ പോകുന്നെന്ന സന്തോഷത്തിൽ ഇരിക്കുമ്പോ ഹീറോ അവിടേക്ക് ഓടി വരുന്നുണ്ട്. മുത്തശ്ശന്റെ വേലക്കാരി പെണ്ണിനെ ഇതെല്ലാം അറിയാമായിരുന്നല്ലോ. സോറി സാർ, അവർക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. പക്ഷെ മുത്തശ്ശന്റെ പെർമിഷൻ ഇല്ലാതെ എനിക്കത് പറയാൻ പറ്റിയില്ല എന്ന് അവർ മാപ്പ് പറയാണ്. അപ്പൊ ചേട്ടൻ എഴുന്നേറ്റ് വന്ന്, നല്ലൊരു ഡോക്ടറെയാണ് ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊന്നും സംഭവിക്കില്ല, പേടിക്കാതിരിക്കെ. എനിക്ക് ഇപ്പോ ഓഫീസിൽ ചില വർക്കുണ്ട്, പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഓഫീസിലേക്ക് വന്നിട്ട് ഒരു മീറ്റിംഗ് വെക്കുവാണ്. മുത്തശ്ശന് തീരെ വയ്യെന്ന് പറഞ്ഞ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അവൻ. എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞാല് ഇവന്റെ ആളുകള് അതെ അതെ ഷെന്നിനെ തന്നെ ചെയർമാൻ ആക്കണോ എന്ന് പറയാണ്. അപ്പൊ മറ്റുള്ളവര്, അതെങ്ങനെ ശരിയാകും, ചെയർമാൻ അസുഖം വന്ന് ഹോസ്പിറ്റലായി എന്നുള്ളത് സത്യമാണ്, പക്ഷെ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ തീരുമാനിക്കുന്നത് ശരിയാണോ, ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം എന്ന് പറഞ്ഞാല് എന്റെ മുത്തശ്ശന് തീരെ വയ്യ, അവര് തിരികെ വരുന്നത് തീരെ കഷ്ടമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. എന്റെ മുത്തശ്ശന് ഗോവിനെ ചെയർമാൻ ആക്കണമെന്നാണ് ആഗ്രഹം. അവരില്ലാത്ത ടൈമിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാല്, അഥവാ അവര് തിരിച്ചു വന്നു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ ചെയ്താലോ എന്നല്ലേ പേടിക്കുന്നത്. എന്റെ അനിയന് റേസിംഗിലാണ് ഇൻട്രസ്റ്റ്. അത് മാത്രമല്ല, അവന് നമ്മുടെ എതിർ ടീമിന്റെ കൂടെയാണുള്ളത്. ഇനി അവൻ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇനി ഞാനാണെങ്കില് ഈ കമ്പനിക്ക് വേണ്ടി എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതുകൊണ്ട് നിങ്ങൾ എന്നെ തന്നെ ചൂസ് ചെയ്യണമെന്ന് ചേട്ടൻ സ്പീച്ചുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഹീറോയിൻ ഇവിടെ ഹീറോയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീറോ വന്നതും മുത്തശ്ശന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാല് അവര് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാണുള്ളത്, ഇനിയും കോമയിൽ നിന്ന് ഉണർന്നിട്ടില്ല.
ഈ ന്യൂസ് കമ്പനിയിൽ സ്പ്രെഡ് ആയി കഴിഞ്ഞു. സോ നാളെ തന്നെ ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ച് ഒരു ചെയർമാനെ സെലക്ട് ചെയ്യാൻ പോകുവാണ് അവര്. മുത്തശ്ശന് വേണ്ടി ഞാൻ അവിടെ പോയേ പറ്റൂ എന്ന് ഹീറോ വളരെ സാഡായിട്ട് പറയുമായിരിക്കും. പ്രസ് കോൺഫറൻസ് നീ നോക്കിക്കോളുമല്ലോ. തീർച്ചയായിട്ടും അത് ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. വളരെ താങ്ക്സ് എന്ന് പറഞ്ഞ് ഹീറോ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കൂ ഷെനി, റേസിന് മുമ്പ് ഞാൻ വന്നില്ലെങ്കിലോ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ എനിക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യരുത്. നീ റേസ് ചെയ്ത് വിൻ ചെയ്തിരിക്കണം. നീ വിൻ ചെയ്താല് ഞാൻ വിൻ ചെയ്ത പോലെയാണ്. ഞാൻ ഇല്ലെന്ന് കരുതി നീ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. നീ നിന്റെ ഡ്രീംസ് വിട്ട് കളയരുത്. പിന്നെ അതിനെക്കുറിച്ചോർത്ത് റിഗ്രറ്റ് ചെയ്യാനുള്ള അവസരവും വരുത്തി വെക്കരുത് എന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഹീറോ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ പ്രസ് കോൺഫറൻസിലാണ് കാണിക്കുന്നത്. ഹീറോയിൻ മാത്രമായതുകൊണ്ട് അവളോടാണ് എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആണിന്റെ വേഷത്തിൽ വന്നത് ഹൈപ്പിന് വേണ്ടി മാത്രമാണോ? ഒരു ഫീമെയിൽ റേസറായി വന്നാല് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ കഴിയുമായിരുന്നോ? നിങ്ങൾക്കും ഗൂവിനും ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഉള്ളതെന്ന് മറിച്ചും തിരിച്ചും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങുവാണ്. ഇത് കേട്ട ഹീറോയിനും ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഹൈപ്പിന് വേണ്ടിയല്ല ഈ ടീമിൽ വന്ന് ജോയിൻ ചെയ്തത്. റേസിംഗ് എന്റെ ഡ്രീമാണ്. അത് എന്റെ കഴിവ് കൊണ്ട് മാത്രമേ ഞാൻ ജയിച്ചു കാണിക്കൂ. പിന്നെ പെണ്ണിനെ കൊണ്ട് ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചല്ലോ, അതിനുള്ള മറുപടി ഞാൻ നാളെ റേസിംഗ് ട്രാക്കിൽ കാണിച്ചു തരാം. പെണ്ണിനെ കൊണ്ട് മാത്രമല്ല ആർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. കഴിവും വിശ്വാസവും ഉണ്ടായാൽ മാത്രം മതി. അതാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പറയുവാണ്. ഇതിൽ എല്ലാവരും ഇംപ്രസ് ആകുന്നുണ്ട്. എല്ലാവരും അവൾക്ക് വേണ്ടി ചീറ് ചെയ്യുവാണ്. അപ്പോൾ ഹീറോയിൻ സ്ലോ മോഷനിൽ നടന്ന് പുറത്തേക്ക് പോകും. അതേസമയം ഇവിടെ ബോർഡ് മീറ്റിംഗിൽ വെച്ച് ചേട്ടനെ അടുത്ത ചെയർമാൻ ആകാനുള്ള വഴികളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാ തോന്നുന്നേ. എന്റെ വോട്ട് ഷെന്നിനാണെന്ന് പറഞ്ഞ് എല്ലാവരും കൈ പൊക്കുന്നുണ്ട്. അപ്പോ കറക്റ്റ് ആയിട്ട് ഹീറോ അവിടേക്ക് എൻട്രി കൊടുക്കുവാണ്. വാ മോനെ വാ, എന്റെ ഈ വലിയ മൊമെന്റില് നീയും വേണമെന്ന് പറഞ്ഞ് വിളിച്ചതും ആരും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോ പുറകില് മുത്തശ്ശൻ വരുന്നുണ്ട്. എല്ലാവരും അവരെ കണ്ട് വളരെ ഷോക്കാകുവാണ്. മുത്തശ്ശൻ വന്നതും പുറത്തേക്ക് എല്ലാവരെയും പറഞ്ഞയക്കും. എനിക്ക് മുത്തശ്ശനുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ചേട്ടൻ ഹീറോയെയും പറഞ്ഞയക്കുന്നുണ്ട്. ശരി, ഇനി നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ നീ പറയെന്ന് മുത്തശ്ശൻ പറയുവാണ്. ചെറിയ വയസ്സ് മുതൽ ഓരോ സ്റ്റെപ്പും നിങ്ങൾ പറയുന്ന പോലെ തന്നെയല്ലേ ഞാൻ എടുത്തു വെച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ വാക്ക് മറികടന്ന് എന്തെങ്കിലും ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തത് മുതൽ എത്ര ഹാർഡ് വർക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാവർക്കും അറിയാം, പക്ഷെ നിങ്ങൾക്ക് മാത്രം ഒഴികെ. ഗൂച്ചാൻ അവനെ ഇഷ്ടമുള്ള പോലെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവന്റെ സർനെയിം ഗൂ ആയതുകൊണ്ട്. എനിക്ക് ആ സർനെയിം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും എത്ര കഴിവ് എനിക്ക് ഉണ്ടെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നാൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയാതെ പോയി. മുത്തശ്ശ, നിങ്ങൾക്കറിയാം എന്റെ സർനെയിം ഗു എന്നാണെന്ന്. ഞാനാണ് നിങ്ങളുടെ ആദ്യത്തെ കൊച്ചുമകനെന്ന്. ഇതെല്ലാം സൈലന്റ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്ന മുത്തശ്ശൻ, നീ ഇന്ന് ചെയ്തതിൽ നിന്നും പറഞ്ഞതിൽ നിന്നും അറിയാം ആ സർനെയിം നിന്റെ പേരിന്റെ കൂടെ വെക്കാൻ നീ ഡിസർവ് അല്ല എന്ന്. ഷൻ, ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര വർഷവും പേടിച്ചുകൊണ്ടിരുന്നത് എന്നറിയാമോ? എല്ലാം നിന്റെ ഈ പേഴ്സണാലിറ്റി കൊണ്ടാണ്. നീ എല്ലാം വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കണമെന്ന് വളരെ അലയായിരുന്നു, ഭ്രാന്ത് പോലെ. എന്റെ മൊത്തത്തിലുള്ള ബിസിനസ് നിനക്ക് തന്നാല് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് അത് മൊത്തത്തിൽ നശിപ്പിക്കാനാ പോകുന്നത്. നീ തെറ്റായി ചെയ്യാൻ പോയ എത്രയോ കാര്യങ്ങൾ ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ നീ മാറാതെ അങ്ങനെ തന്നെയാണുള്ളത്. നീ എന്നെ വളരെ ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടുണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞതും, ശരി മുത്തശ്ശ, ഞാൻ നിങ്ങളെ ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇനിയും എന്നെ വെച്ചിരിക്കുന്നേ? എന്നെ പറഞ്ഞു വിട്ടൂടെ? ഇനിയും ഞാൻ ഇവിടെ നിന്നാല് ശരിയാവില്ല. ശരി, ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ടേ അവൻ പോകാൻ തുടങ്ങിയതും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ വരുവാണ്. ഇതാണ് ശരി. നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ബ്രാഞ്ച് ഞാൻ നിന്റെ പേരിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതില് നീ നിന്റെ സത്യവും കഴിവും എന്നെ കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടേ ഒരു കമ്പനി തന്നെ ചേട്ടന്റെ പേരിൽ എഴുതി വെച്ചിട്ട് പോകുവാണ് മുത്തശ്ശൻ. ഇതൊരിക്കലും ഇവൻ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. ഒരു കൊച്ചുമകനായി സ്വീകരിക്കാതെ ഒന്നും ഇനി തരില്ല എന്നാണ് അവൻ വിചാരിച്ചു വെച്ചോണ്ടിരുന്നത്. അതാണ് അവനെ ഇങ്ങനെ വില്ലനാക്കി വെച്ചതും. പക്ഷെ മുത്തശ്ശൻ അവരുടെ സ്നേഹം ഇങ്ങനെ കാണിച്ചിട്ട് പോയതും ചേട്ടനെ കുറച്ചൊക്കെ നന്മ ഉള്ളിൽ വന്നെന്നാ തോന്നുന്നേ. കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. കട്ട് ചെയ്താല് ഹീറോയും മുത്തശ്ശനും ഇരുന്ന് സംസാരിക്കായിരിക്കും. മുത്തശ്ശൻ എല്ലാം അഭിനയിച്ചതായിരുന്നു, അല്ലാതെ യാതൊരു ഹെൽത്ത് കണ്ടീഷനും മുത്തശ്ശൻ ഇപ്പോ ഇല്ല. നിന്റെ ചേട്ടന് സ്വത്തില് വളരെ ആക്രാന്തം വന്നുപോയി. ഇങ്ങനെ പോയാല് ഇവൻ എവിടം വരെ പോകുമെന്ന് ചിന്തിക്കായിരുന്നു ഞാൻ. ഞാനെങ്ങാനും എന്റെ കമ്പനി മൊത്തവും അവന്റെ പേരിൽ എഴുതി വെച്ചിരുന്നെങ്കില് എന്റെ തലമുറയുടെ സ്വത്ത് വരെ അവൻ നശിപ്പിച്ചിട്ട് പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നതും. ഇത് നോക്കു മോനിക്കു, ഇത്തവണ എന്റെ അസുഖം അഭിനയായിരിക്കാം, പക്ഷെ എനിക്കും വയസ്സായിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ വലിയ കമ്പനി എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ വേണം തിരികെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഉടനെ വേണമെന്ന് ഞാൻ പറയില്ല. നല്ല പോലെ ചിന്തിച്ച് ടൈം എടുത്ത് എന്നോട് പറഞ്ഞാൽ മതി. ഹീറോയും അങ്ങനെ തന്നെ മുത്തശ്ശനെ നോക്കുന്നുണ്ട്. ശരി, മനസ്സിലായി. റേസിംഗ് ആണ് നിനക്ക് ഇമ്പോർട്ടന്റ്. അതിനും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് മുത്തശ്ശൻ പറയും. വേലക്കാരി പെണ്ണപ്പോ മുത്തശ്ശന് കഴിക്കാനുള്ള മരുന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇത് കണ്ട ഹീറോ, അപ്പം മുത്തശ്ശ, നിങ്ങളുടെ അസുഖം ഫേക്ക് അല്ലായിരുന്നു അല്ലേ? സത്യമാണോ കള്ളോ ആണോ ഒന്നും നോക്കണ്ട. നാളെ നിനക്ക് റേസ് ഉള്ളതല്ലേ, പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. എന്നിട്ട് നല്ല മോനായിട്ട് ജയിച്ചിട്ട് വാ എന്ന് പറയും. ഓക്കെ മുത്തശ്ശ,
എനിക്ക് കുറച്ച് സമയം താ, നിങ്ങളും സേഫ് ആയിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് അവനും പോകും. അവൻ പോകുമ്പോൾ മുത്തശ്ശനും ഒരു ഗുഡ് ലക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹീറോയിനെ കാണിച്ചാല് ആ ജാങ് ഉണ്ടല്ലോ, അവൻ ആളുകളെ വെച്ച് നമ്മുടെ ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യുവാണ്. ആ ഫോട്ടോ ഹീറോയ്ക്ക് അയച്ചു കൊടുത്തിട്ട് ഈ ലൊക്കേഷനിലേക്ക് നീ തനിയെ പാടാ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ്. ഹീറോയും പോകുന്നുണ്ട്. അതൊരു ഗുഡോൺ പോലുള്ള ഒരു പ്ലേസ് ആയിരിക്കും. ഹീറോയിൻ അവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. അവളെ കണ്ടതും ഹീറോ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോ എന്റെ അടുത്തേക്ക് വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞ് അവള് കരയുന്നുണ്ട്. പക്ഷെ ഹീറോ അവളുടെ അടുത്തെത്തുമ്പോഴേക്കും ആരും അവന്റെ തലക്കിട്ടടിക്കുന്നുണ്ട്. അവനെ എല്ലാവരും ചേർന്ന് അടിച്ചടിച്ച് നിലത്തിട്ട് അടിക്കാൻ തുടങ്ങി. നമ്മുടെ ഹീറോയിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹീറോ അപ്പോ ജാങ്ങിനോട് നിന്റെ കാല് ഞാൻ കാരണമല്ല ഒടിഞ്ഞത്, എന്നോട് ക്ഷമിക്ക് പ്ലീസ് എന്ന് പറഞ്ഞ് ഹീറോ അവനോട് മാപ്പ് പറയാണ്. അത് ശരി, സോറി വാക്കാലെ പറഞ്ഞാല് എങ്ങനെ ശരിയാകുമെന്ന് ജാങ് പറഞ്ഞതും ഇത് നമുക്ക് രണ്ടുപേർക്കിടയിലുള്ളതല്ലേ, ഈ പ്രശ്നത്തിൽ നിന്ന് ഷെനിയെ വെറുതെ വിട്, മറ്റുള്ളവരും ഇതിൽ വേണ്ട, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്ലീസ് അവളെ വെറുതെ വിടുന്ന അവൻ പറയാണ്. ഓഹോ, എന്താടാ നീ ഹീറോ കളിക്കാൻ നോക്കുവാണോ? ഇവളെ വെറുതെ വിടാനോ? ശരി, ഓക്കെ വിടാം, പക്ഷെ നീ മുട്ടുകുത്തി നിന്ന് എന്നോട് കെഞ്ചി മാപ്പ് പറയണം, എന്നാൽ മാത്രം അവളെ വെറുതെ വിടാമെന്ന് പറഞ്ഞതും ഹീറോയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. പെട്ടെന്ന് ഹീറോയിന്റെ കഴുത്തിൽ കത്തി വെച്ച് പേടിപ്പിച്ചതും കാലൊടിച്ചിട്ടത് കൊണ്ട് നല്ലപോലെ അവന് വേദനിക്കുന്നുണ്ട്. എന്നാലും പറ്റാതെ മുട്ടുകുത്തി നിന്നിട്ട് ഹീറോ മാപ്പ് പറയാണ്. ഇത് കേട്ട് ജാഗും ഇതോടെ എല്ലാം അവസാനിച്ചു എന്നാണോ കരുതിയിരിക്കുന്നത്? നീ ഒരു മാപ്പ് പറഞ്ഞാൽ എല്ലാം അവസാനമായോ? ഞാൻ നിന്നെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഹീറോയിനെ പിടിച്ചടിക്കുവാണ്. ഇത് കണ്ടതും ഹീറോയ്ക്ക് ദേഷ്യം വരും. എന്തിനാടാ നീ ഇങ്ങനെ കടന്ന് കാറുന്നേന്ന് അവന്റെ അടുത്ത് വന്ന് ചോദിച്ചതും ഹീറോയ്ക്ക് കലിയായിട്ട് അവനെ പിടിച്ചടിക്കുവാണ്. പക്ഷെ ഹീറോയുടെ കാല് അടിച്ചടിച്ച് ഒടിച്ച് നീ ഇനി റേസിംഗില് പങ്കെടുക്കാനേ പാടില്ലട എന്ന് പറഞ്ഞ് അവന്റെ തലയിലടിച്ച് അവനെ ബോധം കെടുത്തുവാണ്. അപ്പോ അതാ പെട്ടെന്ന് പോലീസ് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഫാങ്ങിന് ഹീറോ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടായിരിക്കും വന്നിരുന്നത്. അവൻ പോലീസുമായിട്ട് കറക്റ്റ് സമയത്ത് എത്തി എല്ലാവരെയും പിടിക്കുന്നുണ്ട്. ഫാങ് ഓടി വന്ന് ഹീറോയിനെ രക്ഷിക്കും. ഹീറോയെ നേരെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി. നെക്സ്റ്റ് ഡേ റേസിംഗിലാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ മാത്രമാണ് റേസിംഗിലുള്ളത്. അവൾക്ക് ദേഷ്യവും വിഷമവും എല്ലാം വരുന്നുണ്ട്. ജയിച്ചേ പറ്റുമെന്നുള്ള വാശിയും. ആ ഒരൊറ്റ വാശി കൊണ്ട് അവൾ അങ്ങനെ സ്പീഡിൽ വിട്ടുകൊടുക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡില് എല്ലാവരെക്കാളും മുമ്പിലെത്തി ഫസ്റ്റ് എത്തി വിൻ ചെയ്യുന്നത് നമ്മുടെ ഹീറോയിനായിരിക്കും. വിന്നായതില് അവാർഡ് പോലും വാങ്ങിക്കാൻ നിൽക്കാതെ അവൾ ഓടി നേരെ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. അവന്റെ കൈ പിടിച്ച് അവള് കരയാൻ തുടങ്ങി. എന്താ അവാർഡ് പോലും വാങ്ങിക്കാതെ നീ വന്നതെന്ന് ചോദിച്ചാല് അവള് പിന്നെയും കൂടുതൽ കരയാൻ തുടങ്ങി. ശരി ശരി കരയാതെ, കൺഗ്രാറ്റുലേഷൻ ചാമ്പ്യൻ ഷെനി എന്ന് ഹീറോ പറഞ്ഞതും നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്നാണ് അവള് തിരികെ ചോദിക്കുന്നത്. ആയിരുന്നു നിന്നെ കാണുന്നതിന് മുമ്പ് വരെ, ഇപ്പൊ എനിക്ക് വേദനിക്കുന്നേ ഇല്ല. ഗുച്ചാൻ, നമ്മൾ ജയിച്ചു. അതെ, നീ ജയിച്ചു, നീ ചാമ്പ്യൻ ആയി കഴിഞ്ഞു. നീ ചാമ്പ്യൻ ആയാല് ഞാൻ ചാമ്പ്യനായ പോലെയല്ലേ എന്ന് പറഞ്ഞ് ഈ നല്ല ദിവസത്തില് നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞ് ഹീറോ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഹീറോയിൻ അവളുടെ ചേട്ടനെ കാണാനാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും അവൻ കോമയിലാണ് ഉള്ളത്. ചേട്ടാ, റേസിംഗില് ഞാൻ ജയിച്ചു, നമ്മുടെ സ്വപ്നം ഞാൻ സാധിച്ചെടുത്തു. അടുത്ത് വന്ന് ചേട്ടന്റെ കൈ പിടിച്ചിട്ട് അവള് പറയാണ്, ആ ടീമില് എനിക്ക് നിറയെ ഫ്രണ്ട്സിനെ കിട്ടി. എല്ലാവരും വളരെ നല്ലവരാണ്. എല്ലാവരും വളരെ നന്നായിട്ട് എന്നോട് പെരുമാറുന്നത്. പിന്നെ ഞാൻ എന്റെ മിസ്റ്റർ റൈറ്റിനെയും കണ്ടുമുട്ടി. ഞാൻ വളരെ ലക്കിയല്ലേ. അവന്റെ പേര് ഗൂച്ചാൻ. നമ്മൾ 3 പേരും ചേർന്ന് ട്രാക്കിൽ പോയാൽ എത്ര നന്നായിരിക്കും. ഞാൻ നിങ്ങളെ വളരെ മിസ് ചെയ്യുന്നുണ്ട് ചേട്ടാ. വേഗം തന്നെ ഭേദമായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് വാ. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവള് പോകും. ഇപ്പോ ഹീറോ ഹീറോയിനും ബീച്ചിൽ വന്നിരിക്കുമായിരിക്കും. ഞാൻ നിന്നെ പെണ്ണാണെന്ന് മുൻപേ കണ്ടുപിടിക്കണമായിരുന്നു. ചെറിയ ചെറിയ കാല്, ചെറിയ ചെറിയ കൈ, എങ്ങനെയാ ഞാൻ ഇതൊക്കെ കാണാതെ വിട്ടുപോയത്? അപ്പോ 2 പെൺകുട്ടികൾ ഇവരെ നോക്കി ചിരിച്ചിട്ടേ, എടി നോക്കടി നോക്ക്, ആണോ ആണോ എങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് പോകുവാണ്. ഹീറോ ഇത് കേട്ട് എന്താ നോക്കുന്നേ, വാ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഹേയ് ഗു, ഞാൻ മുടി നീട്ടി വളർത്തിയാലോ? കാണുന്നവരൊക്കെ തെറ്റായിട്ടാ കാണുന്നത്. ഞാൻ എന്റെ മുടി നീട്ടി വളർത്തണോ എന്ന് ചോദിച്ചാല് മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്തിനാ നീ നോക്കുന്നത്? നീ എങ്ങനെ ഇരുന്നാലും എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് 2 പേരും കിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2 വർഷം കഴിഞ്ഞാണ് കാണിക്കുന്നത്. അതേ ബീച്ചില് ഹീറോ ഹീറോയിനും വളരെ ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ച് ഓടി നടന്ന് കിസ്സൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എന്തോ നിനക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട്, അതെ അതെ, പക്ഷെ മീറ്റിങ്ങിന് മുത്തശ്ശൻ പോയിക്കോളൂ എന്ന് ഹീറോ പറയാണ്. മുത്തശ്ശന് വയസ്സായില്ലേ, നീ വേണ്ടേ അവരെ ഇനി നോക്കാൻ? അതെ ശരിയാണ്, കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. എന്റെ ലവറിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതില് വർക്ക് എനിക്ക് ഇമ്പോർട്ടന്റേ അല്ല. അപ്പൊ മുത്തശ്ശൻ നിന്നെ വഴക്ക് പറയില്ലേന്ന് അവള് ചോദിക്കും. എന്റെ അസിസ്റ്റന്റ് ആകാമെന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞു. സോ ജോലിയെല്ലാം അവര് നോക്കിക്കോളൂ എന്ന് പറഞ്ഞാല് ഇങ്ങനെ മുത്തശ്ശനോട് നിനക്ക് ഒരു ദയ പോലും തോന്നുന്നില്ലേ എന്ന് അവൾ ചിരിക്കാൻ തുടങ്ങി. ശരി, ഈ ദയയില്ലാത്ത സ്നേഹമില്ലാത്ത കൊച്ചുമകന്റെ വൈഫാകാനായിട്ട് നീ റെഡിയാണോ എന്ന് ചോദിച്ചാല് ഞാൻ എപ്പോഴാ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതെന്ന് ഹീറോയിൻ കളിയാക്കി ചോദിക്കുവാണ്.
അപ്പൊ ഹീറോ പതിയെ മുട്ടുകുത്തിയിട്ട് റിങ് നീട്ടി അവളോട് ചോദിക്കുവാണ്, എന്നെ കല്യാണം കഴിക്കാൻ നീ തയ്യാറാണോ ഷെനിയെ എന്ന്. ഇത് ചോദിച്ചതും ഹീറോയിന് കരച്ചിലേ വരുന്നുണ്ട്. അവൾ അവനെ നോക്കി ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. കട്ട് ചെയ്താല് റേസിംഗ് ട്രാക്കില്, കുയിച്ചാൻ നീ എന്നെ ക്യാച്ച് ചെയ്താല് നിന്നെ ഞാൻ എന്തായാലും കല്യാണം കഴിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ടേ വളരെ വേഗത്തില് രണ്ടുപേരും റേസിംഗ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഇതോടെയാണ് ഈ ഡ്രാമ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഈ ഒരു ഡ്രാമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള ഒരു അടിപൊളി ഡ്രാമ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.